ക്ഷമിക്കണേ. അപ്പൊ ഒരു മാനുഫാക്ചറിങ് അക്കൗണ്ട്സ് കമ്പനിയുടെ അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്തു. അവിടെ നമ്മൾ ഗോഡൌണ്, അതിന്റെ വർക്ക് ഇൻ പ്രോഗ്രസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. അത് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്, അങ്ങനെ ഇതിന് വേണ്ട ബേസിക് ആയിട്ടുള്ള അക്കൗണ്ട്സ് ഗ്രൂപ്പുകളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു. അക്കൗണ്ട്സ് ഗ്രൂപ്പുകൾ, അതിന്റെ വർക്ക് ഇൻ പ്രോഗ്രസ് എങ്ങനെയാണ്, ഫിനിഷ്ഡ് ഗുഡ്സ് എന്താണ്, പിന്നെ ഗോഡൌണുകൾ എങ്ങനെയൊക്കെ, ഫിനിഷ്ഡ് ഗുഡ്സിന്റെ ഗോഡൌൺ എങ്ങനെ, വർക്ക് ഇൻ പ്രോഗ്രസിന്റെ ഗോഡൌൺ എങ്ങനെ, ഫൈനൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിന്റെ ഗോഡൌൺ എങ്ങനെ, ഈ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ ഓടിച്ചു പോയി. വീഡിയോയിൽ അറ്റൻഡ് ചെയ്യാത്ത സാധാരണ രീതിയിൽ പറയുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ ഇടക്കിടക്ക് പറയില്ല, എണ്ണം കുറയുമ്പോൾ നോക്കിയാൽ മതി. അപ്പം വീഡിയോയിലൊന്നും കേട്ടോ, കുറച്ച് ആൾക്കാർ ഇനി വരാനുള്ളൂ. അപ്പം ഇനിയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് അവിടേക്ക് ആവശ്യമായിട്ടുള്ള ഇതിന്റെ പ്രോസസ്സിംഗ് മെഷീനുകളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഒറിജിനൽ ബിസിനസ്സിലേക്ക് കിടക്കുകയാണ്. അപ്പൊ അതിനിടയിൽ നമ്മൾ GST, അതിന്റെ ഇൻപുട്ട് ടാക്സ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വഴിയിലൂടെ പറഞ്ഞുപോയി. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഈ ഒരു കമ്പനിയിലേക്ക് നമ്മൾ കുറച്ച് മസ്റ്റാർഡ് സീഡ്സ് വാങ്ങാൻ വേണ്ടി പോവാണ്. മസ്റ്റാർഡ് സീഡ്സ് എന്ന് പറയുമ്പോൾ എള്ളിന്റെ ആ ഒരു സംഭവം നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവാണ്. പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മൾ കമ്പനിയും പ്രോസസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഇതിന്റെ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടി. റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്താ റോ മെറ്റീരിയൽ. ഈ കമ്പനിയുടെ റോ മെറ്റീരിയൽ എന്താ? മസ്റ്റാർഡ് സീഡ്സ്. മസ്റ്റാർഡ് സീഡ്സ്, എള്ളിന്റെ അല്ലെ, നമ്മൾ എള്ളെണ്ണയാണ് ഉണ്ടാക്കുന്നത്. എള്ളെണ്ണ എടുത്തിട്ട് അത് ലൂസ് ഓയിൽ ആക്കും. ലൂസ് ഓയിൽ നിന്ന് എടുത്തിട്ട് 1 ലിറ്റർ, 5 ലിറ്റർ, 3 ലിറ്റർ ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുവരാം. അപ്പം നമുക്ക് 2-3 രീതിയിൽ മാനുഫാക്ചറിങ് ചെയ്യാം. ബിൽ ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞ ട്രാൻസാക്ഷൻ ഉപയോഗിക്കാം, അതല്ലാതെ ഉപയോഗിക്കാം. നമ്മൾ ബിൽ ഓഫ് മെറ്റീരിയൽ അല്ലാത്ത രീതിയിലേക്ക് ആദ്യം പോയി നോക്കാം. എന്നിട്ട് ബിൽ ഓഫ് മെറ്റീരിയലിലേക്ക് ഈ സാധനം ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അങ്ങനെ എങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മുമ്പോട്ടേക്ക് യാത്ര ചെയ്യാം. അപ്പൊ ആദ്യം നമ്മൾ ആരുടെ കയ്യിൽ നിന്ന്, ഏതെങ്കിലും ഒരാളുടെ പേര് പറയും, സ്ക്രീനിൽ ആരും വരക്കല്ലേ, ആരുടെ കയ്യിൽ നിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്? എന്റെ പേര് എഴുതിയോ? ആരെ പേര്? ആരെങ്കിലും പേര് തന്നെ. നിങ്ങൾ എത്തിയോ? നിങ്ങൾ എവിടെയാണോ? ഞാൻ ഓഫീസിലാണ്. കുറച്ചു നേരം ഇവിടെ കമ്പനി നാഥനില്ലാതെ കളരിയാണ് ഇവിടെ. നമ്മള് ഓഫീസിലിരിക്കും. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല. അന്ന് ശനിയാഴ്ച അല്ലേ, വർക്കേഴ്സിന് കൊടുക്കാനുള്ളതാണ്. അനൂപ്ഖാന്റെ കമ്പനി അല്ലേ? അപ്പൊ നമുക്ക് ആസാദിന്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. ആസാദിന്റെ കയ്യിൽ നിന്ന് കുറച്ച് സാധനം നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകണം. ആസാദ് എന്ന് പറഞ്ഞ ഒരാള് ഇന്ത്യയിലുള്ള ആൾ തന്നെയാണ്. വേണമെങ്കിൽ നമുക്ക് കേരളത്തിലുള്ള ഒരാളായിട്ട് തന്നെ ആസാദിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാം. അപ്പൊ ആസാദിന്റെ കയ്യിൽ നിന്ന് നമ്മൾ ഒരു 25 ക്വിന്റല്, ആസാദിന്റെ കയ്യിൽ നിന്ന് ഒരു 25 ക്വിന്റല് മസ്റ്റാർഡ് സീഡ്സ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകണം. 25 ക്വിന്റല്. അപ്പൊ അതെങ്ങനെയാണ് വരിക നോക്കാം. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ സാധനം വലിയൊരു 25 ക്വിന്റൽ വരുന്ന സമയത്ത് അതിന് നമുക്കൊരു പാക്കിങ്ങിന്റെ ഒരു ചാർജ് ഉണ്ടാവും. നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് അതിന് കുറച്ച് ഫ്രൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്ത് പോകണം. ഇതിനകത്തേക്ക് GST ആഡ് ചെയ്തിട്ടും GST ആഡ് ചെയ്യാത്ത രീതിയിലൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം. കാരണം ഇതൊക്കെ പ്രാക്ടിക്കലി നിങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്ന കമ്പനികളിൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇന്ത്യയിലേക്കാ പോകണ്ടേ? നമ്മൾ എന്താ ചെയ്യണ്ടേ? ഹലോ, എന്താ ചെയ്യണ്ടേ? ആർക്കെങ്കിലും പർച്ചേസ് വൗച്ചറിലോട്ട് പോയിട്ട് അവിടുന്ന്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മൾ വൗച്ചറിൽ F9 എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വൗച്ചറിൽ പോകുന്നു. അതിനുശേഷം F9 എന്ന് പറഞ്ഞൊരു സംഭവം ക്ലിക്ക് ചെയ്യുന്നു, പർച്ചേസ്. ഓക്കെ, പർച്ചയുടെ സപ്ലൈയുടെ ഇൻവോയ്സ്, ആസാദ് എനിക്ക് എന്ന സപ്ലൈയുടെ ഇൻവോയ്സ് നമ്പർ 123 ആണ്. ഡേറ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡേറ്റ് ഞാനിവിടെ തൽക്കാലം എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. പാർട്ടിയുടെ പേര് ആസാദ് എന്നുള്ളത് കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ ഇവിടെ തന്നെ വെച്ച് ക്രിയേറ്റ് ചെയ്യാണ്. ആസാദ് ട്രേഡേഴ്സ് എന്ന് കൊടുക്കട്ടോ. ആസാദ് ട്രേഡേഴ്സ്. ഇവരെന്താണ് നമ്മുടെ സൺട്രി? ഇവരെന്താ ഡെബിറ്റേഴ്സ് ആണോ ക്രെഡിറ്റേഴ്സ് ആണോ? സപ്ലൈ ആയതുകൊണ്ട് ക്രെഡിറ്റർ ആണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ എൻ്റെ അടിച്ച് മുമ്പോട്ടേക്ക് പോകുന്നു. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കാം, ആസാദ് റെഗുലർ ആണ്. റെഗുലർ എന്ന് തന്നെ കൊടുക്കണം. റെഗുലർ, കമ്പോസിഷൻ, കൺസ്യൂമർ, ഇതൊക്കെ നമ്മൾ അൺരജിസ്റ്റേർഡ് ഒക്കെ മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. ഒരു GSTയുടെ നമ്പറും കൊടുക്കാം നമുക്ക്. ഒരു GSTയുടെ നമ്പറും കൊടുത്തു. അതിനുശേഷം നമ്മൾ സേവ് ചെയ്ത് മുമ്പോട്ടേക്ക് പോകുന്നു. അപ്പൊ അതൊക്കെ എൻ്റർ അടിച്ച് പോവാം.
എപ്പോഴും ശ്രദ്ധിക്കുക, ഇവിടെ കേരള GST നമ്പർ ഇത് തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. എന്നാലേ നമ്മുടെ GSTയുടെ കാര്യങ്ങൾ സെറ്റ് ആവത്തുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ മസ്റ്റാർഡ് സീഡ്സ് എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവാണ്. മസ്റ്റാർഡ് സീഡ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ പർട്ടിക്കുലേഴ്സ് എന്ന് പറഞ്ഞ സംഭവം മാത്രമേ കാണുന്നുള്ളൂ. പർട്ടിക്കുലേഴ്സിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ വലത് ഭാഗത്ത് ചേഞ്ച് മോഡ് എന്നുള്ള കാണാം. അവിടെ ഐറ്റംസ് ഇൻവോയ്സിൽ പോവാം. ഐറ്റം ഇൻവോയ്സ് പോവാം. ചേഞ്ച് മോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഐറ്റം ഇൻവോയ്സ് എല്ലാം സെറ്റ് ചെയ്ത് വെക്കാം. ഇനി ഇവിടെ നമ്മൾ മസ്റ്റാർഡ് സീഡ്സ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സാധനം ഇവിടെ വന്നിട്ടുണ്ടാവും. ക്ലിയർ ആയല്ലോ? മസ്റ്റാർഡ് സീഡ്സ് ക്ലിയർ ആയല്ലോ? മസ്റ്റാർഡ് സീഡ്സ് കൊടുക്കുമ്പോൾ ഇവിടെ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ലൊക്കേഷൻ എന്നുള്ള ചോദ്യം ഒന്നുകൂടി പറയോ? ഒന്നുകൂടി പ്ലീസ്. എവിടെ എവിടെ പോയോ? ക്ലിയർ പോയോ? അതായത് പർച്ചേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവത്തിനകത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പർച്ചേസ് 2-3 രീതിയിലുള്ള പർച്ചേസുകളുണ്ടാവും. ചില സമയത്ത് ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യും, ചില സമയത്ത് ഐറ്റംസ് ആയിരിക്കും പർച്ചേസ് ചെയ്യുന്നത്, ചില സമയത്ത് പർച്ചേസ് ചെയ്യുന്ന സംഭവങ്ങളൊന്നും കാണിക്കൊന്നുമില്ല, ജേണൽ എൻട്രി പോലെ സംഭവം ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ച് ഓരോന്നിനനുസരിച്ച് ഈ ചേഞ്ച് മോഡ് എന്നുള്ള സംഭവം എടുക്കുക. ഐറ്റം ഇൻവോയ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഐറ്റംസ് ആണ്, സാധനങ്ങളാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഐറ്റം ഇൻവോയ്സിനകത്ത് കാണിക്കാം. പിന്നെ ഫിക്സഡ് അസറ്റ് പോലെയുള്ള സാധനങ്ങളാണ് കാണിക്കുക. അതായത് ലെഡ്ജർ വെച്ചിട്ടാണ് സാധനം പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അക്കൗണ്ടിങ് ഇൻവോയ്സ് എടുക്കാം. ഇനി ജേണൽ എൻട്രി പോലെയുള്ള സാധനമാണെങ്കിൽ ആസ് വൗച്ചർ എന്നുള്ള മോഡ് എടുക്കാം. അപ്പൊ ഇവിടെ നമ്മൾ ഫിക്സഡ് അസറ്റ് അല്ല പർച്ചേസ് ചെയ്യുന്നത്, ഇവിടെ വൗച്ചർ ആണ് ഇവിടെ ഐറ്റംസ് ആണ് പർച്ചേസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഐറ്റം ഇൻവോയ്സ് എന്നാണ് ഇവിടെ കൊടുക്കേണ്ടത്. ക്ലിയർ ആയല്ലോ? ഐറ്റം ഇൻവോയ്സ്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം അതൊക്കെ നമ്മൾ എൻ്റർ അടിച്ച് ഇങ്ങോട്ടേക്ക് പോവാം. നമ്മൾ മസ്റ്റാർഡ് സീഡ്സ് ആണ് പർച്ചേസ് ചെയ്യുന്നത്. അത് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുമ്പോൾ ലൊക്കേഷൻ ചോദിക്കുന്നുണ്ട്, ഗോഡൗൺ ചോദിക്കുന്നുണ്ട്. നമുക്ക് എവിടെയൊക്കെ സാധാരണ രീതിയിൽ ഇത് പർച്ചേസ് ചെയ്യാം? റോ മെറ്റീരിയൽ ഗോഡൗൺ. ഇത് ഓൾറെഡി നമ്മൾ ഉണ്ടാക്കി വെച്ചതാണ്. എത്ര ക്വാണ്ടിറ്റി എന്ന് ചോദിക്കുന്നുണ്ട്. ക്വാണ്ടിറ്റി എത്രയാ? ഞാൻ നേരത്തെ പറഞ്ഞ 25 ക്വിൻ്റൽ. ക്ലിയർ ആയോ? ആ ക്വാണ്ടിറ്റി എന്ത് ചെയ്യാം? അതേപോലെ ഇവിടെ അടിച്ചു കൊടുക്കാം. ഓക്കെ ആണോ? ഹലോ, ഓക്കെ ആണോ? ഇനി ഒരു ക്വാണ്ടിറ്റിയുടെ വില, ഒരു കിൻഡലിന്റെ വില നമുക്ക് ഇവിടെ കൊടുക്കും. ഉദാഹരണം, ഒരു കിൻഡലിന്റെ വില 6518 രൂപയാണെന്ന് വിചാരിക്കും. ഒരു കിൻഡലിന്റെ വില, ആ ഒരു കിൻഡലിന്റെ വില അതേപോലെ ഇവിടെ കൊടുക്കാം. അപ്പൊ മൊത്തം എത്രയായി? 1,62,950 രൂപ. ക്ലിയർ ആണോ? അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം? എൻ്റർ അടിച്ച് മുമ്പോട്ടേക്ക് പോകാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? സ്റ്റോക്ക് ഐറ്റം, അതായത് ആസാദിന്റെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു റോ മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു മസ്റ്റാർഡ് ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ പർച്ചേസ് ചെയ്തു. ക്ലിയർ അല്ലേ? ഈ മസ്റ്റാർഡ് സീഡ്സ് നമ്മൾ നേരത്തെ ആഡ് ചെയ്തതാണ്. അതിനുവേണ്ട GSTയും കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് പതുക്കെ എന്ത് ചെയ്യാണ്? നമ്മളിങ്ങനെ മുന്നോട്ടുള്ള യാത്രയിൽ പോകണം. ഇനി എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ കൂടെ നമുക്കൊരു പാക്കിംഗ് ചാർജ് വന്നിട്ടുണ്ട്. ആ പാക്കിംഗ് ചാർജ് ഒരു 500 രൂപ പാക്കിംഗ് ചാർജ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അതേപോലെ ഫ്രൈറ്റ് ചാർജ് ഒരു 700 രൂപ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അതും നമ്മൾ എന്ത് ചെയ്യണം? ഇതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഞാനിവിടെ നമ്മൾ പാക്കിംഗ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വരത്തില്ല. ഇവിടെ ഞാൻ പാക്കിംഗ് അടിച്ചു കൊടുത്താൽ വരത്തില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഐറ്റംസിന്റെ ഭാഗമാണ്. അപ്പൊ ജസ്റ്റ് ഒരു എൻറ്ററും കൂടി ഇവിടുന്ന് അടിച്ചു കൊടുക്കാം. ക്ലിയർ ആയല്ലോ? ഇവിടെ ഒരു എൻറ്ററും കൂടി അടിച്ചു കൊടുക്കാം. അത് പോയെന്ന് തോന്നുന്നു. അത് വേണ്ട, നമ്മളിപ്പോൾ ചെയ്തത് പോയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്നുകൂടി കാണിക്കുന്നു. പർച്ചേസ് ആസാദ് ഇൻവോയ്സ് നമ്പർ ഞാനിവിടെ 123 എന്ന് കൊടുക്കാം. ഞാൻ ബാക്ക് അടിച്ച സമയത്ത് അത് പോയിട്ടുണ്ട്. ജസ്റ്റ് ഒന്നുകൂടി കാണിക്കാം. 123 ഡേറ്റ് കൊടുത്തു. ആസാദ് ട്രേഡേഴ്സിൻ്റെ അടുത്താണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. നമ്മൾ പതുക്കെ എൻ്റർ അടിക്കുന്നു. അടിച്ചതിന് ശേഷം ഇവിടെ പർട്ടിക്കുലേഴ്സ് ആണ്. പർട്ടിക്കുലേഴ്സ് നമ്മൾ ചേഞ്ച് മോഡ് മാറ്റി ഐറ്റം ഇൻവോയ്സിലേക്ക് മാറ്റി നമ്മൾ അടിക്കുന്നു. മസ്റ്റാർഡ് സീഡ്സ് ലൊക്കേഷൻ റോ മെറ്റീരിയലിന്റെ ഗോഡൗൺ. ചെയ്തു പോകുന്നതാണെങ്കിൽ ഒന്ന് ചെയ്തു പോയിക്കൊള്ളൂ കേട്ടോ. ഞാനൊരു 25 ക്വിൻ്റലാണ് പറഞ്ഞിരിക്കുന്നത്. 25 ക്വിൻ്റലിന്റെ റേറ്റ് 6518 പറഞ്ഞു. അപ്പോൾ 1,62,950 രൂപ. ഈ ഞാൻ എൻ്റർ അടിക്കാം. ഒരു എൻ്ററും കൂടി അടിച്ചു കൊടുക്കാം. ഒരു എൻ്ററും കൂടി അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? പാക്കിംഗ് ചാർജ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ജസ്റ്റ് പാക്കിംഗ് ചാർജ് എന്ന് കൊടുക്കാം. പാക്കിംഗ് ചാർജ് എന്ന് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു എൻ്ററും കൂടി അടിച്ച് നമ്മളിവിടെ ഒരു 500 രൂപ കൊടുക്കുന്നു. ക്ലിയർ ആയല്ലോ? ഇനി ഇതേപോലെ ഫ്രൈറ്റ് എന്നുണ്ട്. ആ സാധനം എന്ത് ചെയ്യുന്നു? അതും കൂടി ഞാൻ എന്ത് ചെയ്യാം? ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്രൈറ്റ് നമുക്കൊരു വേണമെങ്കിൽ ഒരു 700 രൂപ ഒക്കെ വേണമെങ്കിൽ അതും ആഡ് ചെയ്യാം. ക്ലിയർ ആയല്ലോ? അപ്പം 1,64,000 സംതിങ് വന്നു.
ഇനി ഇതിന്റെ കൂടെ എന്ത് വേണം? GSTയും കൂടി നമുക്ക് ആഡ് ചെയ്ത് വരണം. GSTയും കൂടി നമുക്ക് ആഡ് ചെയ്തണം. അപ്പൊ നമ്മൾ ഇവിടെ CGST എന്ന് കൊടുക്കുകയാണ്. CGST എന്ന് കൊടുക്കുന്ന സമയത്ത് അതിന്റെ എമൗണ്ട് ഇവിടെ കയറി വന്നു. SGST എന്ന് കൊടുക്കുക, ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും? അതിന്റെ എമൗണ്ട് കയറി വരും. അങ്ങനെ 1,72,358 രൂപ നമ്മൾ എന്ത് ചെയ്തു? ഈ സാധനം സ്റ്റോക്ക് നമ്മൾ പർച്ചേസ് ചെയ്തു. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? നിങ്ങൾ ഇവിടെ ആരും ഇല്ലേ? സെറ്റാണ് സാർ. ഓക്കെ. സ്വാഭാവികമായിട്ടും 50,000 രൂപയുടെ മുകളിലുള്ള ഒരു ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് താഴത്തെ ഈ ചോദ്യം നിങ്ങളോട് ചോദിക്കും, പ്രൊവൈഡ് GST ഇ-വേ ബില്ല്, ഈ സാധനം എടുക്കണോ എന്നുള്ളത്. ഇപ്പൊ ശരിക്കും ഇത് എടുത്തു പോകണം. ഞാൻ തൽക്കാലം നോ കൊടുത്തിട്ട് എന്ത് ചെയ്യാണ്? പ്രൊസീഡ് ചെയ്യാണ്. ക്ലിയർ ആയല്ലോ? സെറ്റ് ആണല്ലോ? ഇപ്പൊ ചെയ്ത കാര്യം എല്ലാവർക്കും ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെയാണ് സാർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് ചോദിച്ചേ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിച്ചേ. ഈ ഐറ്റംസ് യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിലോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ, ഉണ്ടോ? ഇല്ല സർ, ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഓക്കെ. ഇതിന്റെ ടാക്സ് അനാലിസിസ് വേണമെങ്കിൽ എടുത്ത് കൺട്രോൾ അടിച്ച് നമുക്ക് ടാക്സ് അനാലിസിസ് ഒക്കെ എടുക്കുക. ഇപ്പൊ ഞാൻ അതിന്റെ ഉള്ളിലേക്കൊന്നും പോകുന്നില്ല. ടാക്സ് അനാലിസിസ് ഒക്കെ നമുക്ക് ഇതിന് ഏതെങ്കിലും ഒരു സമയത്ത് വേണമെങ്കിൽ പറയാം. ടാക്സ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേയിൽ പോയിട്ട് നമുക്ക് ടാക്സ് അനാലിസിസ് ഒക്കെ എടുത്തു നോക്കാം. നമുക്ക് വിശദമായിട്ട് പിന്നെ ഏതെങ്കിലും സമയത്ത് പറയാം. ടാക്സ് അനാലിസിസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ടാക്സ് അനാലിസിസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഹലോ, ടാക്സ് അനാലിസിസ് എന്ന് കേട്ടിട്ടുണ്ടോ? GSTR 1ഉം 3B എടുക്കണോ അതോ? അല്ല, ഇതിന്റെ അനാലിസിസ് റിപ്പോർട്ട് എടുക്കുന്ന ഭാഗമല്ലേ? അത് റേറ്റ് നമ്മൾ കറക്റ്റ് അവിടെ വന്നിരിക്കുന്ന GST കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരിതാണ്. ഇങ്ങനെ അടിക്കും. പിന്നെ പറയാന്ന് വെച്ചായിരുന്നു, കൺട്രോൾ ഓ അടിച്ചു കഴിഞ്ഞാൽ GST അനാലിസിസ് എന്ന് ഇങ്ങനെ കൊണ്ടുള്ള സംഭവം ഉണ്ടാവും. ഇവിടെ Alt+F1 അടിച്ച് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് കിട്ടുന്ന ഒരു ഭാഗമാണ്. പിന്നീട് പറയാം. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു പോയെന്ന് മാത്രം. അപ്പോൾ ഓരോ സംഭവത്തിന്റെയും ഓരോന്ന് എങ്ങനെയാണ് എന്ന് കാണാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആയില്ലേ? ഇതിനെ ടാക്സ് അനാലിസിസ് എന്നാണ് പറയാം. അത് നമ്മളൊരു ബില്ലൊക്കെ എടുത്തു കഴിഞ്ഞ് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് കിട്ടണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ കൺട്രോൾ ഓ എന്നടിക്കുക. ജസ്റ്റ് എഴുതി വെച്ചോളൂ. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും പറയാം, സമയം ഒരുപാട് പോകും അതിനകത്ത്. കൺട്രോൾ ഓ അടിക്കുന്നു. അവിടെ നമ്മൾ GST ടാക്സ് അനാലിസിസ് ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഓൾറെഡി നമ്മളെ പർച്ചേസ് ടാക്സബിൾ എത്രയാ, മസ്റ്റാർഡ് സീഡ്സിന്റെ സാധനങ്ങൾ എത്രയെന്നുണ്ടാവും. അവിടെ കൊണ്ടുപോയിട്ട് Alt+F1 അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ടാക്സ് അനാലിസിസ് കിട്ടും. ക്ലിയർ ആയില്ലേ? ഓക്കെ ആണോ? ക്ലിയർ ആയെന്ന് വിചാരിക്കാം. ഇനി നമ്മൾ സാർ ഒന്നും കൂടെ പറയോ? ടാക്സ് അനാലിസിസ് ആർക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ ചെയ്യാ? കേട്ടാളെ ഒക്കെ ഓക്കെ ആളുകള് ഒന്ന് ഞാൻ പോരേപ്പാ, പറഞ്ഞു. ഒന്ന് പറഞ്ഞു കൊടുക്കേ. നമ്മുടെ ആ പർച്ചേസ് ബില്ലിൽ നിന്ന് കൺട്രോൾ അടിച്ചു കഴിഞ്ഞാൽ GST ടാക്സ് അനാലിസിസ് പറഞ്ഞിട്ട് ടാക്സ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ട് ഇത് ഓപ്ഷൻ വരും. അതിൽ GST ടാക്സ് അനാലിസിസ് എടുക്കുമ്പോൾ അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ സാധിക്കും. HSN കോഡ്, ടാക്സബിൾ വാല്യൂ, ടാക്സ് റേറ്റ്, അങ്ങനത്തെ ഡ്യൂട്ടി, ടാക്സ് വാല്യൂ. ക്ലിയർ ആയില്ലേ? എല്ലാ ഡീറ്റെയിലും എന്ത് ചെയ്യാൻ പറ്റും? കംപ്ലീറ്റ് നമുക്ക് ഇവിടുന്ന് കാണാൻ വേണ്ടി പറ്റും. ടാക്സ് അനാലിസിസ് എന്നാണ് ഇതിനകത്ത് പറയാം. ഇനി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമുക്കൊരു ഫിക്സഡ് അസറ്റും കൂടി, നമുക്ക് ഇനിയിപ്പോൾ എല്ലാ സാധനങ്ങളൊക്കെ ആയില്ല, ഇനി നമുക്കൊരു ഓയിൽ ടാങ്കും കൂടി പർച്ചേസ് ചെയ്യണമെന്ന് വിചാരിക്കും. ഓയിലിന്റെ ഒരു ടാങ്ക്. അപ്പൊ എന്താ ചെയ്യാം? നേരത്തെ പർച്ചേസ് എങ്ങനെ ചെയ്തിരുന്നത്? നമ്മൾ ഓയിൽ ടാങ്ക് എങ്ങനെ പർച്ചേസ് ചെയ്യാം? ഓയിൽ ടാങ്ക് എങ്ങനെ പർച്ചേസ് ചെയ്യാം? ജേണലിൽ ചെയ്യുക ഫിക്സഡ് അസറ്റ് ആണെങ്കിൽ. ജേണൽ ചെയ്യാം, ഫിക്സഡ്, അല്ലെങ്കിൽ നേരെ പർച്ചേസിൽ കൊണ്ടുപോയി ചെയ്യാം. പർച്ചേസ് കൊണ്ടുപോയി ചെയ്ത് കഴിഞ്ഞാൽ എന്താക്കണം? അക്കൗണ്ട് ഇൻവോയ്സ് ആക്കിയാൽ മതി. അക്കൗണ്ടിങ് ഇൻവോയ്സ് ആക്കിയിട്ട് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ സാധനം ചെയ്താൽ മതി. അപ്പൊ വേണമെങ്കിൽ ഇതും നമുക്ക് ആസാദിന്റെ കയ്യിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ആസാദിന്റെ കയ്യിൽ നിന്ന് വേണമെങ്കിൽ ആസാദിന്റെ കയ്യിൽ നിന്ന് തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന പോലെ ആക്കാം. ഇവിടെ നമുക്ക് ഒരു ഓയിൽ ടാങ്ക് ഇവിടെ ഇല്ലല്ലേ? ഇവിടെ ഐറ്റ് ആണ്. നമുക്ക് നേരെ മാറ്റി കൊടുക്കാം, മോഡ് മാറ്റി കൊടുത്തേക്കാം. അക്കൗണ്ടിങ് ഇൻവോയ്സ് ആക്കാം. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞാണ്. ഓയിൽ ടാങ്ക് ഇവിടെ ഇല്ല. ഓയിൽ ടാങ്ക് ക്രിയേറ്റ് ചെയ്യണം.
ഫിക്സഡ് അസറ്റ് അല്ലേ? ഒന്ന് പറഞ്ഞേ, ഫിക്സഡ് അസറ്റ് ഇനി എന്ത് ചെയ്യണം? 28% GST എന്ന് വെച്ചോളൂ. അപ്പൊ അപ്ലിക്കബിൾ കൊടുക്കാം, യെസ് കൊടുക്കാം, ഇങ്ങനെ അടിച്ചു കൊടുക്കാം. ഒന്ന് പറപ്പാ, ഫാസ്റ്റ് ആക്കി. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളല്ലേ? ഇതെല്ലാവർക്കും അറിയുന്നതല്ലേ അല്ലേ? ടാക്സ് ഇത് കൊടുക്കുന്ന ഇൻഡസ്ട്രേറ്റ് പർച്ചേസ് ആണോ ആസാദ് ഇൻട്രാസ്റ്റേറ്റ് ഇൻട്രാസ്റ്റേറ്റ്? ടാക്സബിൾ പർച്ചേസ് എങ്ങനെ? ടാക്സബിൾ പർച്ചേസ്. പർച്ചേസ് ടാക്സബിൾ ഇത് മതിയോ? ആ മതി. ആ ഓക്കെ, കേരളത്തിലുള്ള ക്യാപിറ്റൽ ഗുഡ്സ് ആക്കാം അല്ലേ? 28% എങ്ങനെ കൊടുത്തൂടെ? ഇതൊക്കെ നേരത്തെ പറഞ്ഞതാണല്ലോ. ഒരു വാല്യൂ കൊടുക്കാം നമുക്ക്. തൽക്കാലം പ്രൊസീഡ് ചെയ്യാൻ വേണ്ടി 2,50,000 രൂപയാണ് ഇതിന്റെ വാല്യൂ നേരിക്കാം. CGST കൊടുക്കണം, SGST കൊടുക്കണം. CGST 35,000 വരും. SGST എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു എമൗണ്ട് വരും. അങ്ങനെ 3,20,000. ക്ലിയർ അല്ലേ? ഇതെല്ലാവർക്കും അറിയുന്നുള്ളത് കൊണ്ടാണ് നേരത്തെ ഓൾറെഡി നമ്മൾ ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുന്നു. അപ്പൊ ആ സമയത്ത് ഈ സംഭവം പറഞ്ഞു എന്നുള്ളതുകൊണ്ട് ജസ്റ്റ് അത് കാണിച്ചു പോയി എന്ന് മാത്രം. സർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? നമ്മള് ഈ ഫിക്സഡ് അസറ്റ് പർച്ചേസ് ഒക്കെ ഈ പർച്ചേസ് വൗച്ചറിൽ എൻട്രി ചെയ്യണതാണോ ബെറ്റർ, അതോ ജേർണലിൽ എൻട്രി ചെയ്യണതാണോ? ഏതിലും ചെയ്യാം, രണ്ടിലും സെയിം എഫക്റ്റ് തന്നെയാണ്. അപ്പൊ നമുക്ക് ഈ പർച്ചേസിന്റെ ലിസ്റ്റ് ഒക്കെ എടുക്കാൻ പറയുമ്പം പർച്ചേസിംഗ് അത് ലിസ്റ്റ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ അല്ലെ പർച്ചേസ് വൗച്ചറിൽ ആണ് നമ്മൾ എൻട്രി ചെയ്യുന്നതല്ലേ മൊത്തം അതിൽ വരുന്നത് ഇതിനകത്ത് പർച്ചേസ് രജിസ്റ്റർ എടുക്കുമ്പോ? ഇപ്പൊ നമ്മൾ ചെയ്യുന്ന പോലെ ആക്കിയാൽ എങ്ങനെയായാലും നമുക്കത് ഡീറ്റെയിൽ എടുത്താലോ, സ്റ്റോക്കിന്റെ ഡീറ്റെയിൽ എടുക്കുന്ന സമയത്ത് ഇത് കിട്ടൂലേ? അസറ്റ്, ഫിക്സഡ് അസറ്റിന്റെ ഡീറ്റെയിൽ ഒക്കെ അല്ല എടുക്കുമ്പോൾ സർ, നമ്മളിപ്പോ എനിക്കത് അറിയില്ലാത്തോണ്ട് ചോദിക്കുന്ന ഈ പർച്ചേസിന്റെ ലിസ്റ്റ് പർച്ചേസ് ചെയ്ത, അതായത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്ന പർച്ചേസ് ഇല്ലേ, അത് ഏത് പാർട്ടി എടുത്തുന്ന എത്ര എമൗണ്ട് അങ്ങനെ നമ്മൾ എടുക്കുമല്ലോ രജിസ്റ്റർ, പർച്ചേസ് രജിസ്റ്റർ. ആ അപ്പൊ എടുക്കുമ്പോ ഈ ഫിക്സഡ് അസറ്റിന്റെ ഇതും കൂടെ കയറി വരത്തില്ലേ? ഇല്ല, അല്ല പർച്ചേസ് വൗച്ചറിൽ എൻട്രി ചെയ്തല്ല അല്ലേ വരുന്നത്? പർച്ചേസ് വൗച്ചറിൽ രണ്ട് രീതിയിലുള്ള പർച്ചേസുകളാണ് നോർമൽ നടക്കുക. ഒന്ന്, നമ്മൾ അവിടെ ഇത് അടിക്കുന്ന സമയത്ത് ഉം. ഇവിടെ കണ്ടോ ഗുഡ്സ്, ഇവിടെ നമ്മളൊരു ക്യാപിറ്റൽ ഗുഡ്സ് എന്നുള്ള സംഭവം കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടോ? അങ്ങനെയാണെങ്കിൽ ഓക്കെ ഓക്കെ. ഓക്കെ, ഇനി അതെന്താ നമ്മൾ അവിടെ എടുക്കാറുണ്ട്, അപ്പൊ നമുക്ക് അങ്ങനെ അറിയത്തില്ലാത്ത നമ്മളെല്ലാം ജേർണൽ വൗച്ചറിൽ എൻട്രി ജേണൽ വൗച്ചറിൽ ചെയ്തോണ്ടിരിക്കും. ചെയ്യുന്നതിന് കുഴപ്പമില്ല. ജേണൽ വൗച്ചറിൽ ചെയ്യുമ്പോൾ എല്ലാം നമ്മൾ മാനുവലി ചെയ്യണം. ആ അതായത് അതിന്റെ ടാക്സ് മാനുവലി ചെയ്യണം. CGST ഓട്ടോമാറ്റിക് വരത്തില്ല, SGST ഓട്ടോമാറ്റിക് വരത്തില്ല, IGST ഓട്ടോമാറ്റിക് വരത്തില്ല. ഇതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ നോർമലി ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഈ രീതിയിൽ വരും, മറ്റത് പർച്ചേസ് ചെയ്യുമ്പോൾ ആ രീതിയിൽ വരും. ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഈ സാധനം നേരെ ബാലൻസ് ഷീറ്റിലേക്ക് പോകും. മറ്റേ സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ നേരെ P&L അക്കൗണ്ടിലുണ്ടോ, ട്രേഡിംഗ് അക്കൗണ്ടിലുണ്ടോ, അത് ഇങ്ങോട്ടേക്കും വരും. ഇതൊരിക്കലും ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കത്തില്ല. അല്ല ട്രേഡിംഗ് അക്കൗണ്ടിൽ വരത്തില്ല. അത് നമ്മൾ രജിസ്റ്റർ എടുക്കുമല്ലോ, അതിൽ വരുമോന്ന് ഡൗട്ട് ചോദിച്ചാൽ. എങ്ങനെ? നമ്മള് ഡിസ്പ്ലേയിൽ പോയിട്ട് അത് രജിസ്റ്റർ സ്റ്റോക്ക് ഐറ്റത്തിൽ വരത്തില്ല, ഇത് സ്റ്റോക്ക് അല്ലല്ലോ. സ്റ്റോക്ക് അല്ല സാർ, പർച്ചേസ് രജിസ്റ്റർ എടുക്കത്തില്ലേ? ആ അപ്പൊ അതിൽ നമുക്ക് ഒരു പീരീഡിൽ വരുന്നത് കിട്ടുമല്ലോ, പർച്ചേസ് ചെയ്ത പാർട്ടി, ഡേറ്റ്, ഇൻവോയ്സ് നമ്പർ അങ്ങനെ വരുമല്ലോ. കാരണം നമ്മൾ ചെയ്യുന്നതില് എനിക്കറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഈ ക്യാപിറ്റൽ ഗുഡ്സ് കൊടുക്കുന്നത്. സിംഗപ്പൂർ അക്കൗണ്ട്സാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് എല്ലാം ജേർണലിൽ എൻട്രി ചെയ്യുന്നത്, അതുകൊണ്ടാണ് ചോദിച്ചത്. പർച്ചേസ് അത് നിങ്ങൾക്ക് ഏതിൽ എൻ്റർ ചെയ്യാം, എഫക്റ്റ് സെയിം തന്നെയാണോ? ഇപ്പൊ ഇതാണല്ലോ ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഒരാളെ അടുത്ത് പോയ അക്കൗണ്ട്സ്, അയാൾ കംപ്ലീറ്റ് ജേർണലിലാണ് ചെയ്യുന്നത്. കുറച്ച് പ്രായമുള്ള ആളാണ്, നല്ല പ്രായമുണ്ട്. പർച്ചേസും സെയിൽസും എല്ലാ സാധനവും അയാൾ ജേർണലിലാണ് ചെയ്യുന്നത്. അത് ഓരോരുത്തരും ഓരോ ഡിഫറെന്റ് ആണ്, റിസൾട്ട് സെയിം ആയിരിക്കും. കാരണം നമ്മൾ ഇതിനകത്ത് എൻ്റർ ചെയ്യുന്ന സമയത്ത് ബേസിക് ആയിട്ടുള്ള ഐഡന്റിഫൈ ദ അക്കൗണ്ട്സ് ഇൻ ദ ട്രാൻസാക്ഷൻ എന്ന് പറയുമല്ലോ, അതാണല്ലോ അക്കൗണ്ട്സിന്റെ ബേസ്. അതിനകത്ത് നമ്മൾ സ്റ്റോക്ക് ആണെങ്കിൽ സ്റ്റോക്ക് ഐറ്റം കൊടുക്കും, എന്ത് ഐറ്റം കയറ്റുകയാണെങ്കിൽ അതിന്റെ നാച്ചർ ഉണ്ടല്ലോ, ആ നാച്ചർ അനുസരിച്ച് ഇത് എവിടേക്കാണോ പോകേണ്ട ആ രീതിക്ക് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. അത് കുഴപ്പമില്ല, നമ്മൾ ഇത് ഏത് രീതിയിലും ചെയ്യാം, അതിന് കുഴപ്പമില്ല. ഇനി നിങ്ങൾക്ക് ജേണലാണ് ഒന്ന് കംഫർട്ട് എങ്കിൽ അതിലേക്കും കൊടുക്കാം, കുഴപ്പമില്ല. എങ്ങനെയായാലും ഫിക്സഡ് അസറ്റ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സാധനം അതിന്റെ എൻഡ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിലേക്കാണ് ഈ സാധനം ട്രീറ്റ് ചെയ്ത് പോവാം.
മറ്റേതാണെങ്കിൽ എന്താവും? നേരെ ട്രേഡിംഗ് അക്കൗണ്ടിൽ പോയിട്ട് ഗ്രോസ് പ്രോഫിറ്റിനടുത്ത് പോകും, ഗ്രോസ് പ്രോഫിറ്റിന് പോയിട്ട് നെറ്റ് പ്രോഫിറ്റിലേക്ക് പോകും. അവിടെ നിന്നാണ് ഈ സാധനം ബാലൻസ് ഷീറ്റിന്റെ ലാബിലിറ്റിയിലേക്ക് എടുക്കുന്നത്. അതിന്റെ ഒരു കാച്ചി കുറുക്കിയ സാധനമാണ് അവിടേക്ക് നിന്ന് മറ്റേ നേരെ സ്ട്രൈറ്റ് വേ അവിടേക്ക് പോകും. ഓക്കെ, ബാക്കിയുള്ള പറഞ്ഞു പോകാം. ഇനി നമുക്ക് വേണമെങ്കിൽ അടുത്തൊരു സാധനം ചെയ്യാം. ഇനി നമുക്കൊരു പ്രോസസ്സിങ് ഒന്ന് ചെയ്ത് നോക്കാം. ഇതിന്റെ ഒരു പ്രോസസ്സിങ് നടക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് ഫിക്സഡ് അസറ്റ് വാങ്ങിയിട്ടുണ്ട്. അതേപോലെ ഒരു 25 കിൻഡൽ മസ്റ്റാർഡ് സീഡ്സും നമ്മൾ വാങ്ങി. ഇത് വെച്ചിട്ട് നമ്മൾ ഇനി ഇതിലുള്ള 25 കിൻഡലിലെ ഒരു 12 കിൻഡൽ സാധനം മസ്റ്റാർഡ് സീഡ്സ് ഉപയോഗിച്ചിട്ട് ഈ സാധനത്തിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ലൂസ് ഓയിൽ ആക്കാൻ വേണ്ടി പോവാണ്. ഞാൻ ബിൽ ഓഫ് മെറ്റീരിയൽ ഒന്നും ഉപയോഗിക്കാത്ത രീതിയിൽ ഈ സാധനത്തിനെ ഒന്ന് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി പോകണം. നിലവിൽ സാധനം ഇപ്പോൾ മസ്റ്റാർഡ് സീഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം നമ്മളിത് റോ മെറ്റീരിയൽ ആയിട്ട് നിൽക്കുകയാണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒന്ന് പ്രോസസ്സ് ചെയ്യുന്നു. ഒന്ന് പ്രോസസ്സ് ചെയ്തിട്ട് ഇതിനൊരു ഓയിലാക്കി മാറ്റുന്നു. ഓയിലാക്കി മാറ്റുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് കുറച്ച് ലൂസ് ഓയിൽ കിട്ടും. അതേപോലെ തന്നെ കുറച്ച് മറ്റേ നമ്മളെ അതിനെന്താ പറയുക, ആ പിണ്ണാക്കോ ആ സാധനം കിട്ടും. ഓയിൽ കേക്കും കുറച്ച് കിട്ടും. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഇതിനകത്തേക്ക് പ്രോസസ്സ്, അതായത് ബിൽ ഓഫ് മെറ്റീരിയൽ ഒന്നും ഉപയോഗിക്കാത്ത രീതിയിൽ ഇതിനെങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ നമ്മളൊരു കേസ് ഇതാണ്, ഇത് ഇങ്ങനെ എഴുതി വെച്ചോളി. നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് 12 കിൻഡൽ സാധനം, 12 കിൻഡലിൻ്റെ സാധനം എടുത്തിട്ട് നമ്മൾ ഈ സാധനത്തിന് എന്ത് ചെയ്യുന്നു, പ്രോസസ്സ് ചെയ്യുന്നു. പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു അപ്രോക്സിമേറ്റ് ഒരു ഇത്ര ലിറ്റർ ലൂസ് ഓയിൽ കിട്ടി. ഇത്ര ലിറ്റർ ലൂസ് ഓയിൽ, 462 ലിറ്റർ ലൂസ് ഓയിൽ കിട്ടി. പിന്നെ ഒരു 750 കിലോ അതിൻ്റെ ഓയിൽ കേക്കും കിട്ടി. ഓയിൽ കേക്കും കിട്ടി. അതായത് നമ്മളിതൊക്കെ ലൂസ് ഓയിൽ ഉണ്ടാക്കി ബാക്കിയുള്ള വേസ്റ്റേജ് എന്തായി, ഈ സംഭവമായിട്ട് മാറി. ഇതെങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുക എന്നുള്ളതാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ ഓക്കെ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു പ്രോസസ്സിങ് വൗച്ചർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം എടുക്കാൻ വേണ്ടി പോകണം. സാധാരണ ഇതിൽ നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ ഗേറ്റ് ഓഫ് ടാലിയിൽ ക്രിയേറ്റിൽ പോകുന്നു. ക്രിയേറ്റിൽ പോയിട്ട് വൗച്ചർ ടൈപ്പ് എടുക്കുന്നു. വൗച്ചർ ടൈപ്പിനടുത്ത് ഞാനൊരു പ്രോസസ്സിങ് വൗച്ചർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാക്കുകയാണ്. പ്രോസസ്സിങ് വൗച്ചർ. ഓക്കെ, പ്രോസസ്സിങ് വൗച്ചർ ഉണ്ടാക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ സെലക്ട് എന്നിടത്ത് ഞാൻ സ്റ്റോക്ക് ജേണൽ എന്ന് കൊടുക്കണം. നിങ്ങൾ എത്ര ആൾ ഇതേപോലെ ചെയ്തു നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സ്റ്റോക്ക് ജേണൽ കൊടുക്കുന്നു. സ്റ്റോക്ക് ജേണൽ അങ്ങനെ കൊടുത്ത് അതിൻ്റെ അബ്രിവിയേഷൻ ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. പതുക്കെ ഫ്രണ്ടിലേക്ക് പോകും. ആക്ടിവേഷൻ വൗച്ചർ എന്നുള്ളത് എസ് തന്നെയാണ്. ഇതിൻ്റെ മെത്തേഡ് ഓഫ് വൗച്ചർ നമ്പറിങ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ വൗച്ചറിൻ്റെ നമ്പർ എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത്, ഓട്ടോമാറ്റിക് വേണോ, ഓട്ടോമാറ്റിക് മാനുവൽ ഓവറൈറ്റ് ചെയ്യണോ, മാനുവൽ എങ്ങനെയാണോ ചെയ്യേണ്ടത് ആ രീതിയിൽ കൊടുക്കാം. ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഓട്ടോമാറ്റിക് വരും, മാനുവൽ ആണെങ്കിൽ മാനുവൽ വരും. അപ്പോൾ ഞാൻ തൽക്കാലം ഇവിടെ ഓട്ടോമാറ്റിക് കൊടുത്തു പോകുന്നു. ഇനി അഡ്വാൻസ്ഡ് കോൺഫിഗറേഷൻ ഉണ്ട്. ഞാൻ നേരത്തെ ഒക്കെ പറഞ്ഞതാണെന്ന് തോന്നുന്നുണ്ട്. അഡ്വാൻസ്ഡ് കോൺഫിഗറേഷനിൽ വേണമെങ്കിൽ പ്രിഫിക്സ്, സഫിക്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നേരത്തെ പറഞ്ഞതെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഓൾറെഡി മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പറഞ്ഞിട്ടുണ്ട്. അപ്പം സ്റ്റാർട്ടിംഗ് നമ്പർ എങ്ങനെ കൊടുക്കണം, ഒരു വൗച്ചറിന് മുമ്പിലുള്ള പ്രിഫിക്സ് എങ്ങനെയാണ്, സഫിക്സ് എങ്ങനെയാണെന്നുള്ളതൊക്കെ പഴയ ഏതെങ്കിലുമൊക്കെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ സംഭവം കൊടുക്കാം. ഞാനിപ്പോൾ തൽക്കാലം ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. പതുക്കെ എന്ത് ചെയ്യാണ്, ഇതിന്റെ അടുത്ത സ്റ്റേജിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ക്ലിയർ ആണല്ലോ? ഞാനിതിനെ പതുക്കെ സേവ് ചെയ്യുന്നു, യെസ് കൊടുക്കുന്നു. അപ്പോൾ നമുക്കൊരു ഓർഡർ വൗച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം എന്തായി, സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ഓർഡർ വൗച്ചറിനകത്താണ് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് ഞാൻ വൗച്ചർ എടുക്കുന്നു. വൗച്ചർ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഓർഡർ വൗച്ചർ, ഇവിടെ നമ്മൾ ഓർഡർ വൗച്ചർ ഇടുന്ന കിട്ടുക. ഈ അതർ വൗച്ചറിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവും വൗച്ചറിനകത്ത് പ്രോസസ്സിംഗ് വൗച്ചർ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള Alt+F7 ഇവിടെ വന്നിട്ടുണ്ടാവും. ജേണൽ വൗച്ചറിന്റെ ഉള്ളിൽ ഈ സാധനം പ്രോസസ്സിംഗ് വൗച്ചർ ഞാൻ ഉണ്ടാക്കിയ സാധനമാണ്. ആ പ്രോസസ്സിംഗ് വൗച്ചർ എടുക്കാം. ക്ലിയർ ആണല്ലോ? പ്രോസസ്സിംഗ് വൗച്ചർ എടുക്കാം. ഈ പ്രോസസ്സിംഗ് വൗച്ചർ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇന്നത്തെ സെഷൻ അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ പഴയ 2-3 വീഡിയോസ് ഒക്കെ കണ്ടുവരുന്നത് നന്നായിരിക്കും. അത് കാണുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലാരിറ്റി കിട്ടുക. യൂട്യൂബിലുള്ള ആളുകൾ, യൂട്യൂബ് ലൈവ് സ്ട്രീം കാണുന്ന ആളുകൾ, നിങ്ങൾ കിട്ടുന്ന ആൻസേഴ്സ് ഒക്കെ അവിടെ ടൈപ്പ് ചെയ്താൽ മതി കമന്റ് ബോക്സിൽ, വേണുഗോപാൽ സാറൊക്കെ ചെയ്യുന്ന പോലെ. അപ്പോൾ ഇവിടെ 2 ഭാഗങ്ങളുണ്ട്, സോഴ്സ്, കൺസംഷൻ. സോഴ്സ് എന്നുള്ള ഏരിയയിലാണ് സോഴ്സ്, അവിടെയാണ് കൺസംഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്.
അതിനുശേഷം അപ്പുറം ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട്. ഞാൻ ഇപ്പോൾ ബിൽ ഓഫ് മെറ്റീരിയൽ ഉപയോഗിക്കാതെ ഈ രീതിയിൽ ചെയ്തു പോവാണ്. അപ്പൊ ഇവിടെ ഈ സോസ് എന്നുള്ളിടത്ത് ഞാനിവിടെ മസ്റ്റാർഡ് സീഡ്സ് എന്ന് കൊടുക്കാം. സോസ് എന്നുള്ളിടത്ത് മസ്റ്റാർഡ് സീഡ്സ് കൊടുക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞു നേരത്തെ നമ്മൾ ഒരു 12 കിൻഡലാണ് ഈ സാധനം യൂസ് ചെയ്യുന്നത്. ഇത് റോ മെറ്റീരിയൽ ഉള്ളത്. ഇതിന്റെ ഒരു 12 കിൻഡലാണ് നമ്മൾ എന്ത് ചെയ്യണത് സാധനം ഉപയോഗിക്കുന്നത്. അപ്പം 78,218. ഈ 6,518 നമ്മൾ നേരത്തെ ഇതിന് കൊടുത്തുള്ള പ്രൈസ് ആണ്. ഓക്കെ, ഇതൊരു വേ ആണ്, മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു ചെറിയൊരു വേ ആണ്. ഈ വേറെ രീതിയിൽ നമുക്കിത് ചെയ്യാം. ഇനി ഇതിന്റെ ഡെസ്റ്റിനേഷൻ, അതായത് ഇതിന്റെ പ്രൊഡക്ഷൻ നടന്നു കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഫൈനൽ പ്രൊഡക്റ്റ്, ഞാൻ ഓൾറെഡി അതിന്റെ റിസൾട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ റിസൾട്ട് നിങ്ങൾ അതേപോലെ ഇവിടെ കൊടുക്കുക. എങ്ങനെയാ പറഞ്ഞിരുന്നത്? എത്ര കിട്ടി എന്ന് പറഞ്ഞേ? ലൂസ് ഓയിൽ എത്ര കിട്ടി? 462 ലിറ്റർ. 462 ലിറ്റർ. 462 ലിറ്റർ അല്ലേ? ആ അപ്പം 462 462. അപ്പൊ ഇത് എവിടേക്കാ പോകുന്നേ? നമ്മൾ ആദ്യമേ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ഗോഡൌണും ഇതൊക്കെ ഉണ്ടാക്കിയിട്ടില്ലേ? ലൂസ് ഓയിൽ എങ്ങോട്ടേക്ക് പോകുന്നത്? ലൂസ് ഓയിലിന് നമ്മളൊരു ഓയിൽ ടാങ്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്, ഓർക്കുണ്ടോ? ഓയിൽ ടാങ്കിന്റെ ഗോഡൌൺ. കാരണം ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നേരെ ഓയിൽ ടാങ്കിലേക്കാണല്ലേ നമ്മൾ വെളിച്ചെണ്ണ, എന്താ പറയാ, മില്ലിലിട്ട് ആട്ടി കഴിഞ്ഞാല് ഇതിന്റെ ഒരു വെളിച്ചെണ്ണ എന്ത് ചെയ്യും? ഇതിന്റെ ഈ ടാങ്കിലേക്ക് പോകും. മറ്റേ സാധനം പിണ്ണാക്ക് വേറെ സ്ഥലത്തേക്ക് വീണ് പോകും. ഇങ്ങനെയാണ് നടക്കുന്നത്. അപ്പൊ ഇവിടെ ഓയിൽ ടാങ്കിന്റെ ഗോഡൌൺ എത്ര കിട്ടി? 462. ഓക്കെ, ഇതിന്റെ ലിറ്ററിന്റെ വില 140. അങ്ങനെ പിടിച്ചോളെ, ലിറ്ററിന്റെ വില 140. ഇതോടുകൂടെ നമുക്ക് വേറൊരു സാധനം കൂടി കിട്ടി, ഓയിൽ കേക്ക്. 780 കിലോഗ്രാം. എത്രയാ? 780. ഓക്കെ, അപ്പൊ ഇത് എവിടെ, ഏത് ഗോഡൌണാ വരിക? ബൈ പ്രൊഡക്റ്റ് ആണോ ഫിനിഷ്ഡ് ഗുഡ്സ് ആണോ? ബൈ പ്രോഡക്റ്റ് അല്ലേ? ബൈ പ്രൊഡക്റ്റ് ഗോഡൌണിലേക്ക് സാധനം എത്തി. 780 കിലോഗ്രാം. അതിന്റെ ഒരു വില എന്ന് പറയുന്നത് 35. പിടിച്ചോളി. ഇങ്ങനെ എന്തായി? ഇത്രയും സാധനമാണ് നമുക്കുണ്ടായത്. അതായത് 78,000 രൂപയുടെ മസ്റ്റാർഡ് സീഡ്സ് നമ്മൾ പ്രോസസ് ചെയ്തു. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് 91,980യുടെ സാധനമാണത്. അതായത് 64,000 രൂപയുടെ ഓയിൽ കിട്ടി. ഓയിൽ കേക്ക് എത്ര കിട്ടി? 20. അപ്പം ഒരു മസ്റ്റാർഡ് സീഡ്സ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ലൂസ് ഓയിൽ കൊണ്ട് മാത്രം കമ്പനി പ്രോഫിറ്റബിൾ ആവില്ല അല്ലെ? ഒരു ചെറിയ, നമ്മൾ ഇതേപോലെ ഇങ്ങനെ നോക്കിയിട്ട് പോകണം. മസ്റ്റാർഡ് സീഡ്സ് അതായത് 12 കിൻഡൽ സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ, അതായത് 78,000 രൂപ പൊട്ടിച്ചു കഴിഞ്ഞാൽ 64,000 രൂപ ഓയിൽ കൊണ്ട് കിട്ടുള്ളൂ. ആ പിണ്ണാക്കും കൂടി ഉണ്ടെങ്കിലേ ബിസിനസ് പ്രോഫിറ്റബിൾ ആവുള്ളൂ. അപ്പൊ ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ കമ്പനിയുടെ പ്രോഫിറ്റ് കൂട്ടണോ, ഇതിന്റെ പ്രൈസ് കൂട്ടണോ കുറക്കണോ എന്നുള്ളത് എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ തൽക്കാലം ആലോചിക്കുക. ഞാനൊരു അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാധനം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇതിന്റെ ഇടയിലൊക്കെ വരികൾക്കിടയിലൂടെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കൗണ്ട്സ് കൃത്യമായി പോകത്തുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കി, 12 കിൻഡൽ എടുത്തപ്പോൾ 78,000 സംതിങ്ങേ ഉള്ളൂ. ഈ സാധനത്തിന്റെ നമ്മൾ ഓയിലാക്കി വെളിച്ചെണ്ണാക്കിയ ഭയങ്കര കച്ചവടമാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, പൂട്ടിക്കെട്ടി പോകും. 64,000 രൂപയുള്ളൂ. ഇതിന്റെ ഓയിലിന്റെ ഈ ഒരു സംഭവം കൂടി എന്ത് ചെയ്യണം? നമുക്ക് കിട്ടണം. ക്ലിയർ ആയില്ലേ? ഞാൻ പതുക്കെ എന്ത് ചെയ്യുന്നു? എൻഡർ അടിച്ചിട്ട് നമ്മൾ സേവ് ചെയ്ത് പോയി. ക്ലിയർ ആയല്ലോ? ഇനി എത്ര കിൻഡലാണ് നമ്മുടെ കയ്യിൽ ബാക്കിയുള്ള? എത്ര കിൻഡലാണ് ബാക്കിയുള്ള? 13 കിൻഡൽ നമ്മുടെ കയ്യിൽ ഇനി ബാലൻസ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു പരിപാടി വെച്ചോളൂ. ഇപ്പൊ നമുക്ക് 280 ലിറ്റർ കിട്ടിയില്ലേ? സോറി, നമുക്ക് എത്ര കിട്ടി? 462 ലിറ്റർ നമ്മുടെ കയ്യിൽ കിട്ടി. ഇതിന്റെ ഒരു പകുതി എടുത്തിട്ട്, അല്ലെ വേണം, ഒരു 250 ഒരു 280 എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിനെ നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് മാറ്റാൻ വേണ്ടി പോകണം. എല്ലാ പ്രോസസ്സും കഴിഞ്ഞിങ്ങനെ പോകണം. നിങ്ങളിങ്ങനെ ആലോചിച്ച് പോകണേ. ആദ്യം നമ്മൾ റോ മെറ്റീരിയൽ വാങ്ങി, റോ മെറ്റീരിയലിനെ വാങ്ങിയിട്ട് മെല്ലെ പ്രോസസ്സ് ചെയ്ത് നമ്മുടെ അടുത്ത് ലൂസ് ഓയിലായി. ഇനി നമുക്ക് വേണമെങ്കിൽ ലൂസ് ഓയിൽ ഒന്നിച്ച് സെയിൽ ചെയ്യാം. പക്ഷെ നമ്മളൊരു ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ കാണുന്നത് ലൂസ് ഓയിൽ വിൽക്കലല്ല. 1 ലിറ്ററിന്റെയും 10 ലിറ്ററിന്റെയും 15 ലിറ്ററിന്റെയും അല്ല, 15 ലിറ്റർ ഈ രീതിയിൽ നമ്മൾ കൊടുക്കാന്നല്ല നമ്മൾ വിചാരിച്ചിരുന്നത്. അപ്പൊ ഇപ്പൊ ഉള്ള നമ്മുടെ അടുത്ത് കിട്ടിയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യണം? ലൂസ് ഓയിലിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഇതേ പ്രോസസ്സിംഗ് വൗച്ചർ നമ്മൾ വേണമെങ്കിൽ ഉപയോഗിക്കാം. പ്രോസസ്സിംഗ് വൗച്ചർ ഉപയോഗിക്കാം. പക്ഷെ നമുക്കിത് ഐഡന്റിഫൈ ചെയ്യാൻ, ഈ പ്രോസസ്സിംഗ് വൗച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും.
അപ്പോൾ നമ്മൾ വേറൊരു വൗച്ചർ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കാം. വേറെ ഒരു വൗച്ചർ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും പ്രോസസ്സിംഗ് വൗച്ചർ ഏതൊക്കെയാണ്, പാക്കിംഗ് വൗച്ചർ ഏതൊക്കെയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ക്രിയേറ്റിൽ പോകുന്നു, മാസ്റ്റേഴ്സിൽ ക്രിയേറ്റ് പോകുന്നു, വൗച്ചർ ടൈപ്പിൽ പോകുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പ്രോസസ്സിംഗ് എല്ലാം നടക്കുന്നത് പാക്കിംഗ് ആണ്. അപ്പോൾ ഞാനിവിടെ പാക്കിംഗ് വൗച്ചർ എന്ന് കൊടുക്കാം. ഞാൻ പുതിയൊരു വൗച്ചർ ഉണ്ടാക്കുന്നത്. ഇവിടെ നമ്മൾ സ്റ്റോക്ക് ജേണൽ തന്നെ കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റോക്ക് ജേണൽ, ഈ നമ്പറിങ് കാര്യങ്ങളൊക്കെ വേണോ വേണ്ടെന്നൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾ കൊടുത്തോളൂ. സേവ് ചെയ്യാം. ഇനി നമ്മൾ വൗച്ചറിലേക്ക് പോകുന്നു. വൗച്ചറിലേക്ക് പോയതിനു ശേഷം Alt+F7 അടിക്കുന്നു. അപ്പോൾ സ്റ്റോക്ക് ജേണലിന്റെ ഡിഫറെന്റ് സാധനങ്ങൾ ഇവിടെ വരും. ഇവിടെ പാക്കിംഗ് വൗച്ചർ എടുക്കുന്നു. പാക്കിംഗ് വൗച്ചർ എടുത്തിട്ട് നമ്മൾ ഇതിന്റെ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ മാറ്റി കൊടുക്കാൻ വേണ്ടി പോകണം. സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ലൂസ് ഓയിലാണ് നമ്മുടെ കയ്യിലുള്ളത്. ലൂസ് ഓയിൽ എത്രയുള്ളത്? എത്ര ലൂസ് ഓയിൽ നമ്മുടെ കയ്യിലുള്ള? 462. 462 അല്ലേ? അപ്പം ലൂസ് ഓയിൽ 462 ഇവിടെ ഉണ്ട്. ഇതിനകത്ത് നമുക്കൊരു 280 ലിറ്റർ മാത്രമേ നമ്മൾ എടുക്കണുള്ളൂ എന്ന് വിചാരിക്കും. ഈ സാധനം ഓയിൽ ടാങ്കിലുള്ളത്. ഓയിൽ ടാങ്കിൽ നിന്ന് ഒരു 280 ലിറ്റർ നമ്മൾ എടുത്തു. അപ്പൊ അതിന്റെ പ്രൈസ് നമ്മൾ നേരത്തെ 140 കൊടുത്താണ്. അപ്പൊ 39,200 അതിന്റെ ഒരു സംഭവം അവിടെ വന്നു അല്ലെ? 39,200 വന്നു. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റർ അടിച്ചിട്ട് പതുക്കെ മുമ്പോട്ട് പോവാം. ഇനി നമ്മൾ എന്താക്കണം, ഇതിനെ ലൂസ് ഓയിലിലേക്ക് മാറ്റണം. ലൂസ് ഓയിൽ മാറ്റുമ്പോൾ ലൂസ് ഓയിലിന് ഒരു ക്വാണ്ടിറ്റി നിങ്ങൾ എഴുതി വെച്ചോളി. 1 ലിറ്ററിന്റെ ഒരു 30 എണ്ണം, 5 ലിറ്ററിന്റെ ഒരു 20 എണ്ണം, 15 ലിറ്ററിന്റെ ഒരു 10 എണ്ണം. ഇതാണ് ഇതിൽ നിന്ന് പ്രോസസ്സ് ചെയ്ത് ഉണ്ടാക്കിയെന്ന് വിചാരിച്ചോളൂ. എവിടെയെങ്കിലും എഴുതി വെക്കാം, നിങ്ങൾക്ക് അത് പറഞ്ഞു തരണേ. എത്ര പറഞ്ഞേ? 1 ലിറ്ററിന്റെ 30, 5 ലിറ്ററിന്റെ 20, 15 ലിറ്ററിന്റെ 10. അപ്പൊ ഇതിന്റെ ഒരു വില വേണമെങ്കിൽ കിട്ടുള്ളൂ. പിന്നെ 1 ലിറ്ററിന് നമ്മൾ ഒരു 170 രൂപ ഇട്ടു. 5 ലിറ്ററിന് ഒരു 850 റുപ്പീസ് ഇട്ടു. 15 ലിറ്ററിന് ഒരു 2,500 രൂപ ഇട്ടു. ഓക്കെ, ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ശ്രദ്ധിച്ചോളെ. അപ്പോൾ ഇവിടെ നെയിം ഓഫ് ഐറ്റം മസ്റ്റാർഡ് ഓയിൽ 1 ലിറ്റർ. ഇത് ഏത് ഗോഡൗണിലാണ് ഉണ്ടാവുക? ഹലോ, ഏത് ഗോഡൗണിലാണ് ഉണ്ടാവുക? ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. ഫിനിഷ്ഡിൽ ഉണ്ടാവും. ഫിനിഷ്ഡിൽ കൊടുത്തു വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണേ, ഇവിടെ ബാച്ച് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വരുന്നുണ്ട്. ബാച്ച് എന്താണ്? ബാച്ച് ാണ് അത് പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്ഷൻ ഡേറ്റ് അങ്ങനെ സെയിം ഡേറ്റില് പ്രൊഡക്ഷൻ നടക്കുന്നതാണ്. അതായത് നമ്മൾ ഈ ഒരു ഫുഡ് പ്രോഡക്ട്സുകളൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോഴേ, അതെ അതെ കറക്റ്റ്, അതെ. നമ്മൾ ഈ ഫുഡ് പ്രോഡക്ട്സ് ഒക്കെ കൊടുക്കുമ്പോൾ ഏത് ബാച്ചിലെ ഫുഡ് പ്രോഡക്ട്സിന് മാത്രമല്ല, പ്രധാനപ്പെട്ട വലിയ വലിയ കോസ്റ്റ്ലി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ബാച്ചുകൾ, ആ ബാച്ചിന്റെ എക്സ്പയറി, ആ ബാച്ചിന്റെ മാനുഫാക്ചറിങ്, ഈ കാര്യങ്ങളൊക്കെ കൊടുക്കും. അതായത് എന്തെങ്കിലും നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് അബദ്ധത്തിൽ സംഭവിക്കുകയാണെങ്കിൽ ആ ബാച്ച് മാത്രം തിരിച്ചു വിളിച്ചാൽ മതി. അപ്പൊ അങ്ങനെ ചില കേസുകൾ ഉണ്ടാവാറുണ്ട്. ആ ബാച്ച് മാത്രം തിരിച്ചു വിളിക്കും. അപ്പം ഇപ്പൊ AC-ന്റെ കേസ്, ഇപ്പൊ ഇതിനടുത്ത് ഒരു വലിയൊരു കമ്പനീന്റെ AC, ഇപ്പൊ എനിക്ക് തോന്നുന്നത് സാംസങ്ങിന്റെ AC എന്ന് തോന്നുന്നുണ്ട്. അതിന്റെ ഉള്ളിലേ കൂടെ ഇൻഡോറിന്റെ ഉള്ളിലേ കൂടെ ആ പാനലിന്റെ ഉള്ളിൽ കൂടെ വെള്ളം ലീക്കാന്ന്, ആ ഒരു ബാച്ചിന്റെ മൊത്തത്തിലുള്ള പ്രോബ്ലം. അപ്പൊ ആദ്യം എടുത്തുപെട്ട ആളുകളൊക്കെ കുടുങ്ങി, ഒന്നും ചെയ്യാനില്ല, കാരണം അതൊന്നും മാറ്റാൻ കഴിയില്ല. പിന്നെ അത് തിരിച്ചെടുക്കണം. അപ്പൊ ബാക്കിയുള്ള സെയിൽ ആവാത്ത സാധനമൊക്കെ കമ്പനി തിരിച്ചു വിളിച്ചു. അപ്പൊ അതിനൊക്കെ എന്ത് വേണം? ബാച്ച് വേണം. അല്ലെങ്കിൽ എല്ലാ സാധനം മാർക്കറ്റിൽ ഇറക്കിയ കംപ്ലീറ്റ് സാധനം എന്ത് ചെയ്യേണ്ടി വരും? തിരിച്ച് കൊണ്ടുപോകേണ്ടി വരും. അപ്പൊ അതൊക്കെ ഒഴിവാക്കാനാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഒരു ബാച്ച് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് സെറ്റ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പൊ ബാച്ച് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. ഒരു ബാച്ച് നമ്മൾ എന്താ കൊടുക്കാം? എന്തെങ്കിലും പേര് പറഞ്ഞാണ് ബാച്ച് 1 എന്നൊക്കെ കൊടുക്കാം അല്ലെ? ബാച്ച് 01 മനസ്സിലാൻ വേണ്ടിയിട്ട് ബാച്ച് 01. അനുസരിച്ച് ഒരു ക്വാണ്ടിറ്റി നമ്മൾ എത്രയാ പറഞ്ഞേ? ക്വാണ്ടിറ്റി എത്രയാ? 30.
30. പ്രൈസോ 170. 170. ഇത് കൊടുത്തു. അപ്പൊ 5,100 ഈ സംഭവം കിട്ടി. ഇനി ഇങ്ങനെ പതുക്കെ എൻ്റെ അടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ മാനുഫാക്ചറിങ് ഡേറ്റ് നമുക്കിവിടെ സെറ്റ് ചെയ്യാം. മാനുഫാക്ചറിങ് ഡേറ്റ്, എക്സ്പയറി ഡേറ്റ് നമുക്ക് സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു 31/12 എക്സ്പയറി ഡേറ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ സർ. റെഡി. അത് നമ്മൾ എന്ത് ചെയ്യാം, അടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത മസ്റ്റാർഡ് സീഡ്സിന്റെ രണ്ടാമത്തെ സംഭവം എടുക്കാം, 5 ലിറ്റർ. പഴയ വീഡിയോ കാണാത്ത ആളുകളൊക്കെ അവിടെ പോയി കണ്ട് തിരിച്ചു പോകുന്നുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഒന്നും കിട്ടൂല. ഫിനിഷ്ഡ് ഗുഡ്സ് പോവാം, അതുകൊണ്ടാണ് പറഞ്ഞത് പഴയ വീഡിയോസ് ഒക്കെ കണ്ടു തീർക്കണം എന്നുള്ളത്. ഫിനിഷ്ഡ് ഗുഡ്സ് അത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതേ ബാച്ചിലേക്ക് തന്നെ ഇതിനകത്ത് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വേറെ ബാച്ച് ആണെങ്കിൽ വേറെ ബാച്ച് കൊടുക്കാം. ഹലോ, വേറെ ബാച്ച് ആണെങ്കിൽ എന്ത് ചെയ്യാം, വേറെ ബാച്ച് കൊടുക്കാം. 0.5 കൊടുക്കാം. 5 ലിറ്റർ അല്ലേ? ബാച്ച് ഇങ്ങനെ കൊടുക്കാം അല്ലേ? ഓക്കെ. ഇതിന് എത്ര ലിറ്റർ? പ്രൈസ് എത്രയാ പറഞ്ഞത്? 20 ലിറ്റർ 850. 850. 850. ഇങ്ങനെ കൊടുക്കാം. ഇത് വേണമെങ്കിൽ 31/12 എടുത്തോട്ടെ. ഇനി അടുത്തത് മസ്റ്റാർഡ് സീഡ്സിന്റെ 15 ലിറ്റർ, 15 ലിറ്റർ. 15 ലിറ്റർ ഇത് ഓൾറെഡി നമുക്കറിയാം ഫിനിഷ്ഡ് ഗോഡൌണിലാണ് ഉള്ളത്. അപ്പോ ബാച്ച് 15 കൊടുക്കാം അല്ലെ, ഐഡന്റിഫൈ ചെയ്യാൻ. എത്ര പ്രൈസ് എത്ര കൊടുക്കുന്നത്? എത്ര ക്വാണ്ടിറ്റിയാ? 10 ലിറ്റർ 2500. 2500. ഡേറ്റ് നമുക്ക് വേണമെങ്കിൽ 31/12. എനിക്ക് ഡേറ്റ് ഒക്കെ മാറ്റി കൊടുക്കട്ടെ. ഞാൻ 31/12 ആക്കിട്ടോ. 31/11 11 കൊടുക്കാം. 12 എന്ത് വേണമെങ്കിൽ കൊടുക്കാം. നിങ്ങൾ എങ്ങനെയും കൊടുത്തോളൂ. എഡ്യൂക്കേഷൻ മോഡലൊക്കെ ഒന്നും അധികം മാറ്റാനൊന്നും കഴിയത്തില്ല. പെയ്ഡ് വേർഷനിൽ എനിക്ക് അധികം മാറ്റാൻ വേണ്ടി കഴിയാം. അപ്പൊ നമ്മൾ 280 ലിറ്റർ നമ്മുടെ കയ്യിലുള്ള സാധനം ഉപയോഗിച്ചിട്ട് നമ്മളൊരു സംഭവം ഉണ്ടാക്കിയപ്പോൾ നമുക്ക് 60 എണ്ണമാണ് കിട്ടിയത്. 60 എണ്ണം കിട്ടിയിട്ട് 47,100 ഓക്കെ. ഇത് നമുക്ക് റേഷ്യോ പറയുമ്പോൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഒക്കെ പിന്നെ നമുക്ക് പറയാം. ഇപ്പൊ ഇക്വിറ്റി പ്രോഫിറ്റ് റേഷ്യോ അല്ലെങ്കിൽ സ്റ്റോക്കുമായി ബന്ധപ്പെട്ടുള്ള റേഷ്യോസ് ഒക്കെ പറയാം. ഇതിൽ റേഷ്യോസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ നിങ്ങൾ തൽക്കാലം നോക്കിക്കോളൂ. 39,200 പ്രൊഡക്റ്റ് വാങ്ങി 47,200 ആ സംഭവം നമ്മൾ എന്ത് ചെയ്തു, സെറ്റ് ചെയ്തു. ഇപ്പൊ എങ്ങനെയാ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് കിടക്കുന്നത്? എന്തൊക്കെയാ സ്റ്റോക്ക് കിടക്കുന്നത്? റോ മെറ്റീരിയൽ എത്ര സ്റ്റോക്ക് ഉണ്ട്? റോ മെറ്റീരിയൽ എത്ര സ്റ്റോക്ക് ഉണ്ട്? 13 കിൻഡൽ. എത്ര കിൻഡൽ സാധനം സ്റ്റോക്ക് ഉണ്ട്? ഇനി 13 കിൻഡൽ. 13 കിൻഡൽ നമ്മുടെ സാധനം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. പിന്നെ ഇതിന്റെ ഓയിൽ പിണ്ണാക്ക് എത്രയുണ്ട്? 750 കിലോ. 750 കിലോ ഉണ്ട്. 1 ലിറ്ററിന്റെ സാധനം എത്ര ഉണ്ട്? 1 ലിറ്ററിന്റെ സാധനം എത്ര ഉണ്ട്? 20. 30. 5 ലിറ്ററിന്റെ സാധനം എത്ര ഉണ്ട്? 20. 15 ലിറ്ററിന്റെ സാധനം 10. അത് 10 സാധനം നമ്മൾ എടുത്തിട്ടുണ്ട് അല്ലേ? ഹലോ, ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ അല്ലേ? അപ്പൊ ഓരോന്നും എത്ര ലിറ്റർ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിന്റെ ഡീറ്റെയിൽ നമുക്ക് കിട്ടണം. എങ്ങനെ കിട്ടുക? ഹലോ, സ്റ്റോക്ക് സമ്മറി ചെക്ക് ചെയ്യാം. സ്റ്റോക്ക് സമ്മറി ചെക്ക് ചെയ്താൽ കിട്ടുമോ? സ്ക്രീൻ കാണുന്നില്ല? സ്ക്രീൻ പോയോ? സ്ക്രീൻ കാണുന്നില്ല. ഓക്കെ. കാണുന്നില്ല. ഇതിനകത്ത് നമ്മൾ ഇങ്ങനെയൊക്കെ കസ്റ്റമൈസ് ചെയ്തിട്ട് ഓരോ യൂണിറ്റും ഓരോന്നും വേറെ വേറെ ചെയ്ത് വെച്ച് എന്തിനാ? നമുക്ക് ഓരോന്നിന്റെ ഒറ്റയടിക്ക് മുതലാളി ചോദിച്ചാൽ ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് പറഞ്ഞതാ അല്ലേ? നമ്മൾ ഓൾറെഡി ഇപ്പൊ എത്ര കിൻഡൽ കിട്ടി, എത്ര കിൻഡൽ. ഇതിന് ഓരോ ഗോഡൌണിലും എത്ര ഉണ്ട് എന്ന് കിട്ടണം. ഇങ്ങനെ എന്നാലേ കണക്കാവത്തുള്ളൂ. ഓരോ ഗോഡൌണിലും എത്ര സാധനം കിട്ടുന്നുണ്ട്, ഫിനിഷ്ഡ് ഗോഡൌണിൽ എത്ര ഉണ്ട്, ഈ കാലിയായിട്ടുള്ള വലിയ ആ ഓയിൽ ടാങ്കിൽ എത്ര ലിറ്റർ സാധനം ഉണ്ട്, ആ ഫിനിഷ്ഡ് ഗോഡൌണിൽ എത്ര ഉണ്ട്, ഇപ്പൊ പകുതിയായി കിടക്കുന്ന സാധനം എത്ര ഉണ്ട്, എത്ര ലിറ്റർ യൂസ് ചെയ്യാത്തുണ്ട്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം,
ഒറ്റയടിക്ക് റിപ്പോർട്ടിൽ കിട്ടണം. റിപ്പോർട്ട് കിട്ടാതെ പർച്ചേസും സെയിലും അടിക്കാൻ എല്ലാവർക്കും കഴിയും. അപ്പൊ ഇതെങ്ങനെ റിപ്പോർട്ട് കിട്ടും? ആർക്കും ഐഡിയ ഉണ്ടോ? ബാലൻസ് ഷീറ്റ് പോയാൽ കിട്ടുമോ? ബാലൻസ് ഷീറ്റ് പോയാൽ കിട്ടുമോ? ഡിസ്പ്ലേയില് സ്റ്റോക്ക് ഡിസ്പ്ലേ ഡിസ്പ്ലേയില് ഡിസ്പ്ലേ ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സ് അതില് സ്റ്റോക്ക് സ്റ്റോക്ക് ഉണ്ട് ഇൻവെന്ററി റിപ്പോർട്ട്. ഓക്കെ, നോക്കിക്കോളേട്ടാ, ശ്രദ്ധിച്ചോളെ. ഡിസ്പ്ലേ മോർ റിപ്പോർട്ട് എന്ന് പറഞ്ഞ സംഭവത്തിൽ എടുക്കാം. ഇതിനകത്ത് ഒരുപാട് റിപ്പോർട്ടുകളുണ്ട്. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇൻവെന്ററി ഉണ്ട്. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇൻവെന്ററി എടുത്താൽ സ്റ്റോക്ക് ക്വയറി, മൂവ്മെന്റ് അനാലിസിസ് ഒക്കെ അതിനകത്ത് കിട്ടും. ഇവിടെ ഇൻവെന്ററി ബുക്ക് ഉണ്ട്, അതിനകത്ത് സ്റ്റോക്ക് ഐറ്റം ഉണ്ട്, എല്ലാം ഉണ്ട്. ബാച്ചിന്റെ റിപ്പോർട്ട് ഇവിടെ കിട്ടും, ഗോഡൌൺ വൈസ് റിപ്പോർട്ട് ഇവിടെ കിട്ടും. സ്റ്റോക്ക് ഗ്രൂപ്പ് സമ്മറി എടുത്താൽ ഒരുവിധ സാധനങ്ങളൊക്കെ കിട്ടും. അതിനുശേഷം സ്റ്റോക്ക് കാറ്റഗറിയുടെ സാധനം എടുത്താലും ഒരുവിധം സാധനങ്ങളൊക്കെ കിട്ടും. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പൊ എവിടുന്ന കിട്ടുക? ഇൻവെന്ററി ബുക്കിൽ പോയി കഴിഞ്ഞാൽ സ്റ്റോക്ക് ഐറ്റംസിൽ എടുത്താൽ ഈ രീതിയിൽ ഓരോന്നും നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ എടുക്കും. ഇപ്പൊ ഉദാഹരണം നോക്കാം, ലൂസ് ഓയിൽ എത്ര? ഓക്കെ, ലൂസ് ഓയിൽ ഇങ്ങനെ എടുക്കുമ്പോൾ എങ്ങനെ മനസ്സിലുള്ളത്? ഇൻവേർഡ് 462 ലിറ്റർ ഇൻവേർഡ് വന്നു. നമ്മുടെ കയ്യിൽ നിന്ന് 250 ലിറ്റർ ചെലവായി. ബാക്കി എത്ര? 82 ലിറ്റർ. 182. ഇതേപോലെ മസ്റ്റാർഡ് ഇൻഫ്ലോ ഔട്ട്ഫ്ലോ വന്നതും പോയതും, ഇൻഫ്ലോ ഔട്ട്ഫ്ലോ വന്നതും പോയതും കിട്ടിയില്ലേ? ബാച്ചിന്റെ ഡീറ്റെയിൽ എടുത്തു കഴിഞ്ഞാലും ഓരോ ബാച്ചിന്റെ ഡീറ്റെയിലും ഇതിനകത്ത് കിട്ടും. ലൊക്കേഷന്റെ ഡീറ്റെയിൽ എടുത്താൽ അതും ഇതിനകത്ത് കിട്ടും. എല്ലാ സംഭവവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ റിപ്പോർട്ട് ആക്കിയിട്ട് കിട്ടും. തെറ്റാണല്ലോ? ഇനി ഇവിടെ നോക്കാം, സ്റ്റോക്ക് കാറ്റഗറി സമ്മറി. ഇതൊന്ന് പറഞ്ഞു. സ്റ്റോക്ക് കാറ്റഗറി സമ്മറി നമുക്ക് മൊത്തത്തിൽ ഒരൊറ്റ സിംഗിൾ ലൈൻ റിപ്പോർട്ടിനകത്ത് വേണമെങ്കിൽ സ്റ്റോക്ക് കാറ്റഗറി സമ്മറി പോയാൽ മതി. ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇതിനകത്ത് പ്രൈമറിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെടുത്ത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളുടെ ഡീറ്റെയിൽസും ഇതിനകത്ത് ഉണ്ടാവും. 1 മിനിറ്റ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളുടെ ഡീറ്റെയിൽ, ഇപ്പോൾ ലൂസ് ഓയിൽ ഇത്ര എന്നുള്ളത്. ഇനി ഇതിനെ എടുത്തിട്ട് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് Alt+F1 അടിച്ചു കൊടുത്താൽ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഒരു സിംഗിൾ പേജിനകത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ലൂസ് ഓയിൽ എത്ര? 152. അത് ഓയിൽ ടാങ്കിലുണ്ട്. 15 ലിറ്റർ ബാച്ച് 15ാമത്തെ ബാച്ചിൽ ഫിനിഷ്ഡ് ഗുഡ്സിൽ ഇവിടെ കിടക്കുന്നുണ്ട്. ഓയിൽ ഇന്ന ഗോഡൌണിലാണ് ഓയിൽ കേക്ക് കിടക്കുന്നതിന്. ഇത് ഒന്നിലധികം ഗോഡൌണിൽ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഇതേപോലെ വിശദമായിട്ട് റിപ്പോർട്ട് എന്ത് ചെയ്യും, നമുക്ക് ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ക്ലിയർ അല്ലേ? അപ്പം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇൻവെന്ററി ബുക്സിനകത്താണ് ഓരോ ഐറ്റംസിന്റെ ബേസ് നമുക്ക് കിട്ടും, ബാച്ച് ബേസ് നമുക്ക് കിട്ടും, ലൊക്കേഷൻ ബേസ് നമുക്ക് കിട്ടും, ഗ്രൂപ്പ് സമ്മറി വെച്ച് കിട്ടും. ഗ്രൂപ്പ് സമ്മറി ഇതേപോലെ തന്നെയാണ്. ഗ്രൂപ്പ് സമ്മറി ഇതേപോലെ തന്നെ ഓരോ ഗോഡൌണിന്റെ ഓരോ രീതിയിൽ എങ്ങനെയാണോ നമ്മൾ ഗ്രൂപ്പ് ആക്കി. ഇതിനൊക്കെ നമ്മൾ ആദ്യമേ നമ്മൾ തീരുമാനിക്കണം ഇതൊക്കെ ഏത് ഗ്രൂപ്പിനകത്ത് കയറ്റണം, ഏത് ഗോഡൌണിനകത്ത് കയറ്റണം, അതിനെ ഏത് ബാച്ചാക്കി സെറ്റ് ചെയ്യണം. ഇതൊക്കെ സെറ്റ് ചെയ്ത് ആലോചിച്ചിട്ട് അക്കൗണ്ട്സ് സ്റ്റാർട്ട് ചെയ്താലേ ഇങ്ങനെയുള്ള റിപ്പോർട്ട് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഇതൊന്നും കിട്ടൂല. ഈ സാധനങ്ങളൊക്കെ ടാലിയിൽ അങ്ങനെ ഉണ്ടാവുന്നുള്ളൂ, നമുക്ക് റിപ്പോർട്ട് കിട്ടൂല എന്നുള്ളൂ. ക്ലിയർ? നമ്മൾ സോഹോ ബുക്സ് ഒക്കെ പഠിപ്പിക്കുന്ന സമയത്ത് നോർമൽ ആസ് യൂഷ്വൽ ലെഡ്ജറും ജേണലൊക്കെ ചെയ്യുന്ന പോലെ എഴുതി കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റും കിട്ടും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒക്കെ കിട്ടും. പക്ഷെ കസ്റ്റമൈസ്ഡ് റിപ്പോർട്ട് കിട്ടണമെങ്കിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് ആദ്യമേ നമ്മൾ ചിന്തിച്ചിട്ട് എവിടെയൊക്കെ എന്തൊക്കെ സാധനം ഹിറ്റ് ചെയ്യണം, എവിടെയൊക്കെ ഹുക്ക് ചെയ്യണം എന്നുള്ളത് ചിന്തിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആയല്ലോ? അപ്പോൾ സ്റ്റോക്ക് സമ്മറി, ഐറ്റം ഗ്രൂപ്പ്, ബാച്ച്, ഇതിൻ്റെ ലിസ്റ്റ് എങ്ങനെയാണ് എന്നുള്ളത് എന്ത് ചെയ്തു നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മളിവിടെ ഒരു ബിൽ ഓഫ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടില്ല. ആകെ ഉപയോഗിച്ച പരിപാടി എന്താ? വരക്കുന്നു അല്ലേ, മില്ലിൽ കൊണ്ടുപോയി ആട്ടുന്നു, ആട്ടിട്ട് കുറച്ച് പിണ്ണാക്കിട്ടുന്നു, പിണ്ണാക്കിട്ട് ഈ സംഭവമാക്കുന്നു. കിട്ടിയ സാധനത്തിനെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ അടുത്ത പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മളെ കമ്പനി അടുത്തൊരു ബിസിനസ്സിലേക്ക് പതുക്കെ ഇങ്ങനെ കിടക്കുകയാണ്. ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം. ഇനി നമുക്കൊരു ഒരാളെയും കൂടി അപ്പോയിന്റ് ചെയ്യണം എന്ന് വിചാരിക്കും.
അല്ലെ? അക്കൗണ്ട്സ് ഒക്കെ സർ സ്റ്റാർട്ട് സർ അതിന്റെ അകത്തൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. ചെയ്ത് നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് പാക്ക് ചെയ്യുന്നില്ലേ, പാക്കിംഗ് വൗച്ചറിൽ പോയിട്ട് 15 എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പൊ നമ്മൾ അതിന് യൂസ് ചെയ്യുന്ന വേറെ റോ മെറ്റീരിയൽസ് അല്ലേ, അത് നമ്മൾ അതിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യണോ? ഏത് റോ ലൈക്ക് മെറ്റീരിയൽ? മീൻസ് ബോട്ടിൽസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നില്ലേ? ആ അത് നമ്മൾ പറയാം. ബിൽ ഓഫ് മെറ്റീരിയൽ കേസിനകത്തേക്ക് കയറുമ്പോൾ പറയും. ഓക്കെ. നമ്മൾ ജസ്റ്റ് ആ സാധനം ഓയിൽ എടുക്കുന്നു, കന്നാസ് എടുക്കുന്നു, കന്നാസിന് ഓയിൽ ടാങ്ക് തിരിച്ചിട്ട് നമ്മൾ സാധനത്തേക്ക് ഇടുന്നു. അതിന്റെ ഒരു പ്രൈസ്, ഈ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ്. ഇനി നമുക്ക് അതിനകത്ത് കുറെ ഇപ്പൊ നമ്മൾ അത് നമ്മൾ സ്ക്രൂ, അതേപോലെ വലിയ വലിയ അതെ, അതേപോലെ അതിന്റെ സാധനങ്ങൾ, മാൻ പവർ ഒക്കെ ഇൻക്ലൂഡ് ലേബേഴ്സ്, ചെയ്യില്ലേ? ലേബർ, ലേബർ. കറണ്ട് ബില്ല്, ഈ സാധനങ്ങളൊക്കെ അതിനകത്ത് കയറ്റുന്നുള്ളൂ. ഇപ്പൊ ഞാൻ ആസ് യൂഷ്വൽ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. നേരെ നോക്കിയാണല്ലേ ഒരു സ്ഥലത്ത് നിന്ന് എടുത്തിട്ട് ചെറിയ ഒരു ഉണ്ടാക്കുന്നു, പൊടിക്കുന്നു. ഈ സംഭവം മാത്രമേ ഇപ്പൊ ചെയ്തിട്ടുള്ളൂ. ഓക്കെ. ഓക്കെ, ഇനി വേണമെങ്കിൽ ഇതേ സാധനം ഇങ്ങനെ തന്നെ നമുക്ക് സെയിൽ ചെയ്ത് നോക്കാം. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ബില്ലോ മെറ്റീരിയലും ചെയ്യാം നമുക്ക്. അപ്പൊ ഇതെല്ലാം പാടെ കൂടി ബ്ലെൻഡഡ് ആക്കി ചെയ്യണം, അപ്പോഴാണ് സംഭവം കിട്ടുക. എല്ലാം കൂടെ ഒന്നിച്ച് പറഞ്ഞ കൺഫ്യൂഷൻ ആണ് വെച്ചിട്ടാ. ചെയ്യാൻ പറ്റും സാറേ? ആ എന്താ ആസാദെ? ഇപ്പൊ ഈ പറഞ്ഞ സാധനല്ലേ, ഇപ്പൊ സക്കീന മാം കേട്ട പോലെ മറ്റേ ബോട്ടിൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വൗച്ചർ ടൈപ്പിൽ തന്നെ ചെയ്യാൻ പറ്റുമോ സ്റ്റോക്ക് ജേണലിൽ? അല്ലല്ല, അത് ബിൽ ഓഫ് അത് നമുക്ക് അതിന്റെ കുറെ ചെയ്യാൻ വേറെ കുറച്ച് പണികളുണ്ട്. അത് നമുക്ക് പോകുന്ന വഴിക്ക് പറയാം. കാരണം അതൊക്കെ കൂടെ കൂടി, അതായത് ഇതിനകത്ത് ലേബർ വരും, കറണ്ട് ബില്ല് വരും, പിന്നെ അങ്ങനെ കുറെ സാധനങ്ങൾ വരുമല്ലോ. ആ സാധനങ്ങൾ കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോഴല്ലേ നമുക്കൊരു പ്രൊഡക്റ്റിന് ഫൈനൽ പ്രൈസ് കിട്ടുള്ളൂ. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്നുമില്ല, നമ്മൾ നാട്ടുമ്പുറത്തുള്ള ഒരു സാധനം ഉണ്ടല്ലോ, കുറെ കൊപ്പര കൊണ്ട് പോയിട്ട് വെളിച്ചെണ്ണാക്കി കുറച്ച് പിണ്ണാക്കും വാങ്ങിയെന്ന പരിപാടിയില്ലേ, അതിന്റെ ബേസ്. കാരണം എല്ലാം കൂടെ ഒന്നിച്ച് കയറ്റിയ കൺഫ്യൂഷൻ എന്നുള്ളതുകൊണ്ടാണ് ഘട്ടം ഘട്ടമായിട്ട് പറയാം. ഓക്കെ, ഇനി നമ്മൾ ഇനിയിപ്പോൾ നമ്മളെ കമ്പനിയൊക്കെ കുറച്ച് വലുതായി സ്റ്റാർട്ടൊക്കെ ചെയ്തു. ഇനി നമുക്കൊരു അക്കൗണ്ടന്റിന് കൂടി നമുക്കിവിടെ പ്ലേസ് ചെയ്യാം. അപ്പൊ നമ്മളൊരു ഒരാളെ നമുക്ക് ആരെ വെക്കുക? സക്കീന മാഡത്തിന് നമ്മളെ കമ്പനിയുടെ അക്കൗണ്ടന്റ് ആക്കിയിട്ട് വെച്ചു. ഒരു സാലറി നമുക്കൊരു 10,000 രൂപ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു 5,000 രൂപ സാലറി. അത്രേ ഉള്ളൂ, ചെറിയ പണിയല്ലേ ഉള്ളൂ, ആകെ 2 അക്കൗണ്ട്സ് ഒക്കെ ചെയ്യാനുള്ളൂ. ഒരു 5,000 മോശാക്കണ്ട, 5,000 ദിർഹംസ് ആയിക്കോട്ടെ. എന്താ കുഴപ്പമില്ലല്ലോ? 5,000 ദിർഹംസ്, 1 ലക്ഷം റുപ്യ നിങ്ങൾക്ക് കയ്യിൽ വരണ്ടേ അല്ലേ? ഓക്കെ, അതിന് 5,000 ദിർഹംസ് എന്തായിരുന്നു മുപ്പത്തേക്ക് സാലറി കൊടുക്കുകയാണ് സക്കീന മാഡത്തിന്. അപ്പൊ സക്കീന മാഡത്തിന് കൊടുക്കാൻ വേണ്ടി ഒരു 5,000 രൂപ വേണ്ടി സക്കീന മാഡത്തിന് അപ്പോയിന്റ് ചെയ്തു. അപ്പൊ നമ്മളിത് എങ്ങനെ എൻ്റർ ചെയ്യാം? ഹലോ ഹലോ, സാലറി അക്കൗണ്ട് സാലറി അക്കൗണ്ട് ഒക്കെ സാലറി ബാങ്ക് ഓഫ് ക്യാഷ്. ബാങ്ക് ഓർ ക്യാഷ്. ബാങ്ക് ക്യാഷ്. ഞാൻ ഒന്ന് പറഞ്ഞ നിങ്ങളോട്, ഞാൻ പറഞ്ഞ ഒന്നുകൂടി കേട്ടോ നോക്കി. സക്കീന മാഡത്തിന് 5,000 ദിർഹംസിന് സാലറിക്ക് വെച്ചിട്ട് സക്കീന മാഡത്തിന് ഞാൻ അപ്പോയിന്റ് ചെയ്തു. അപ്പോയിന്റ് ചെയ്തതാണോ? ഓക്കെ. അപ്പോയിന്റ് ചെയ്യുമ്പോ പൈസയും കൊടുത്ത് വിട്ടാലോ അല്ലെ? അല്ല, പറഞ്ഞോളേ. മന്ത് എൻഡില് നമ്മള് പോസ്റ്റ് മന്ദന്റ് ആയില്ല, ഞാനിപ്പോ പറഞ്ഞ അപ്പോയിന്റഡ്. ഓക്കെ ഓക്കെ. സ്റ്റാഫ് എന്ത് ചെയ്യണോ? അങ്ങനെ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യണ്ടോ സർ? ഏഹ്, പേറോളില് സ്റ്റാഫ് ലിസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടോ? അതാണോ സർ ഉദ്ദേശിച്ചത്? പേറോളൊക്കെ ഇപ്പൊ പോണില്ല. പേറോളിൽ സ്റ്റാഫ് ലിസ്റ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവർക്ക് സാലറി എത്രയാണ് എന്തൊക്കെ വെച്ചിട്ട് പേറോളിൽ വേണമെങ്കിൽ ആഡ് ചെയ്തിടാം. പേറോളിൽ ആഡ് ചെയ്തിടാം. സക്കീന മാഡത്തിന്റെ പേരിൽ ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം എന്നൊക്കെ ചെയ്യാം. അതല്ലാതെ നമ്മൾക്ക് ഇതൊരു മോണിറ്ററി ടേംസ് അല്ലാത്തതുകൊണ്ട് സംഭവം നമ്മളിപ്പോൾ ഇതിനകത്ത് എൻ്റർ ചെയ്യേണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഈ അനൂപ്ക്ക് എന്ത് ചെയ്തു അറിയോ? അനൂപ്ക്ക് ഇനി പുറത്ത് പോകാൻ വേണ്ടി, ഇപ്പോൾ ഗൾഫിലേക്ക് പോകാൻ വേണ്ടി പോകണം. അനൂപ്ഖാന്റെ കമ്പനി, അനൂപ്ക്ക് ഒന്ന് ഗൾഫിൽ പോവാണ്. അപ്പൊ അനൂപ്ക പറയുന്നത് ചെറിയ ചെറിയ പൈസകളൊക്കെ അവിടെ ഇവിടെയൊക്കെ കൊടുക്കാനുണ്ടാവും. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, സക്കീന മാഡത്തിനോട് പറഞ്ഞു, നിങ്ങൾക്കൊരു 60,000 റുപ്യ നിങ്ങളെ കൈമ തരാം, 60,000 റുപ്പീസ് നിങ്ങളുടെ കയ്യിൽ തരാം. ഞാൻ ദുബായിൽ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടേ വരുള്ളൂ. അതിൻ്റെ ഇടയിൽ നിങ്ങൾ ചെറിയ ചെറിയ പൈസ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തോളൂ, ഇന്നെ ഇങ്ങനെ വിളിക്കാൻ നിൽക്കണ്ട, ഞാനൊരു ബിസിനസ് ട്രിപ്പിലാണെന്ന് പറഞ്ഞു. ഒരു കേസ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യാം? ഒരു 60,000 രൂപ കമ്പനീൻ്റെ അക്കൗണ്ടിൽ നിന്ന് എടുത്തിട്ട് സക്കീന മാഡത്തിൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു. സക്കീന മാഡം പുതിയ സ്റ്റാഫാണ്. സക്കീന മാഡത്തിൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു. എങ്ങനെ ചെയ്യാം നമ്മള്? എങ്ങനെ ചെയ്യാൻ പറ്റും? പെറ്റി ക്യാഷിലോട്ട് ഒരു പെട്ടി ക്യാഷ് ഉണ്ടാക്കുക അല്ലെ?
അതായത് സെക്കിന മാഡത്തിന്റെ പേരിൽ ഒരു പെറ്റി ക്യാഷ് ഉണ്ടാക്കുക. അപ്പൊ നമ്മള് ക്രിയേറ്റിൽ പോയിട്ട് എന്താണ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക അല്ലെ? അങ്ങനെയാണോ? വൗച്ചർ പോയിട്ട് ചെയ്താലും മതി. വൗച്ചറിൽ പോയിട്ട് ചെയ്യാം. എന്നാൽ നേരെ നമുക്ക് വൗച്ചറിൽ പോയി, ഇനിയിപ്പോ നേരെ ലെഡ്ജറിൽ പോയി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വൗച്ചറിൽ പോയിട്ട് നേരെ ചെയ്തു. വൗച്ചറിൽ പോയിട്ട് നമ്മള് കോൺട്ര എന്ന് പറഞ്ഞ വൗച്ചറിനകത്താണ് ചെയ്യേണ്ടത്. കോൺട്ര എന്ന് പറയുമ്പോൾ ബാങ്ക് ടു ബാങ്ക്, ബാങ്കിൽ നിന്ന് ഒരു ബാങ്കിലേക്ക് ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ കോൺട്രയാണ് ചെയ്യുക. നമ്മുടെ കയ്യിലുള്ള ഒരു ക്യാഷിൽ നിന്ന് വേറൊരാളുടെ ക്യാഷിലേക്ക്, വേറൊരാളുടെ ക്യാഷ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ക്യാഷ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നത്. ബാങ്ക് ടു ക്യാഷ്, ക്യാഷ് ടു ക്യാഷ്, ബാങ്ക് ടു ക്യാഷ്, ക്യാഷ് ടു ബാങ്ക്, ഇങ്ങനെ ഏത് ട്രാൻസാക്ഷൻ നടക്കുകയാണെങ്കിലും അത് കോൺട്ര വൗച്ചറിനകത്താണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. ഓക്കെ, കോൺട്ര വൗച്ചറിനകത്താണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ മുകളിലൊരു അക്കൗണ്ട്, ഇതിനകത്ത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നേരെ ചേഞ്ച് മോഡ് എടുത്തിട്ട് ഡബിൾ എൻട്രിയിലേക്ക് പോയാൽ മതി. എന്നാൽ സിംഗിൾ എൻട്രീന്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ക്ലിയർ ആയില്ലേ? സിംഗിൾ എൻട്രീന്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം ക്യാഷ് കൊടുക്കാം അല്ലെ? ക്യാഷ് കൊടുക്കുന്നു. ക്യാഷ് ഓൾറെഡി നമ്മുടെ കയ്യിൽ എത്ര രൂപ ഉണ്ട്? ഇത്രയും പൈസ ഉണ്ട്. അതിന് ഒരു 60,000 രൂപ എടുത്തു. അതിന് 60,000 രൂപ എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഒരു പെറ്റി ക്യാഷ് കൊടുക്കണം. ആരുടെ കയ്യിലുള്ള സക്കീനാസ് പെറ്റി, അങ്ങനെ പേര് തന്നെ കൊടുത്തോളൂ കേട്ടോ. നമുക്ക് സക്കീന ഓരോരുത്തരുടെ കയ്യില് എത്ര പൈസ ഉണ്ട് നമുക്ക് കിട്ടും. 2-3 പെറ്റി ക്യാഷ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം? ക്യാഷ് എന്ന് കൊടുക്കാം. ഇങ്ങനെ ആക്കി കൊടുക്കാം. ഇങ്ങനെ പെറ്റി ക്യാഷ് ആക്കുന്ന സമയത്തും നമ്മൾ ഓരോരുത്തരുടെ പേര് കാണിച്ച് ഐഡന്റിഫൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഓരോരുത്തരുടെ അക്കൗണ്ടിലും ആ ഒരു പെറ്റി ക്യാഷ് തപ്പിയെടുത്താൽ മതി. ആ പെറ്റി ക്യാഷ് തപ്പിയെടുക്കുമ്പോൾ എന്ത് ചെയ്യും? വളരെ കൂടുതൽ പെറ്റി ക്യാഷ് ഉണ്ടാവുമ്പോഴല്ലേ ചെയ്യേണ്ടുള്ളൂ. കൂടുതൽ പെറ്റി മിക്കവാറും എന്ന് വെച്ചാൽ ഒന്നിലധികം അക്കൗണ്ട്സുകളൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത്, പല ഡിപ്പാർട്ട്മെന്റിലും അവിടെ ഇവിടെ ഒക്കെ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ അപ്പോഴും എന്ത് ചെയ്യും? ഓരോരുത്തരുടെ പേരിൽ ഉണ്ടാക്കി കൊടുത്താൽ നമുക്ക് ആ അതിന്റെ ലെഡ്ജർ എടുത്താൽ മതി. DAയിൽ നിന്ന് അടിച്ചെടുത്താൽ ആ ലെഡ്ജർ എടുത്താൽ കറക്റ്റ് ആയിട്ട് സംഭവം കിട്ടും. ക്ലിയർ ആയില്ലേ? അപ്പൊ ഏറ്റവും ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. ക്ലിയർ ആയോ? ആ ബുക്ക് എടുത്ത് വായിച്ചു കൊടുക്കണേ. എന്തേ ബുക്ക് വായിക്കണോ? അതവിടെ ഓക്കെ, ശരി, കുഴപ്പമില്ല. ഭയങ്കര സാധനങ്ങളല്ലേ ഫാറൂഖ് ഭായി, പേടിപ്പിക്കണ്ട്. ബുക്ക് എടുത്ത് വായിച്ചോന്നൊക്കെ പറയണേ. കുട്ടികളെ ആയിരിക്കണ്ട, ഉമ്മ റീല് കാണാണ്, അതിനിടയിൽ ഇന്നത് വായിക്കാൻ പറയണേ, ക്ലാസ് വെക്കാൻ പറയണ്ടാവും. അതാണ് ഇങ്ങനെ കുട്ടികളെ ചിന്തിക്കണേ. ആ കുട്ടികളെ മൈൻഡ് സെറ്റില് ഉമ്മ ഇങ്ങനെ ഫുള്ള് ഫോണിൽ കളിക്കാം, അമ്മോട് ഇങ്ങനെ പഠിക്കാനും പറയാ. ഓക്കെ, എനിവേ അത് മേടണ്ട കേട്ടോ കുട്ടികളെ, ഞാൻ തമാശ പറഞ്ഞ. കുട്ടികളെ ചിന്തിക്കും നമ്മളിപ്പോ തന്നെ എന്തിനാ പഠിക്കണേ, ഉമ്മ എപ്പോഴും പഠിപ്പ് നിർത്തിയിട്ടില്ല അറിയും. ഉമ്മാന്റെ പ്രായത്തിലൊക്കെ പഠിച്ചാൽ മതി എന്ന് അറിയണ്ടാവും. അതന്നെ, നിങ്ങളാ പറഞ്ഞതിന് കുട്ടികളെ മേടല് കേട്ടോ, തമാശ പറഞ്ഞ. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നറിയോ? ഇനി ഇതിൽ നിന്ന് എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല്, സക്കീന മാഡം പിന്നെ ഓഫീസിൽ ഒരു എക്സ്പെൻസ്, ചെറിയ എന്തോ ഓഫീസിൽ ഒരു എക്സ്പെൻസ് വന്നു, അതിലൊരു 200 രൂപ എടുത്തു കൊടുത്തു. അല്ല, അനൂപ്ക്ക് ഗൾഫിൽ പോയി, അനൂപ്ക്ക് ഇന്നെ വിളിക്കുക, ചെറിയ 2000 ചീള് കേസം നിന്നെ വിളിക്കരുത് എന്ന് പോയതാ. അപ്പൊ ഓഫീസിൽ ഒരു എക്സ്പെൻസ് വന്നു, അതിനൊരു 2000 രൂപ ചെലവായി. എടുത്തു കൊടുത്തത് ആരെ കയ്യിൽ നിന്നാ? സക്കീന മാഡത്തിന്റെ കയ്യിൽ നിന്നാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? എന്ത് ചെയ്യാൻ പറ്റും? ആ എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്യും, ക്രെഡിറ്റ്. ഓക്കെ, അത് നമ്മൾ എവിടെ ചെയ്യാം? ജേണലിലാണോ ചെയ്യുന്നത്? അതല്ല, എവിടെ ചെയ്യാം? എവിടെ ചെയ്യണേ? നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ജേണലിൽ വേണമെങ്കിൽ ജേണലിൽ ചെയ്യാം, പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ നേരെ പേയ്മെന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇപ്രാവശ്യം ഒന്ന് പേയ്മെന്റ് ചെയ്ത് നോക്കാം. ജേണലിൽ നമുക്ക് ചെയ്ത് നോക്കാം. പേയ്മെന്റിൽ ചെയ്യുന്ന സമയത്ത് ഈ ഡെബിറ്റ് ക്രെഡിറ്റ് എന്നുള്ള സംഭവം കൺഫ്യൂഷനുള്ള ആളുകൾ എന്ത് ചെയ്യാം? നേരെ സിംഗിൾ വോച്ചറിലേക്ക് പോവാം. ഡൗട്ടുള്ള ആളുകൾ സിംഗിൾ വോച്ചറിലേക്ക് പോവാം. അപ്പൊ ഏത് വഴിയാ കൊടുത്തെന്ന് നോക്കുമ്പോൾ ഇവിടെ ഉണ്ടാവും, ഇവിടെ പെറ്റി സക്കീനാസ് പെറ്റി എന്നുണ്ടാവും, അതോടെ കൊടുത്താൽ മതി. എന്നിട്ട് ഇവിടെ ഓഫീസ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടാക്കുക, അതിനകത്ത് കൊടുക്കുക. അപ്പൊ ഇവിടെ ഞാൻ ഓഫീസ് എക്സ്പെൻസ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഞാൻ Alt+C അടിച്ചിട്ട് ഇവിടെ തന്നെ ഓഫീസ് എക്സ്പെൻസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാക്കുകയാണ്. സിനാരിയോ ഇങ്ങനെ പറഞ്ഞു പോണേ. ഓക്കെ, ഞാൻ സേവ് ചെയ്യുന്നു. ഇവിടെ എന്ത് ചെയ്യാം? 2000 രൂപ കൊടുക്കുക. 2000ന്റെ നരേഷൻ കൃത്യമായിട്ട് കൊടുക്കണം. അപ്പൊ നിങ്ങൾ നോക്കി, സക്കീന മാഡത്തിന്റെ അക്കൗണ്ടിൽ 60 എന്നുള്ളത് 58,000 ആയിട്ട് മാറി. ഇനി സക്കീന മാഡത്തിന്റെ
ചോദിക്കാം. അനൂപ്ക്ക് ഇനി കുറച്ച് നാട്ടിലേക്ക് വന്നു എന്ന് വിചാരിക്കും. അനൂപ്ക്ക് ചോദിക്കണേ 2000 രൂപ ഇപ്പൊ എന്തായി? ഇപ്പൊ നിങ്ങളെ കയ്യിൽ എന്തൊക്കെ നിങ്ങൾ കാട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാൻ കഴിയുക സെക്കിന മാഡത്തിന്? 2000 രൂപ എന്താ ചോദിക്കൂലേ? കുറെ പൈസ ഒന്ന് ലാസ്റ്റ് സെക്കിന മാഡം കൊടുക്കുക 1000 രൂപ ബാക്കി കൊടുത്ത് 60,000 രൂപ എന്നിട്ട് 1000 കൊടുത്ത് എന്താ കാട്ടിയെന്ന് വെച്ചാൽ എന്താ കാട്ടുക? അപ്പൊ എങ്ങനെ റിപ്പോർട്ട് എടുത്ത് കൊടുക്കുക? മനുഷ്യന്മാരെ ഇവിടെ ഇവിടെ ഇല്ലേ? അതായത് ഇതൊക്കെ മൊത്തത്തിൽ കച്ചവടമൊക്കെ നടന്ന് അനൂപ്ക പോയി ഒരാഴ്ച കഴിഞ്ഞ് 60,000 രൂപ കൊടുത്ത് പോയതാ. 60,000 രൂപ കൊടുത്ത് വന്ന് നോക്കുമ്പോ സെക്കൻഡ് ഹാൻഡ് എന്താ 1000 രൂപ ഉള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് അനൂപ്ക ചോദിക്കൂലേ എന്ത് ദത്താക്കള് കാട്ടിയെന്ന് ചോദിക്കൂലേ? റിപ്പോർട്ട് പോവാം. അപ്പൊ എവിടെ പോയിട്ട് എങ്ങനെയാ റിപ്പോർട്ട് എടുക്കാം? ലെഡ്ജർ എടുത്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്താൽ താൽക്കാലികം ലെഡ്ജർ എടുക്കുന്നതിന് വേറെ റിപ്പോർട്ട് ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് താൽക്കാലികം എന്ത് ചെയ്യാം? താൽക്കാലികം ഇങ്ങനെ എടുത്തു കൊടുത്താൽ മതി. ഇങ്ങനെ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ ഇതാ 60,000 വന്നു, ബാക്കി ചെലവ് ബാലൻസ് ചെയ്താ 58,000 എന്ന രീതിയിൽ. അപ്പൊ എന്ത് ചെയ്യാം? ഡിസ്പ്ലേയില്, അക്കൗണ്ട് ബുക്കില്, ലെഡ്ജറില് സെക്കീനാന്റെ ഈ ഒരു സംഭവം കൊടുക്കുക. ഇതിന്റെ ഷോർട്ട് കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ ഇത്രേ ഉള്ളൂ കേട്ടോ, DAL. പരമാവധി ഷോർട്ട് കീ ഒക്കെ പഠിച്ചു കേട്ടോ. ഞാനിങ്ങനെ ചടപടാ പോണത് ഷോർട്ട് കീ നോർമൽ ഉണ്ടാ. DAL, ഡിസ്പ്ലേയിൽ, അക്കൗണ്ട് ബുക്കിൽ, ലെഡ്ജർ. അപ്പൊ എന്ത് ചെയ്യും? ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. ഷോർട്ട് കീ ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും അടിപൊളിയാണ് DAL. ക്ലിയർ ആയില്ലേ? ലെഡ്ജർ എപ്പോൾ എടുക്കാൻ തോന്നി കഴിഞ്ഞാൽ നേരെ ഗേറ്റ് ഓഫ് ടാലിയിൽ പോവാ, DAL എന്ന് അടിച്ചു കൊടുക്കാം. ഡാൽ അടിച്ചു കൊടുത്താൽ സമ്മ സെറ്റായി. ഇപ്പൊ കിട്ടിയില്ലേ? അപ്പൊ സെക്കീന മാഡത്തിന് എന്ത് ചെയ്തു? ഈ 2000 രൂപ സെക്കീന മാഡത്തിന് ലെഡ്ജർ. അപ്പൊ ക്യാഷ് ബുക്കിൽ നിന്ന് പേയ്മെന്റ് പോകുന്നത് നമ്മൾ നേരത്തെ പഠിച്ചു, ബാങ്കിൽ നിന്ന് പേയ്മെന്റ് പോകണം നമ്മൾ പഠിച്ചു, പെറ്റി ക്യാഷിൽ നിന്ന് പേയ്മെന്റ് പോകണതും കൂടി എന്ത് ചെയ്തു നമ്മൾ പഠിച്ചു. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ മസ്റ്റാർഡ് സീഡ്സ് നമ്മൾ ഷറഫുദ്ദീന്റെ കയ്യിൽ നിന്ന് വാങ്ങുകയാണെന്ന് വിചാരിക്കും. ഷറഫുദ്ദീൻ എന്നുള്ളത് തമിഴ്നാട്ടിൽ ബിസിനസ് ചെയ്യുന്ന ഒരു മസ്റ്റാർഡ് സീഡ്സിന്റെ വലിയൊരാളാണ്. അപ്പൊ പുള്ളിയുടെ കയ്യിൽ നിന്നാണ് നമ്മൾ ഇനി സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നേരത്തെ ഇൻട്രാസ്റ്റേറ്റ് പർച്ചേസ് ചെയ്തു. ഇൻട്രാസ്റ്റേറ്റ് പർച്ചേസ് ചെയ്ത സമയത്ത് CGST SGST വന്നു. ഇനി നമ്മൾ തമിഴ്നാട് പോയിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത്. തമിഴ്നാട് പർച്ചേസ് ചെയ്യുമ്പോൾ ഇതൊരു ഇൻഡർസ്റ്റേറ്റ് സപ്ലൈ ആയിട്ടാണ് കണക്കാക്കുക. ഇൻഡർസ്റ്റേറ്റ് സപ്ലൈയുടെ ട്രീറ്റ്മെന്റ് SGST CGST അല്ല, പിന്നെന്താ? IGST ആണ്. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇനി എന്ത് ചെയ്യണം നോക്കാൻ വേണ്ടി പോകുന്നു. അതിനുവേണ്ടി നമ്മൾ നേരെ വൗച്ചറിനകത്ത് പോകുന്നു. വൗച്ചറിനകത്ത് നമ്മൾ ഇനി വാങ്ങാൻ പോകുന്ന സാധനം ജസ്റ്റ് എവിടെയെങ്കിലും എഴുതി വെച്ചോളി. ഇനി പറഞ്ഞെണ്ണം 13 കിൻഡൽ സാധനമാണ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നേരത്തെ എത്ര വില ഉണ്ടായിരുന്നേ കേരളത്തിൽ വാങ്ങിയപ്പോ? കേരളത്തിൽ നിന്ന് വാങ്ങിയപ്പോ എത്ര വില ഉണ്ടായി? ആസാദിന് കയ്യിൽ നിന്ന് വാങ്ങിയപ്പോ എത്ര വില? 800. 6,518. അപ്പൊ എന്തായാലും സ്വാഭാവികമായിട്ട് കുറച്ച് പൈസ കുറവുണ്ടാവല്ലോ. 518 നമുക്ക് കുറക്കാം, ഒരു 6,000 ആക്കാം. ഇൻഡസ്ട്രി അവൻ പുറത്ത് പൈസ ലാഭം ഉണ്ടാകുമ്പോഴല്ലേ പുറത്ത് പോയി വാങ്ങുള്ളൂ. അപ്പൊ നമുക്ക് ഈ നമ്മളെ ആരടുത്തേന് ഷർഫു ദുബായിലല്ലേ? ദുബായ് ഷർഫു മറ്റേ അണ്ണൻ ഷർഫു ആക്കേണ്ടി വരുമല്ലോ. ദുബായിന്ന് മാറിയിക്കണേ, പേരൊക്കെ മാറ്റി. അണ്ണൻ ഷർഫു ആക്കേണ്ടി വരുമോ തമിഴ്നാട് പറയുമ്പോ? ഇല്ല, ഓനെ നമുക്ക് പെരിന്തൽമണ്ണ ആക്കാം. അല്ല, തമിഴ്നാട് ഇപ്പൊ പറഞ്ഞോണ്ടേ. തമിഴ്നാട്ടിൽ ആയതുകൊണ്ട് കുഴപ്പമില്ല, ഷർഫ് ആയതുകൊണ്ട് നമ്മളൊക്കെ കമ്പനിക്കാരാണ്, കുഴപ്പമില്ല. നിങ്ങളെ അണ്ണൻ ഷർഫ് എന്ന് വെച്ചാൽ ഷർഫ് നിങ്ങളെ തീർത്തോണ്ടിട്ടോ. ഞാൻ ഷർഫുക്കാ എവിടെ നിങ്ങള്? ഷർഫുക്കൂടെ പോയോ? തമിഴ്നാട് കണ്ടപ്പോ മൂപ്പര് വിട്ടോ? ഇവിടെ അല്ലേ? എവിടെ ഷർഫുക്ക? അണ്ണൻ ഷർഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് തീർത്തോണ്ടിട്ടോ ഗ്രൂപ്പിൽ. ഇന്നെ പറയരുത്, ഞാൻ തമിഴ്നാട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളുടെ അൺമ്യൂട്ട് ചെയ്യാതെ. ഹലോ, കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ വിളിച്ചിട്ട് നിങ്ങളെ ഞാൻ എന്താക്കിയിട്ട് നിങ്ങൾ കേൾക്കാതെ ഞാനേ ഇവിടെ ഇല്ല ഞാൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ തമിഴ്നാടുള്ളൊരു ഓണറാണ്. അപ്പൊ നിങ്ങളുടെ അടുത്ത് സാധനം നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകണം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ ചേഞ്ച് മോഡ് മാറ്റി ഐറ്റം മോഡിലേക്ക് കൊടുക്കുന്നു. ഐറ്റം മോഡിലേക്ക് കൊടുത്തിട്ട് ഒരു 145 ഇതാണ് നിങ്ങളുടെ ഇൻവോയ്സിന്റെ നമ്പർ. അപ്പൊ ഞാനിവിടെ ഒരു പാർട്ടിനെ ക്രിയേറ്റ് ചെയ്യണം. Alt C അടിച്ചിട്ട് ഷറഫുദ്ദീൻ. ഓക്കെ, ഇതിങ്ങനെ പോകുന്നു. ഇയാൾ എന്താണ്? സൺഡേ ക്രെഡിറ്റർ ആണോ ഡെപ്റ്റർ ആണോ? ക്രെഡിറ്റേഴ്സ്. എന്തുകൊണ്ടാ?
നമ്മളെ ഒരു സപ്ലയർ ആയതുകൊണ്ട് നമ്മളിവിടെ സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് കൊടുക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഓക്കെ, പതുക്കെ ഇങ്ങനെ പോയി ഇവിടെ കേരള എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്യണം? തമിഴ്നാടാക്കി. തമിഴ്നാട് റെഗുലർ തന്നെയാണ്. GST നമ്പർ എത്ര തുടങ്ങുക? തമിഴ്നാട് 33 35 എന്തായിക്കോട്ടെ, നമ്മള് സെറ്റ് ചെയ്തോ. സേവ് ചെയ്യുമ്പോൾ ഓർമ്മിക്കുക തമിഴ്നാട് തന്നെയാണെന്നുള്ളത് ഉറപ്പുവരുത്തുക. നമ്മളൊരു മസ്റ്റാർഡ് സീഡ്സ് വാങ്ങുകയാണ്. മസ്റ്റാർഡ് സീഡ്സ് ഇതൊക്കെ നേരത്തെ ഓൾറെഡി ചെയ്തുകൊണ്ടാണ് അടിച്ചു മിഞ്ഞി പോകുന്നത്. റോ മെറ്റീരിയൽ ഗോഡൌണിലേക്കാണ് ഈ സംഭവം വരുന്നത്. എത്ര ലിറ്ററാ പറഞ്ഞേ? എത്ര ലിറ്റർ? കിൻഡൽ അല്ലേ? 13 നമ്മള് 6000 ഇപ്പൊ ഞാൻ 6000 ഇതിന് വന്നു, 78,000 രൂപ വന്നു. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ജസ്റ്റ് ഒരു എൻട്രും കൂടി അടിക്കുക. IGST എന്ന പേരിൽ സംഭവം ഉണ്ടാക്കാം. IGST നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടില്ല ഇല്ലേ? IGST എന്താ കൊടുക്കുക? ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ്. GST ഇന്റഗ്രേറ്റഡ് ഹലോ ഇന്റഗ്രേറ്റഡ് പേഴ്സണെ എത്ര കൊടുക്കണേ? തമിഴ്നാട് കുറവാണ്. എല്ലായിടത്തും ഒന്നെ, എല്ലായിടത്തും 5% തന്നെ. തമിഴ്നാടായാലും എല്ലായിടത്തും എത്ര കൊടുക്കണേ? 5%. ഇവിടെ 5% കൊടുക്കണ്ടടാ, ഇവിടെ ഒന്നും കൊടുക്കണ്ട. പ്രൊഡക്റ്റ് മേലല്ലേ കൊടുക്കുക. ഓട്ടോമാറ്റിക് എന്ത് ചെയ്തു? 3,900 വന്നു. ടോട്ടല് 81,900. ഇതിനകത്ത് പാക്കിംഗ്, ഫ്രൈറ്റ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് അവര് മൊത്തത്തിൽ 6,000 രൂപ എന്നാ പറഞ്ഞത്. അതുകൊണ്ട് പാക്കിങ്ങും വേറെ സാധനങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. മൊത്തത്തിൽ എന്തായി? 39,000 വന്നു. ടോട്ടൽ 81,900 റുപ്പീസിന്റെ സാധനം എന്ത് ചെയ്തു? നമ്മൾ തമിഴ്നാട് നിന്ന് പർച്ചേസ് ചെയ്തു. സ്വാഭാവികമായിട്ട് അതിന് GST കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് അവരെന്നെ നമുക്ക് അടിച്ചു തരും. നമുക്ക് കൂടുതലൊന്നും ആലോചിക്കേണ്ട. നമ്മൾ എന്ത് ചെയ്യാം? പതുക്കെ ഇട്ടിട്ട് നമ്മൾ സേവ് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? സെറ്റ് അല്ലേ? അപ്പൊ ഇൻട്രാ സ്റ്റേറ്റും നടന്നു, ഇന്റർ സ്റ്റേറ്റും നടന്നു കഴിഞ്ഞു. ക്ലിയർ ആയിരിക്കും. ഇനി നമ്മൾ കുറച്ച് സാധനം ഇപ്പോഴുള്ള നിലവിലുള്ള കുറച്ച് ലൂസ് ഓയിൽ സാധനങ്ങൾ നമ്മളെ കയ്യിലിട്ടല്ലോ. ഇത് വെച്ചിട്ട് നമ്മളൊരു സെയിൽ നടത്താൻ വേണ്ടി പോവാം. നമ്മളെ കയ്യിലുള്ള ലൂസ് ഓയിൽ ഉപയോഗിച്ചിട്ട് നമ്മളൊരു സെയിൽ നടത്താൻ വേണ്ടി പോവാണ്. ഓക്കെ, സെയിൽ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ എത്ര പെർസെൻറ്റേജ് ഉണ്ടാവും? അപ്പോൾ വാങ്ങുമ്പോൾ അതേ പെർസെൻറ്റേജ് നമുക്ക് സെയിൽ ഒരു 5% സെയിൽ അതിനുണ്ട് എന്ന് വിചാരിക്കും. അപ്പൊ ഈ ഒരു സാധനം നമ്മൾ ആദ്യം കേരളത്തിനുള്ളിലേക്ക് സെയിൽ ചെയ്യാം. ഓക്കെ, കേരളത്തിനുള്ളിലേക്ക് സെയിൽ ചെയ്യുമ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ഇന്റർ സ്റ്റേറ്റ് സെയിൽ നോക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു എക്സ്പോർട്ടിങ്ങും ട്രൈ ചെയ്യാം. അപ്പൊ എല്ലാ കേസും ഇല്ലേ? സെസ് യൂണിറ്റിലേക്ക് വേണമെങ്കിൽ, സ്പെഷ്യൽ എക്കണോമിക് സോണിലേക്കും വേണമെങ്കിലും സെയിൽ അടിച്ചു നോക്കാം. അപ്പൊ എല്ലാ കേസും ആവില്ലേ? ഇനി വേണമെങ്കിൽ നമുക്കൊരു മസ്റ്റാർഡ് സീഡ്സ് വേണമെങ്കിൽ ഒരു ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻ നോക്കാം. എല്ലാം നോക്കാം. എന്നാ പിന്നെ നിങ്ങൾക്ക് പിന്നെ ഈ ഒരു കേസുമായി ബന്ധം അല്ല അനൂപ്ക അല്ലേ? ദുബായ് തന്നെ ആക്കാം. ഷർഫുണ്ട്, ദുബായ് ഷർഫ് നമ്മൾ തമിഴ്നാട് കൂട്ടില്ലേ? പിന്നെ ഇനി ദുബായിന്റെ വർത്താനം മൂപ്പര് മുണ്ടി പോയത്. മൂപ്പര് പേരിൽ തന്നെ ഷർഫുദ്ദീൻ ദുബായ് എഴുതിക്കണം. ദുബായ് നമ്മൾ റംസീനാക്കാം. പുതിയ ആള് പോയതല്ലേ? റംസീനാക്കാം. ഷാഫുഖാൻ നമുക്ക് തമിഴ്നാടിന് മതി. അപ്പൊ ഫാറൂഖ് ഭായി, നമുക്ക് എല്ലാ ട്രാൻസാക്ഷൻ ചെയ്യാം. ദുബായിന്ന് പുറത്തുള്ള രാജ്യത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോ എങ്ങനെ? ഇപ്പൊ ഇന്ററും ചെയ്തില്ലേ? ഇനി നമുക്ക് സ്പെഷ്യൽ എക്കണോമിക് സോണിൽ നിന്ന് കുറച്ചും കൂടെ വരുത്തിച്ച് നോക്കാം. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റ് എന്താ നോക്കാം. പിന്നെ വേറെ രാജ്യത്ത് നിന്ന് ഓസ്ട്രേലിയന്നോ വേറെ എവിടെയും വരുമ്പോൾ എങ്ങനെയാ നോക്കാം. ഇതേ സാധനം നമ്മൾ അങ്ങോട്ടേക്ക് സെയിൽ ചെയ്യുമ്പോഴുള്ള ട്രാൻസാക്ഷൻ നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ ഒരു 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 ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എങ്ങനെയാണ് നടത്തുക എന്നുള്ളതാണ് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് ഇവിടെ ഏതെങ്കിലും ഒരു പാർട്ടിക്കാർക്ക് സെയിൽ ചെയ്യാം. ആർക്കെങ്കിലും ഒരാൾ പിടിച്ചാണ് ഫസീന് സെയിൽ ചെയ്യാം. ഫസീന് സെയിൽ എവിടെയാ? ഫസീന് നമ്മൾ അധികം കാണില്ലല്ലോ. ഫസീനെ മൈക്ക് അൺമ്യൂട്ട് കുറച്ചൊക്കെ സൗണ്ട് പുറത്ത് കേട്ടെ. ഫസീൻ മൈക്ക് അൺമ്യൂട്ട് ചെയ്യും. ഇവിടെ
മൈക്ക് അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണുന്നില്ല. എൻ്റെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ അവിടെ. ഓക്കെ, ഫസി എന്ന് പറഞ്ഞ ആളുണ്ട്. എല്ലാവരും സംസാരിക്കട്ടോ, അപ്പോഴേ രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫസീന് ഞാൻ സെയിൽ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതെങ്ങനെ കൊടുക്കാം? ഫസീൻ എന്നുള്ളത് കേരളത്തിലുള്ള ഒരാളാണ്. അപ്പോൾ ഫസീന്റെ പേരിൽ എന്ത് ചെയ്യാം? ഒരു ലെഡ്ജർ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ആദ്യം ഞാൻ സെയിൽസ് വൗച്ചറിൽ പോകുന്നു, വൗച്ചറിൽ സെയിൽസിൽ പോകുന്നു, സെയിൽസിൽ പോയിട്ട് ഇവിടെ ഓൾട്ട് സി അടിച്ചിട്ട് ഫസീന്റെ പേരിൽ ഒരു ലെഡ്ജർ ഉണ്ടാക്കുന്നു. ഓക്കെ, സൺഡ്രി സൺഡി ഡെപ്റ്റർ. ഇയാളൊരു കസ്റ്റമർ ആയതുകൊണ്ട് സൺഡി ഡെപ്റ്റർ ആണ്. കേരള ഇതൊക്കെ നോക്കണേ. GST നമ്പർ എന്ത് ചെയ്യണം? ഓക്കെ, GST നമ്പർ കൊടുത്തു. കേരളത്തിലാണെന്നുള്ളത് ഉറപ്പുവരുത്താം. ഇവിടെ സെയിൽസ് എന്നുള്ളിടത്ത് ഇവിടെ നമ്മളൊരു സെയിൽസ് ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അത് സെയിൽസിലേക്ക് ട്രേഡിംഗ് അക്കൗണ്ടിലേക്കൊക്കെ പോകുന്ന ഒരു ടൂളാണ്. അവിടെ സെയിൽസ് എന്നുള്ളത് കൊടുക്കാം. അവിടെ പർച്ചേസ് ആണെങ്കിൽ പർച്ചേസ് എന്നുള്ളതും കൊടുക്കാം. ഇനി ഐറ്റംസ് ആണ് വിൽക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ 1 ലിറ്ററിന്റെ ഒരു 12 എണ്ണം വിൽക്കുകയാണ്. വില ഒരു 185 ഇട്ടോളി. ഇവിടെ എഴുതി വെക്കാം. 1 ലിറ്ററിന്റെ സാധനം 12 എണ്ണം ഒരു 185. നമുക്കിത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് സെയിൽസ് റേറ്റും കൊടുത്തിട്ടല്ലോ അല്ലേ? അവിടെ വേണമെങ്കിൽ കൊടുത്തിടാം. പക്ഷെ നമുക്ക് എല്ലാ സമയത്തും അതിനെ ആശ്രയിച്ചിരിക്കാൻ പറ്റില്ല. കാരണം മാർക്കറ്റ് പ്രൈസ് മറ്റുള്ള സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ ആശ്രയിച്ച്, അതായത് നോർമലി നമ്മൾ അക്കാഡമിക്കലി സാധനങ്ങളൊക്കെ പഠിച്ചെടുക്കുമ്പോൾ പർച്ചേസ് പ്രൈസ് സെയിൽസ് പ്രൈസ് എന്നൊക്കെ ഹുക്ക് ചെയ്തിടാൻ വേണ്ടി പഠിക്കാന്നല്ല. അതായത് മാർക്കറ്റിൽ ഒരിക്കലും പ്രാക്ടിക്കലി സാധനം പോസിബിൾ ആവില്ല. കാരണം ഇന്ന് വരുന്ന സാധനം നാളെ വേറെ വിലക്കായിരിക്കും. കാരണം ഉള്ളിന്റെ വില മാതിരിയാ. അല്ല, ഉള്ളിന്റെ അല്ല, നേന്ത്രപ്പഴത്തിന് ഇപ്പൊ ഭയങ്കര വില അല്ലേ, പിടിച്ചാൻ കിട്ടാത്ത വില അല്ലെ. അതേമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ എങ്ങനെയാ ചെയ്യാൻ പറഞ്ഞ? 1 ലിറ്ററിന്റെ സാധനത്തിന് എത്ര? 5 ലിറ്ററിന്റെ 6 എണ്ണം. 5 ലിറ്ററിന്റെ 6 എണ്ണം ഒരു 950 പ്രൈസ് ഇട്ടോളൂ. 15 ലിറ്ററിന്റെ ഒരു 6 എണ്ണം ഒരു 2900 പ്രൈസ് ഇട്ടോളൂ. 2500 വന്ന് ഒരു 2900 ഇട്ടോളി. അപ്പോൾ 1 ലിറ്ററിന്റെ 12 എണ്ണം 155 രൂപ കൊടുക്കാം. 5 ലിറ്ററിന്റെ 6 എണ്ണം 950 കൊടുക്കാം. 15 ലിറ്ററിന്റെ 6 എണ്ണം 2900 കൊടുക്കാം. ക്ലിയർ ആയില്ലേ? അപ്പൊ അതിന് സാധാരണ രീതിയിൽ CGST SGST ഒക്കെ അപ്ലിക്കബിൾ ആവും ചെയ്യും. അപ്പൊ നമ്മൾ മസ്റ്റാർഡ് സീഡ്സ് ആദ്യം 15 ലിറ്റർ. 15 ലിറ്ററിന് എത്ര? ലൊക്കേഷൻ എവിടെ ഉണ്ടാവുക? ഫിനിഷ്ഡ് ഗുഡ്സ് അല്ലേ? ഓയിൽ അല്ലേ? അതാ ഫിനിഷ്ഡ് ഗുഡ്സ്. ഫിനിഷ്ഡ് ഗുഡ്സിൽ 10 എണ്ണം സ്റ്റോക്ക് ഉണ്ട്. അതിന്റെ എത്ര വെക്കണം നമ്മള്? അപ്പൊ 2900 അല്ലേ? സർ സീഡാണോ വിൽക്കുന്നത്? ഓയിൽ അല്ലേ? എങ്ങനെ? സീഡാണോ വിൽക്കുന്നത്? ഓയിൽ അല്ലേ? ഓയില വെക്കണേ? ഓയിലല്ല നമ്മൾ എഴുതിയ മസ്റ്റാർഡ് സീഡ്സ് എന്ന് സാർ പറഞ്ഞത് എന്താ അടിച്ചതെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. ബാക്ക് ഓയിലല്ലേ? ഓയിലാണ്. ആ ബാച്ച് നമ്മൾ ഉണ്ടാക്കിയ സാധനം ഇതിലല്ലേ വരിക? ബാച്ചിലല്ലേ വരിക? നമ്മൾ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്തല്ലേ നമ്മൾ ബാച്ച് കൊടുത്തുന്നേ അല്ലേ? സാർ പറഞ്ഞു. സംസാരത്തിൽ പറഞ്ഞിട്ടുള്ളൂ തോന്നുന്നു. പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് 1 ലിറ്ററിന്റെ സാധനം അല്ലേ? 5 ലിറ്ററിന്റെ സാധനം. 5 ലിറ്റർ എത്ര പറഞ്ഞേ? ലൊക്കേഷൻ ഫിനിഷ്ഡില് അവിടെ 20 ഉണ്ട്. 20 സ്റ്റോക്ക് ഉണ്ട്. നമ്മളൊരു 6 കൊടുക്കണം. ബാച്ച് 5 6 പ്രൈസ് എത്ര? 950. ഓക്കെ, ഇനി 1 ലിറ്റർ. 1 ലിറ്റർ ലൊക്കേഷൻ 30 സ്റ്റോക്ക് ഉണ്ട്. 12 എണ്ണം. സ്റ്റക്കായി 12. പിന്നെ 185 ലിറ്റർ അല്ലേ? 185. ഇത്രയും സാധനം എന്തെയാണ്? നമ്മള് 25,320 രൂപയുടെ സാധനം നമ്മള് ഫസീന് നമ്മൾ സെയിൽ ചെയ്ത് പോകുന്നു. ഫസീന് കേരളത്തിലുള്ള ഒരാളാണ്. അതുകൊണ്ട് CGST നമുക്ക് ഇവിടെ അപ്ലിക്കബിൾ ആവും. അപ്പൊ ജസ്റ്റ് ഇവിടെ CGST അടിച്ചു കൊടുക്കാം അല്ലെ? സംഭവം റിപ്പോർട്ട് അവിടെ വരണം. അപ്പൊ വന്നാലേ കറക്റ്റ് ആയി കിട്ടുള്ളൂ. CGST
ഇതന്നെയാണോ വരുന്നതല്ലോ ഒന്ന് വേറെ ആരെങ്കിലും ചെയ്ത് നോക്കുന്ന ആൾ പറയണം, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലേ. ആര് ചെയ്ത് സെയിം നോക്കുന്ന ആളുകൾ, ലൈവ് ചെയ്ത് നോക്കുന്ന ആളുകൾ പറയണം 633 വരും CGST. അല്ലേ? റെഡി അല്ലേ? പണ്ട് വരുന്നില്ല പറഞ്ഞിരുന്നു. അപ്പൊ ഒക്കെ ശരിയായിട്ടുണ്ടാവും. എല്ലാരും വന്നില്ലേ? നേരത്തെ വരാത്ത ആൾക്കാരത്തൊക്കെ എനിക്ക് വരുന്നില്ല. ആർക്കാ വരാത്തെ? ഷറഫ് അനക്ക് വരൂല. ആർക്കാണ്? ഷറഫുന്. ഷർഫിന് വരൂല. ഷർഫിന് IGST മാത്രമേ വരുള്ളൂ. തമിഴ്നാടല്ലേ? എന്തറിയില്ല. എങ്ങനെ? ഷറഫുന് കൊറേ നമ്മള് ഗ്രൂപ്പിൽ ക്ലാസ് എടുത്തു കൊടുത്താണത്. ഷർഫിന് ഒന്നുമില്ല. സെന്റർ വരുന്നില്ല. GST ഓൺ ആണില്ല. ഏത് സോഫ്റ്റ്വെയർ? എഡ്യൂക്കേഷൻ. ദുബായിൽ നിന്നാണ് ഇൻസ്റ്റാൾ ചെയ്തത്. അതെ. ആ, അവിടെ GST ഉണ്ടോ? ഷറഫ് ദുബായിൽ നിന്നൊക്കെ പോന്നിട്ട് കൊല്ലം 3 അല്ല, ഇപ്പൊ ദുബായിലല്ലേ? അപ്പൊ ഇൻസ്റ്റാൾ ചെയ്ത ഫയൽ അവിടെ നിന്നാണെങ്കിൽ അവിടെ വാറ്റ് അല്ലേ വരിക? ദുബായിലൊന്നുമല്ല ഷറഫു. പേരൊക്കെ ഈ കിണ്ണം കാച്ചിയ പേരാണല്ലോ, ദുബായ് എന്നൊക്കെ എഴുതിയിട്ട്. ഓൻ കോട്ടക്കല് അക്കാദമിയിലെ സ്റ്റുഡന്റ് ആണ്. ഏത് അക്കാദമിയിലെ? ഏതാണ് ഷറഫ്? അത് കോട്ടക്കല്. അവിടെ പോയി കച്ചറ ഉണ്ടാക്കിയതിട്ടാ. അവിടെ ഇത് വരും പറഞ്ഞ അവിടെ പോയി കച്ചറ ഉണ്ടാക്കിയത്. എന്റെ ഷറഫുന് അനൂപ് ഗ്രൂപ്പിൽ നിന്ന് കയറ്റി കൊടുത്തുകാണ്ട് കുറച്ച് വർക്കൊക്കെ അവിടുത്തെ ടീച്ചർമാരോട് ചോദിച്ചൊക്കെ പറഞ്ഞു. നീ അവിടെ പോയി കച്ചറ ഉണ്ടാക്കരുത്. സാറിന്റെ ഉള്ള ചീത്തപ്പേര് നീ കളഞ്ഞു വിളിക്കരുത്. ഉള്ള ചീത്തപ്പേര് മോശമാക്കരുത്, അത്ര പറയാനുള്ളൂ. ഓക്കെ. അപ്പൊ എന്തായാലും കച്ചറ ഉണ്ടാക്കിയത് കേട്ടോ. ഒരു ഇതോ ഇപ്പൊ 2-3 സ്കൂളിൽ നിന്ന് ഇന്നലെ വിളിച്ചിരുന്നു, നിങ്ങളെ കുറിച്ച് ഭയങ്കര പരാതി ഉണ്ട് പറഞ്ഞിട്ട്. കോളേജ് കോളേജിൽ പഠിപ്പിക്കുന്നില്ല, ഇത് ശരിയല്ലാന്ന് സാർ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ കരം. ഞാൻ എന്താ തെറ്റെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റുണ്ടെന്നും കൂടി ഞാൻ ചോദിച്ചിരിക്കണം. അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈ 5 ലിറ്ററിന്റെയും 10 ലിറ്ററിന്റെ ഒക്കെ സാധനങ്ങളൊക്കെ സെയിൽ ചെയ്തു, അടിപൊളിയാക്കി വിറ്റു. ആ ബാച്ച് ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കണം. എന്നാലും നമുക്ക് ആ ബാച്ചിനൊക്കെ നമുക്ക് പിന്നീട് ഓരോ ബാച്ചിൽ നിന്ന് എത്ര പോയി, ഓരോ ബാച്ചിൽ എത്ര കിട്ടി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കിട്ടത്തുള്ളൂ. അപ്പൊ ആ രീതിയിൽ തന്നെ എന്ത് ചെയ്യണം? ആ സാധനം നമ്മൾ ചെയ്ത് സെറ്റ് ആക്കിയിട്ട് വേണം മുമ്പോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇനി ഇതിന്റെയും ടാക്സ് അനാലിസിസ് വേണമെങ്കിൽ എടുക്കട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ ഇതിന്റെ ടാക്സ് അനാലിസിസ് എങ്ങനെയാ എടുക്കാം? കൺട്രോൾ അടിക്കാം, ടാക്സ് അനാലിസിസ് എടുക്കാം, Alt+F എടുക്കാം, കംപ്ലീറ്റ് സാധനം അടിപൊളിയായിട്ട് കിട്ടും. സെയിൽസ് ടാക്സബിൾ എത്രയാ, അതിന്റെ GST വാല്യൂ എത്ര, ഓരോന്നിന്റെ പെർസെൻറ്റേജുകൾ ഡിഫറെന്റ് ആയിട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും. ക്ലിയർ ആയില്ലേ? എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ സേവ് ചെയ്ത് മുമ്പോട്ട് ടാക്സ് അനാലിസിസ് കൺട്രോളോ ഇതൊക്കെ ആവശ്യമുള്ള കേസുകൾ വരുവേ. ഓക്കെ. ഇനി ചിലപ്പോൾ ആരും സാധാരണ ഇതിൽ പറഞ്ഞു പോയില്ല. ഇതിപ്പോ ആവശ്യമുള്ളതാണ്, നമ്മൾക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനി നമ്മൾ ഇതേപോലത്തെ സാധനം പുറത്തേക്ക് സാധനം സെയിൽ ചെയ്തു എന്ന് വിചാരിക്കും. പുറത്തേക്ക് സെയിൽ ചെയ്തു, അത് ഏതെങ്കിലും വേറെ ഒരാളെ പേരിലെടുക്കാം. ആർക്കെങ്കിലും ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി പോവാണ്. പിന്നെ കോമളവല്ലി മാഡത്തിന് സെയിൽ ചെയ്യാം. കോമളവല്ലി മാഡം കർണാടകത്തിലാണെന്ന് വിചാരിച്ചോളെ. അപ്പോൾ കോമളവല്ലി മാഡത്തിന് നമുക്ക് എന്ത് ചെയ്യാം? സെയിൽ ചെയ്ത് കൊടുക്കാം കോമളവല്ലി മാഡത്തിന്. അപ്പോൾ മാഡത്തിന് നമ്മൾ വിൽക്കാൻ വേണ്ടി പോകുന്നത് 1 ലിറ്ററിന്റെ സാധനം എവിടെയെങ്കിലും എഴുതി വെച്ചോട്ടെ. 1 ലിറ്ററിന്റെ സാധനം 10 എണ്ണം ഒരു 185 രൂപക്ക് വിൽക്കാൻ വേണ്ടി പോവാണ്. 15 ലിറ്ററിന്റെ സാധനം 3 എണ്ണം ഒരു 2,900 വിൽക്കാൻ വേണ്ടി പോവാണ്. IGST ആണ് വരുന്നത്. മാഡം കർണാടകയിലാണ് ഉള്ളത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഹലോ, ക്ലിയർ ആണോ? മനസ്സിലായോ? അപ്പൊ മാഡം ഇപ്രാവശ്യം നമുക്ക് വേറൊരു സാധനം കൂടി ചെയ്തു നോക്കാം. ഏതായാലും നമ്മൾ ചെയ്തു. മാഡം ഒരു കമ്പോസിഷൻ ഡീലർ ആണെന്നും കൂടി വിചാരിച്ചോളേ. മാഡം ഒരു കമ്പോസിഷൻ ഡീലർ ആണെന്നും കൂടി വിചാരിക്കാം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്? മാഡത്തിന് നമ്മൾ ഈ സാധനം സെറ്റ് ചെയ്ത് കൊടുക്കുമല്ലോ. മാഡം ഒരു കമ്പോസിഷൻ ഡീലർ ആണെന്ന് വിചാരിക്കാം. അപ്പൊ അത് എങ്ങനെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്
ആദ്യം ക്രിയേറ്റ് ചെയ്യാം, പാർട്ടി ക്രിയേറ്റ് ചെയ്യണ്ടേ? പാർട്ടിനെ ക്രിയേറ്റ് ചെയ്യാം. കമ്പോസ് എന്ന് പറഞ്ഞാൽ എന്തേനി? മറ്റു വാക്ക് പറഞ്ഞ കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. 3 monthly ഫയൽ ചെയ്യുന്ന ക്വാർട്ടർലി മാത്രം റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ കമ്പോസിഷൻ ഡീലർ എന്ന് പറയാം. കമ്പോസിഷൻ ഡീലറുടെ ഗുണങ്ങളും ദോഷങ്ങളൊക്കെ എന്താ പറഞ്ഞോളെ? ഇൻപുട്ട് എടുക്കാൻ പറ്റില്ല. പിന്നെ സെയിൽസ് ഇൻപുട്ട് കിട്ടൂല. സെയിൽസ് എത്ര 1% എത്ര കൊടുക്കുന്നത്? ടാക്സ് അടിച്ചു. കമ്പോസിഷൻ സ്കീം എന്ന് പറഞ്ഞാൽ ക്വാർട്ടർലി മാത്രം റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ കമ്പോസിഷൻ ഡീലർ എന്ന് പറയാം. അവർക്ക് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് ടാക്സ് വാങ്ങാൻ പറ്റില്ല, ഇൻപുട്ട് ടാക്സ് എലിജിബിലിറ്റി ഇല്ല. പിന്നെന്താ പറഞ്ഞേ? എടുക്കാൻ പറ്റൂല. പിന്നെ 1% കൊടുക്കട്ടെ. സെയിൽസിന്റെ 1% ടാക്സ് അടിച്ചാൽ മതി. ട്രേഡറോ മാനുഫാക്ചറോ ആണെങ്കിൽ ടോട്ടൽ സെയിൽസിന്റെ 1% അടയ്ക്കാം. ഹോട്ടൽ ബിസിനസ് വിത്തൗട്ട് സെർവിങ് ആൽക്കഹോൾ 5%. പിന്നെ വേറെന്തോ സാധനം പറഞ്ഞില്ലേ? സർവീസ് ബിസിനസ് 6%. 1.5 കോടിക്ക് താഴെ ഗുഡ്സ് ഡീൽ ചെയ്യുന്ന ആളുകൾക്കും 50 ലക്ഷത്തിനായ സർവീസ് ഡീൽ ചെയ്യുന്ന ആളുകൾക്കും മാത്രമേ ഇത് ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇൻഡസ്ട്രിയേറ്റ് സപ്ലൈ ഉള്ള ആളുകൾക്ക് ഇത് ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഇ കൊമേഴ്സ് നിബന്ധനകൾക്ക് വിധേയമായിട്ട് സംഭവങ്ങളൊക്കെ ചെയ്യാം. അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചോളൂ. അപ്പൊ ഞാൻ കോമളമേലി മാഡം കർണാടകയിലുള്ള ഒരാളാണ്. അവർക്ക് ഞാൻ സെയിൽ നടത്താൻ വേണ്ടി പോവാണ്. കോമളവല്ലി മാഡത്തിന് ഞാൻ സെയിൽ നടത്തുമ്പോൾ ഞാൻ ടാക്സ് പേ ചെയ്യണോ? എല്ലാവരും വീഡിയോയിൽ വരിട്ടാ. കോമളവല്ലി മാഡത്തിന് കർണാടകയിലുള്ള ഒരാളാണ്, കമ്പോസിഷൻ ഡീലറാണ്. ഞാൻ എന്ത് ചെയ്യണോ? ടാക്സ് പേ ചെയ്യണോ? വാട്ട്സ് യുവർ ഒപ്പീനിയൻ? ആണോ? ആണോ വേണ്ടേ? എനിക്ക് കോമളവല്ലി മാഡത്തിന്റെ കയ്യിൽ നിന്ന് ടാക്സ് വാങ്ങാൻ പറ്റുമോ? അതല്ല, നമ്മൾ സെയിൽ ചെയ്യല്ലേ? സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ വാങ്ങണം. പറ്റുമോ? പക്ഷെ അവർക്കത് പിന്നെ റിക്കവറബിൾ അല്ല. B2C പോലെ ചെയ്യേണ്ടത്. എങ്ങനെ ചെയ്യണ്ട? നിങ്ങൾ പറയാം, നിങ്ങളൊരു അഭിപ്രായം പറഞ്ഞോളി. ഫാറൂഖ് ഭായി ഒരു അഭിപ്രായം പറഞ്ഞു, അതേപോലെ പറയാൻ പറയാനുള്ളേ. ഒരു രാജ്യത്തുനിന്ന് ഒരു പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ പുറത്തുണ്ടാവൂലേ ടാക്സ് അല്ലേ? ടാക്സ് വാങ്ങണം, ഇൻപുട്ട് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ ടാക്സ് വാങ്ങണം അല്ലേ? നമ്മൾ അവരേക്ക് ടാക്സ് വാങ്ങണം. പക്ഷെ അവർക്ക് അത് ഇത് ചെയ്യാൻ പറ്റൂല, റിക്കവർ അവർക്ക് കിട്ടൂല. RCM വഴിയല്ലേ സാർ അത് ചെയ്യേണ്ടത്? അല്ല, അങ്ങോട്ടേക്കൊന്നും പോലെ അവർക്കൊന്നും എത്തില്ല, അങ്ങനെയൊന്നുമില്ല. ഒന്നുകൂടെ പറയൂ. അതായത് ഞാൻ റെഗുലർ ഡീലർ, നിങ്ങൾക്ക് വാങ്ങണം. കോമളവല്ലി മാഡം കമ്പോസിഷൻ ഡീലർ. ഞാന് ഒരു സാധനം അല്ല, എന്തൊക്കെ സാധനങ്ങളാ പറഞ്ഞേ? 1 ലിറ്ററിന് എന്തോ 15 ലിറ്ററിന് എന്തോ സാധനം ആര് കൊടുക്കണോ? കോമളവല്യത്തിന് കൊടുക്കുന്നു. മാഡത്തിന്റെ കയ്യിൽ നിന്ന് എനിക്ക് ടാക്സ് വാങ്ങാൻ പറ്റുമോ പറ്റൂലേ? എന്നാണ് ചോദ്യം. പറ്റും, വാങ്ങണം, നിർബന്ധമായിട്ട് വാങ്ങണം. പറ്റും. ഞാൻ ഇതിന്റെ സിനാരിയോ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞുതരാം. കാണുന്നില്ലേ? ഈ ഡീലിംഗ് ഒന്ന് ആലോചിക്കണേ. സ്ക്രീൻ ഇപ്പം കാണിച്ചു തരാം. ഓക്കെ അല്ലേ? ഇതെങ്ങനെയാണ് ഈ ഒരു സാധനം വർക്ക് ചെയ്യണമെന്ന് കൂടി പറഞ്ഞു പോവാം. ഇതൊരു നമ്മളെ സാധാ റെഗുലർ ഡീലറാണ്. ഇയാളൊരു റെഗുലർ ഡീലറാണെന്ന് വിചാരിച്ചോളെ. റെഗുലർ ഡീലറാണ്. ഇതൊരു കമ്പോസിഷൻ ഡീലറാണെന്ന് വിചാരിച്ചോളാം. കമ്പോസിഷൻ ഓക്കെ. പിന്നെ വേറെന്ത് ഡീലറാ ഉണ്ടാവുക? വേറെ റെഗുലറിന് കൂടി TDS ഒരു ഇതില്ലേ, ടാക്സ് ഡിഡക്ടേഴ്സ്, അങ്ങനത്തെ ഒരു ഡീലർ. ഓക്കെ, റെഗുലർ. ഇനിയുള്ളൊരു ഒരു കസ്റ്റമർ, നോർമൽ കേസ് വരുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് പറഞ്ഞു പോകാം. ഇതിങ്ങനെ മനസ്സിലാക്കണേ ഓരോ സിനാരിയോ. ഇനി ഇതിനകത്ത് ഇനിയൊരു മേലാക്കി ഈ സാധനത്തിന് ഡൗട്ടഡ് ആയത്. ആദ്യത്തെ കേസ്, റെഗുലർ ഡീലുള്ള ഒരാള് കമ്പോസിഷനുള്ള ആളുകൾക്ക് വിൽക്കുമ്പോൾ നിർബന്ധമായിട്ടും അവരുടെ അടുത്ത് ടാക്സ് നമ്മൾ വാങ്ങണം. ഓക്കെ. ഇനി റെഗുലർ ഉള്ള ഒരാൾക്ക് സാധനം സെയിൽ ചെയ്യുന്നു, നിർബന്ധമായിട്ടും
ടാക്സ് വാങ്ങണം. വാങ്ങണം. റെഗുലർ ഉള്ള ഒരാള് കസ്റ്റമർക്ക് വിൽക്കുന്നു, ഉം. നിർബന്ധമായിട്ടും ടാക്സ് വാങ്ങണം. വാങ്ങണം. കിട്ടിയോ? ഉം. ഇതില് ഇയാൾക്ക് മാത്രമേ ഈ സാധനം റെക്കവറബിൾ ആവുള്ളൂ. ഇവർക്ക് എന്ത് ചെയ്യില്ല, ഈ സാധനം തിരിച്ചു കിട്ടൂല. ഇവൻക്കും എന്ത് ചെയ്യില്ല, ഈ സാധനം കിട്ടില്ല. തിരിച്ചു കിട്ടൂല. കത്തിയോ? നമ്മൾ GST എടുത്തിട്ടുണ്ടോ? നമുക്ക് ആർക്ക് സെയിൽ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഈ ടാക്സ് കളക്ട് ചെയ്യണം. ക്ലിയർ ആയില്ലേ? ഉം. ഇനി തിരിച്ചു പിടിക്കും. കമ്പോസിഷൻ ഡീലർ. ഉം. കമ്പോസിഷൻ ഡീലർ റെഗുലർ ഡീലറുള്ള ഒരാൾക്ക് സെയിൽ ചെയ്യുന്നു, ഉം. ഇവിടുന്ന് ആൾക്ക് ഇങ്ങോട്ടേക്ക് ടാ- സെയിൽ ചെയ്യുന്നു. ഉം. ഒരു മിനിറ്റ്. കമ്പോസിഷൻ ഉള്ള ഒരാൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് സെയിൽ ചെയ്യുന്നു, Yes. ടാക്സ് വാങ്ങാൻ പറ്റൂല. കമ്പോസിഷൻ ഉള്ള ഒരാള് ഇയാൾക്ക് സെയിൽ ചെയ്യുന്നു, ടാക്സ് വാങ്ങാൻ പറ്റൂല. കമ്പോസിഷൻ ഉള്ള ഒരാള് കസ്റ്റമർക്ക് സെയിൽ ചെയ്യുന്നു, വാങ്ങണം അല്ലേ? കമ്പോസിഷൻ ഉള്ള ആള് കസ്റ്റമർക്ക് സെയിൽ ചെയ്യുന്നു, വാങ്ങാൻ പറ്റൂല. കമ്പോസിഷൻ ഉള്ള ഒരാളുടെ നിയമം എന്താ? ഒരു സ്ഥലത്തുനിന്നും എന്ത് ചെയ്യില്ല, ഒരാളേക്കൊന്നും വാങ്ങാൻ പറ്റില്ല. ഒരു വാങ്ങാനും പാടില്ല. അയാളുടെ സെയിൽസിന്റെ എത്ര ശതമാനം ടാക്സ് ആയിട്ട് കാണിക്കുക, അത്രേ ഉള്ളൂ. ടാക്സിന്റെ അയാൾ എത്ര പെർസെന്റേജ് ആയിട്ട് കാണിക്കാം. ഇനി നോർമൽ കസ്റ്റമർ ഒരു B2C ആണെന്ന് വിചാരിക്കേ, ഉം. അയാള് ആരാൾക്ക് ഒരു റെഗുലർക്ക് സാധനം കൊടുക്കുമ്പോൾ GST വാങ്ങണോ? റെഗുലർക്ക് സാധനം കൊടുക്കുമ്പോ GST വാങ്ങണോ? അവിടെ RTC അല്ലേ, പിന്നെ ഇതല്ലേ വേണ്ടേ, RCM. കസ്റ്റമർ അതായത് B2C ഉള്ള ഒരാൾ, ഒരു നോർമൽ GSTയിലെ B2C, വാങ്ങണം കാരണം അവിടെ പർച്ചേസ് റെഗുലർ ആണല്ലോ. ആയിട്ടോ കമ്പോസിഷനോ ഇല്ലാത്ത ഒരാള് വാങ്ങണം. രജിസ്ട്രേഷൻ ഇല്ലാത്തതാണോ? വാങ്ങണമെന്നോ? ഒരു ടാക്സ് ഉണ്ടാവില്ല. നിങ്ങളൊന്നുകൂടി ആലോചിച്ചൊക്കെ. നമ്മളെ വാ- നാട്ടിൻപുറത്തുള്ള ഒരു കടക്കാരൻ, അയാള് GST ഉള്ള ഒരാൾക്ക് സാധനം സെയിൽ ചെയ്യുമ്പോൾ GST വാങ്ങണോ? വാങ്ങണ്ട, ഔട്ട് ഓഫ് സ്കോപ്പ്. വാങ്ങണ്ട. ഇല്ലല്ലോ, ഇയാളുടെ GST ഇല്ലല്ലോ, വാങ്ങണ്ട. വാങ്ങണ്ട. അതിന്റെ ഇത് കമ്പോസിഷന് കൊടുക്കുമ്പോ വാങ്ങണോ? എങ്ങനെ? കമ്പോസിഷൻ ഡീലർ വാങ്ങണ്ട. കൊടുക്കുമ്പോ വാങ്ങണോ? വാങ്ങണ്ട, വാങ്ങണ്ട. കസ്റ്റമർ കൊടുക്കുമ്പോഴോ? വാങ്ങണ്ട. റെഗുലർ കൊടുക്കുമ്പോഴും വാങ്ങേണ്ട ആവശ്യമില്ല. നോൺ ഇവിടെ രജിസ്റ്റേർഡ് അല്ലേ? റിവേഴ്സ് ചാർജ് വരും. ആർക്കാ റിവേഴ്സ് ചാർജ് വരുന്നത്? ഈ റെഗുലർ 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 ഡീലർ. ഇയാൾക്ക് സെൽഫ് ഇൻവോയ്സ്. റിവേഴ്സ് ചാർജ് വരും, ഇയാൾക്കും റിവേഴ്സ് ചാർജ് വരും, സെൽഫ് ഇൻവോയ്സിന്റെ സംഭവം വരും. മൊത്തം ട്രീറ്റ്മെന്റ് ആയില്ലേ? ക്ലിയർ ആയില്ലേ? ഇതാകെ കണക്കൊക്കെ മാതിരി ഉണ്ടല്ലേ? അല്ല, സെറ്റാണ്. അല്ലേ? മറ്റേ ജ്യോതിഷത്തിൽ വരച്ച മാതിരി ആയി പോയി അറിയാം മൊത്തത്തില്. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? പ്രസന്ന മാഡം ഡൗട്ട് ഇല്ലല്ലോ? പ്രസന്ന മാഡത്തിന് എവിടെയോ കണ്ട പോലെ ഉണ്ടല്ലോ. കുഴപ്പമില്ല മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ എവിടെയോ കണ്ട പോലെ ഉണ്ടല്ലോ. നിങ്ങൾ സ്ഥലം എവിടെയാ? കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാടാ? ആ ഓക്കെ. എന്താ ചെയ്യുന്നേ? ടീച്ചറാണോ? അല്ല ഞാൻ ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്നേ. ആ ഓക്കെ. നിങ്ങളെ കണ്ടപ്പോ നല്ല അക്കൗണ്ടിങ് പഠിപ്പിക്കുന്ന ടീച്ചർമാരുണ്ട് അല്ലേ? ഫാറൂഖ് ഭായി അയ്യോ, അങ്ങനെ ആർക്കെ തോന്നിയോ? ഫാറൂഖ് ഭായിന്റെ ക്ലാസ് ഒക്കെ എത്ര സൂപ്പറാ സർ. എങ്ങനെ? ഫാറൂഖ് ഭായിന്റെ ക്ലാസ് ഒക്കെ എത്ര സൂപ്പറാന്നേ, ഞാൻ കാണാറുണ്ട്. ഇതൊന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല, എല്ലാം വെച്ചിട്ടുണ്ട്. നേരത്തെ ഉള്ളതെല്ലാം ഇടയ്ക്കിടയ്ക്ക് നോക്കാറുണ്ട്. അടിപൊളി. പിന്നെ വരുമ്പോ ഇപ്പൊ ലാസ്റ്റ് 2 ക്ലാസ് ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് സമയം ഓക്കെ. കിട്ടിയില്ല. വരുമ്പോഴേക്ക് ക്ലാസ് തുടങ്ങി, വരുമ്പോ 9:30 ലേറ്റ് ആയി വന്നാലും ലേറ്റസ്റ്റ് ആയിരിക്കും. വിചാരിക്കുന്നേ. സാർ ഒന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞില്ലേ, ആ ക്ലാസ് തുടങ്ങുന്ന ദിവസം സാറ് പറഞ്ഞില്ലേ ഒരു ഡ്രീം ഉണ്ടാവണം, ആ ഡ്രീം ഞാൻ ഇപ്പോഴും കൊണ്ട് നടക്കുന്നുണ്ട്, സാറിന്റെ കയ്യിൽ നിന്ന് അക്കൗണ്ടിങ് സർട്ടിഫിക്കറ്റ് വാങ്ങാന്നുള്ളത്. വെരി ഗുഡ്. ഓക്കെ. സന്തോഷം. എത്ര സമയം കിട്ടി ഞാൻ പഠിക്കുന്നുണ്ട് സാർ, കുഴപ്പമില്ല. പിന്നെ ഫാറൂഖ് ഭായിന്റെ അടുത്ത് ഞാൻ ഡൗട്ട്സ് ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ, ഓക്കെ. ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാറുണ്ട്. ഞാൻ നിങ്ങളെ കണ്ടപ്പോ ഒരു ടീച്ചർ ലുക്ക് തോന്നിട്ടോ. ആളെന്ന് അറിയില്ലട്ടോ, ആരൊക്കെയോ ടീച്ചർ ഒരു ചോദിക്കലുണ്ട്. 7 വർഷം ഞാൻ ടീച്ചറായിട്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഉണ്ട്, ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. കണക്കിന്റെ ടീച്ചർ എന്തോ ആണെന്ന് തോന്നുന്നു. ഞാന് കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറായിട്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സൺ പോളിയില് മറ്റേ കമ്മ്യൂണിറ്റി പോളിടെക്നിക് സ്കീമിലാണ്. PGDCA ക്വാളിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ, ബിടെക് ഒന്നും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ അവിടെ ഇന്റർവ്യൂ ചെയ്ത് അങ്ങനെ ഉണ്ടായിരുന്നു ഒരു 8 വർഷം, 7-8 വർഷം ഉണ്ടായിരുന്നു. ഓ അടിപൊളി. ഞങ്ങളെ കണ്ടപ്പോ പിന്നെ ടീച്ചർ മോൻ പോലെ ഇങ്ങനെ തോന്നിട്ടോ, കഴിഞ്ഞപ്പോ അതൊന്നും അവര് ചോദിച്ചു. പിന്നെ ലീവ് തന്നില്ല, റിസൈൻ ചെയ്യണം എന്ന് പറഞ്ഞു. അത് ടെമ്പററി പോസ്റ്റിൽ പോകുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു. നമ്മള് അങ്ങനെ നമ്മളെ ഗ്രൂപ്പ് സംഭവം ഇന്നലെ രാത്രി
എനിക്ക് തോന്നുന്നത് സൗദി ടൈം 1:30 ടൈം തോന്നുന്നുണ്ട്. നാട്ടിലിപ്പോ ഒരു ഏകദേശം 4 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ആ സമയത്തൊക്കെ ഒരു ഡൗട്ട് ഗ്രൂപ്പിൽ വന്നിരുന്നു. ആ നേരത്തൊക്കെ ക്ലിയർ ചെയ്ത് പക്ഷെ എന്താ പറയാ, കൊടുക്കേണ്ട ഒരു ഗുണം എന്താ പറയാ, അതിനകത്ത് ആരും നെഗറ്റീവ് ഇല്ലാത്ത ആൾക്കാരാണ്. നെഗറ്റീവ് ഉള്ളവൻ എന്ത് ചെയ്യുന്നുള്ള ഇറങ്ങി പോയിക്കോളും. ആ ഒരു സുഖമുണ്ട്. 24 hours നമ്മളെ ഗ്രൂപ്പില് ഡൗട്ട് ഭയങ്കര സൂപ്പറാണ് സർ ശരിക്കും. ഏഹ് എല്ലാം ഭയങ്കര സൂപ്പർ ആൾക്കാരാണ് എല്ലാരും ഉള്ളത്. എന്ത് ഡൗട്ട് വെച്ചാൽ അപ്പൊ ആൻസർ കിട്ടും. അതുകൊണ്ട് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട് നമ്മുടെ പിന്നിൽ ഒരുപാട് ആളുണ്ട് എന്നുള്ള. സൂപ്പർ. നിങ്ങൾക്കൊക്കെ സാറമായി നമുക്ക് ക്ലാസ് മുന്നിൽ എടുക്കാൻ എന്ത് കഴിയും. ചോദിച്ചാലും ക്ലിയർ ആയിട്ട്, എന്ത് പൊട്ട ഡൗട്ട് വെച്ചാലും ഒന്നും പറയില്ല കേട്ടോ, ഒത്തിരി പ്രാവശ്യം പറഞ്ഞുതരും. ഓക്കെ ചിലപ്പോ ഓക്കെ. കൊറേ ക്ലാസ് കഴിഞ്ഞില്ല, അപ്പൊ ചിലപ്പോ കൊറേ ബാക്കിലെ പൊട്ട ഡൗട്ടായിരിക്കും ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ആ ചോദിക്കുമ്പോ തന്നെ നമുക്ക് തന്നെ എന്തോ പോലെ ആവും. ഫുള്ള് മറിച്ചിട്ട് നോക്കാനുള്ള മടിക്കാണ് ചിലപ്പോ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. ആ സ്പോട്ടിൽ തന്നെ ആൻസറും വരും. ഏത് ഓക്കെ പാതിരാത്രിക്കും വരും. അതാണ് ആ ഗ്രൂപ്പിനുള്ള ഒരു ഭയങ്കര ഒരു ഓക്കെ സപ്പോർട്ടാണ് ശരിക്കും. നമ്മളെ പോലെയുള്ള ഇതുപോലെ പിന്നെ ഞാൻ ജിടെക്കിൽ ക്ലാസ്സിന് ചേർന്നതായിരുന്നു. പക്ഷെ എനിക്ക് ഷോപ്പിൽ നിന്ന് പോകാനേ സമയം കിട്ടുന്നില്ല. അങ്ങനെ എന്റെ പൈസ പോയി. അവരെപ്പോഴും പറയുന്നുണ്ട് വന്നോ 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 എന്ന്. പക്ഷെ തന്നെ നമുക്ക് ഷോപ്പിൽ നിന്ന് പോകാൻ പറ്റുന്നില്ല. അപ്പൊ സാറ് രാത്രി വന്നിട്ട് 8 മണി 8:30 നമുക്ക് 9 ശമ്പളം മണിയാവും ഞാൻ ഇറങ്ങാൻ വേണ്ടിയിട്ട്. സാറ് നമുക്ക് അതിനുശേഷം ശമ്പളം വന്നിട്ട് തരേണ്ടി വരും. സാറിനിപ്പോ കുറെ പണി പറഞ്ഞിട്ടാണ്. ഫറൂഖ് ഭായി, അതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. നമ്മുടെ ഗ്രൂപ്പിൽ പൈസ പോയ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ വന്നിക്കണത്. അവിടെ എങ്ങനെ ഒരാള് ഷോപ്പിൽ പഠിക്കണേ, ഒരു ടെക്സ്റ്റൈൽ ആണോ അത്? എങ്ങനെ നമ്മളെ ഗ്രൂപ്പ് എന്താണ് ആസാദ് എന്താണ് പൈസ പോയ ആൾക്കാരാ? കുറെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ചേർന്ന് ഒരു ലക്കും ലെവലും ഇല്ലാത്ത ആൾക്കാരൊക്കെ ഇതിൽ എത്തി സ്റ്റഡി ആവുന്നുണ്ട്. അത് ഞാൻ സാറോട് നാളെ തന്നെ പറഞ്ഞിട്ടുണ്ട്. കുറെ ആളുകൾ നമുക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയക്കുന്നതൊക്കെ. വേറെ പഠിപ്പിക്കുന്ന ഈ സംഭവം എവിടെയും പഠിപ്പിക്കുന്നില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ടാലി ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ. പക്ഷെ അങ്ങനെ കുറെ ഓപ്ഷൻസ് ഒക്കെ ഇങ്ങനെ എൻട്രടിച്ച്, സാർ പറയാറില്ലേ എൻട്രടിച്ച് ഇവിടെ വിടുമായിരിക്കും. അതിന്റെ അതെന്താന്ന് തലയും പാലും ഇല്ലാത്ത പോലെ തന്നെയാണ് ചില നേരം ഉണ്ടാവില്ല. പക്ഷെ അത് അവരെ മിസ്റ്റേക്ക് അല്ല, ഞാൻ റെഗുലർ ആയിട്ട് ക്ലാസ് പോയിട്ടില്ല എന്നുള്ളത് വേറൊരു കാര്യമാണ്. പക്ഷെ എന്നാലും ഇതാവുമ്പോ അങ്ങനെ നമുക്ക് രണ്ടാമത് കാണാമല്ലോ. ക്ലാസ് എത്ര ടൈം ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുമല്ലോ. ഇവിടെ തന്നെ ഇപ്പൊ സാറ് നോക്കി, സാറ് മുന്നോട്ട് പോയ സമയത്ത് ആര് പറയാൻ എനിക്ക് മനസ്സിലായില്ല. സാറ് വീണ്ടും ബാക്കിലേക്ക് പോയിട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കണം. അങ്ങനെയൊന്നും എവിടെയും കിട്ടൂല. ഇല്ല, കിട്ടേയില്ല, ഉറപ്പാണ് കിട്ടില്ല. ഓക്കെ, നമുക്ക് പതുക്കെ കയറാം അടുത്ത വഴിക്ക്. നോക്കോളെ, അപ്പം മാഡത്തിനെ കണ്ടപ്പോൾ ടീച്ചർ ലുക്ക് കണ്ടപ്പോൾ പിന്നെ അങ്ങനെ തോന്നിയതാണ്. ഇനി നമ്മൾ പതുക്കെ അടുത്ത സ്റ്റേജിലേക്ക് പോകണം. അപ്പോൾ കമ്പോസിഷൻ ഡീലറുടെ എല്ലാ കേസുകളും പറഞ്ഞു. റെഗുലർ ടു കമ്പോസിഷൻ, റെഗുലർ ടു നോർമൽ സാധനങ്ങൾ. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്, റെഗുലർ ആയിട്ട് രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആർക്ക് 10ന്റെ പൈസ സാധനം കൊടുക്കുകയാണെങ്കിലും നമ്മൾ അതിന് എന്ത് ചെയ്തോണം? ടാക്സ് കളക്ട് ചെയ്തോണം. നമ്മൾ എവിടെന്നെങ്കിലും അൺരജിസ്റ്റേർഡ് ആയ ആളുകളുടെ അടുത്തുനിന്ന് സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മളതിനെ ഒരു RCM വഴി എന്ത് ചെയ്യണം? ആ സാധനത്തിന് വന്നതിനൊരു സംഭവം നമ്മൾ ഉണ്ടാക്കണം. ഇപ്പം ഇനി ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ സെഷനിൽ നമ്മളെ സിൻഡോ എടുത്തിട്ടുണ്ടായിരുന്നു ടാക്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ. അപ്പൊ അതിനകത്ത് ചെറിയ ക്ലാരിഫിക്കേഷൻ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വേണം പറയാണ്. റെന്റിന്റെ കേസ്, റെന്റ് ഇപ്പൊ റിവേഴ്സ് ചാർജുമായി കണക്ട് ചെയ്യുന്ന സംഭവമാണ്. അന്ന് കുറച്ച് തിരക്കിലായിരുന്നു, അതുകൊണ്ട് ഞാൻ അന്ന സെഷന് പൂർണ്ണമായിട്ട് ഇരുന്നില്ല. അപ്പൊ റെന്റിന്റെ കേസിൽ ഒരുപാട് ഡിബേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ കമ്പോസിഷൻ ഡീലറെ കയ്യിൽ നിന്ന് വാങ്ങണോ വേണ്ടയോ, കമ്പോസിഷൻ ഡീലർ എന്ത് ചെയ്യും എന്നുള്ളത് ഇപ്പോഴും സ്റ്റിൽ ഡിബേറ്റബിൾ ആണ്. എന്ത് ചെയ്യണം, എങ്ങനെ പോകണം എന്നുള്ളതിനെ കുറിച്ചിട്ട്. അപ്പൊ നമ്മള് ബിസിനസ് ചെയ്യുന്ന ആളുകൾ നിർബന്ധമായിട്ടും ഈ റിവേഴ്സ് ചാർജ് അടക്കണം, ഇല്ലെങ്കിൽ ഫൈൻ കിട്ടും. സംശയമൊന്നുമില്ല അതിനകത്ത്. ഇപ്പൊ കഴിഞ്ഞ മാസം എല്ലാ ആളുകളും ഈ RCM വഴി ശരിക്ക് അടക്കേണ്ടതാണ്. അടക്കാത്ത ആളുകളുണ്ട്, അത് അടുത്ത മാസം ആ ഒരു എമൗണ്ട് കൂടി കൂട്ടിയിട്ട് എന്ത് ചെയ്യണം? ശരിക്കും അടക്കണം. അപ്പം കഴിഞ്ഞ മാസം 10-ാം തീയതിയാണ് ഇതിന്റെ എഫക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. 10-ാം തീയതി മുതൽ 30-ാം തീയതി വരെ, അല്ലെ 30-ാം തീയതി വരുമ്പോൾ ഒരു 21 ദിവസം, 21 ഡേയ്സ്. 21 ഡേയ്സിന്റെ റെന്റിന്റെ സംഭവങ്ങൾ വിത്ത് എഫക്ട് ഫ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡേറ്റ് മുതൽ ഇന്ന ഡേറ്റ് വരെ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ട് കൊടുത്തിരിക്കണം. ഇപ്പൊ ചില ആളുകൾ 1-ാം തീയതി മുതൽ ഇപ്പൊ ഒരു 10,000 രൂപ വാടകയുള്ള ആളുകൾ 1-ാം തീയതി മുതൽ 10,000-ന്റെ 18% 1,800 രൂപ അടക്കുന്ന ആളുകളുണ്ട്. ശരിക്കും അങ്ങനെ അടക്കേണ്ട ആവശ്യമില്ല. 10,000 ഡിവൈഡ് ബൈ 31 അടിക്കാം. അപ്പൊ ഒരു ദിവസത്തെ കിട്ടും. ഇൻറ്റു 21 അടിച്ചു കഴിഞ്ഞാൽ ആ ദിവസത്തെ റിവേഴ്സ് ചാർജ് മാത്രം കഴിഞ്ഞ മാസം 22 ഡേയ്സ് ആണ് എടുത്തത്. 22 ഡേയ്സ് ആണ്, 10 മുതൽ 31 വരെ 22 ഡേയ്സ് ആണ് എടുത്തത്. 10 മുതൽ
31 വരെ. 21 days അല്ലേ വരുള്ളൂ? 22 days. 10 മുതൽ 31 വരെ. 31, 10, 20, 30, 21 അല്ലേ വരുള്ളൂ? 10 കൂടെ ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ടാവും. ചേർത്തിട്ടാണ് വാട്ടവർ എന്നാ 21 അടിച്ചോളേ. 22 days ആ ഒരു ദിവസത്തെ സംഭവം എന്തേ ഉള്ളൂ, നമുക്ക് ബാധ്യതയുള്ളൂ. ഇനി അന്ന് ചില ആളുകൾ കുറെ ആൾ കൺഫ്യൂഷൻ അടിസ്ഥാനത്തിൽ പോയിട്ടുണ്ട്. ആ പോയ ആളുകൾ ഈ ഇന്ന കോളത്തിൽ ഏത് ചെയ്യണം, 3B കോളത്തിൽ ഏത് ചെയ്യണം എന്ന് ഞാനൊരു വീഡിയോ ആക്കിയിട്ട് യൂട്യൂബിനകത്ത് ഇടുന്നുണ്ട്. അപ്പോൾ കൺഫ്യൂഷൻ ആളുകൾ അത് നോക്കിയിട്ട് അത് എന്ത് ചെയ്തോളൂ, ഫയലിങ്ങിന്റെ സമയത്ത് വരുന്ന ആളുകൾക്ക് എന്ത് ചെയ്തോളൂ, ആ സാധനം ചെയ്തോളി. അത് നിർബന്ധമായിട്ട് ചെയ്യണം. ചില ആളുകൾ വലിയ വളവന്മാരായിട്ട് നോക്കുന്നുണ്ട്, അതായത് ഈ എമൗണ്ട് കുറച്ചടിക്കുന്ന പരിപാടി. അത് നിങ്ങൾക്ക് മാത്രം പക്ഷെ അത് തോന്നുന്നതാണ്. വലിയ കണിയിലേക്കായിരിക്കും നിങ്ങൾ പോവുക. ഫൈനും പെനാൽറ്റി ഒക്കെ ആയിട്ട് വലിയ സംഖ്യ വരും. ഓൾറെഡി നമ്മൾ റെന്റ് കൊടുത്ത, ഒരിക്കലും നിങ്ങൾക്ക് ആലോചിക്കാം, വാടക ഉണ്ടോ കുറയുന്നു എവിടെയെങ്കിലും? ആദ്യം 1 ലക്ഷം രൂപേന്റെ വാടക ഉണ്ടാക്കിയോനെ ഇപ്രാവശ്യത്തെ 50,000 രൂപ ആക്കി കുറച്ച് കഴിഞ്ഞാല് വാടക ആരും കുറയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. വെറുതെ അങ്ങനത്തെ ഓരോ പോയത്തപ്പണി എടുക്കണ്ട. ആ സംഭവം ഇങ്ങോട്ടേക്ക് തിരിച്ചു കിട്ടണില്ലേ? അപ്പം എന്ത് ചെയ്യരുത്, ഒരിക്കലും എന്ത് ചെയ്ത് വാടക അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കരുത്. ഇനി നിങ്ങൾക്ക് വല്ല അഡ്ജസ്റ്റ്മെന്റ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ റൂം തന്നെ മാറിയിട്ട് വേറെ റൂമിന്റെ പേരിൽ എടുത്തോളൂ. എന്നാൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നമുക്ക് പറയാം. അല്ലാത്ത രീതിയിൽ അഡ്ജസ്റ്റ്മെന്റിന് ഒരിക്കലും ശ്രമം നടത്തിയത് ഭയങ്കരമായത് കൊടുക്കൽ നിങ്ങൾ കൊടുങ്ങും. ഓക്കെ. പിന്നെ ചില ആളുകൾ വേറൊരു കാര്യം ചെയ്യുന്നുണ്ട്, GST രജിസ്ട്രേഷൻ തന്നെ ഒഴിവാക്കുന്നുണ്ട്. ഇറ്റ്സ് ഗുഡ്, കുഴപ്പമില്ല. നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു 50 ലക്ഷം 40 ലക്ഷം രൂപ 20 ലക്ഷം രൂപയുടെ ഒരു ടേൺ ഓവർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതെന്ത് ചെയ്യാം, നിങ്ങൾ GST രജിസ്ട്രേഷൻ തന്നെ ക്യാൻസൽ ചെയ്യാം, കുഴപ്പമില്ല. നിയമം അനുവദിക്കുന്നുണ്ട്. ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷനിൽ തന്നെ 3 പാർട്ട് പറയുന്നുണ്ട്. ക്യാൻസലേഷൻ ബൈ രജിസ്റ്റേർഡ് പേഴ്സൺ, അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ഈ പറയുന്ന ബിസിനസ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ എക്സ്പെക്ട് ചെയ്യുന്നത് പോലെ, എക്സ്പെക്ട് ചെയ്യാന്ന് പറയുമ്പോൾ 40-20 അല്ല, അതിന്റെ താഴത്താണ് ബിസിനസ്. പിന്നെ കമ്പൾസറി ആയിട്ട് രജിസ്റ്റർ ചെയ്യണ ഇൻഡസ്ട്രിയേറ്റ് സപ്ലൈ, B2, പിന്നെ അതേപോലെ ഓൺലൈൻ ബിസിനസ്സുകൾ, ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ, OTT പ്ലാറ്റ്ഫോമുകൾ, CTP, NRTP, പിന്നെ ISD, പിന്നെ എന്താ പറയാ RCM റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിലുള്ള ആവശ്യങ്ങൾ, TDS TCS പിടിക്കാനില്ലാത്ത, ഇങ്ങനെ നിർബന്ധമില്ലാത്ത എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യാം, വേണമെങ്കിൽ ആവശ്യമില്ലെങ്കിൽ ക്യാൻസൽ ചെയ്തോളി. നിങ്ങൾക്ക് ഒരു ബാധ്യതയും ഒരു തലവേദനയും വരില്ല. അല്ലാതെ റെന്റുമേൽ എന്ത് ചെയ്യരുത്, അഡ്ജസ്റ്റ്മെന്റ് കളിക്കുന്നിട്ട് പണി എരന്ന് വാങ്ങരുത്. ഓക്കെ, ആ സംഭവം ശ്രദ്ധിക്കുക. അപ്പോൾ റിവേഴ്സ് ചാർജ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യണം, ആ സംഭവം നമ്മൾ ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു സിനാരിയോ ആണ്. അപ്പോൾ ഞാൻ ഇതിനേക്ക് തന്നെ പോവാണ്. ഇപ്പോൾ കോമളവല്ലി മാഡത്തിന്, കർണാടകയിലുള്ള കോമളവല്ലി മാഡം കമ്പോസിഷൻ ഡീലറാണ്. കമ്പോസിഷൻ ഡീലർക്ക് ഞാനൊരു സാധനം അയക്കുന്നു. ആസ് യൂഷ്വൽ ഒരു കസ്റ്റമർക്ക് വിൽക്കുന്നത് പോലെ തന്നെ എന്ത് ചെയ്യണം, ടാക്സും കാര്യങ്ങളും അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിയിട്ട് വേണം നമ്മുടെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാണ്, ഞാനൊരു സെയിൽ അടിക്കുകയാണ്. കോമളവല്ലി മാഡത്തിന്റെ പേരിൽ ഒരു സെയിൽ അടിക്കുകയാണ്. കോമളവല്ലി ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, എന്തായിരുന്നു സൺട്രി ഡെപ്റ്റേഴ്സ്. ഇവിടെ കേരള അല്ല, കർണാടക കൊടുക്കണേ. കർണാടക കൊടുക്കുന്നു. ഇവിടെ റെഗുലർ എന്നുള്ളിടത്ത് നമ്മൾ കമ്പോസിഷൻ എന്ന് കൊടുക്കണം. കമ്പോസിഷൻ. പക്ഷെ കമ്പോസിഷൻകാർക്ക് GST ഉണ്ടാവും കേട്ടോ. കർണാടകത്തിന്റെ GST എത്രയാ? കർണാടകത്തിൽ ബാംഗ്ലൂരിൽ ആരെങ്കിലും ഉണ്ടോ അതിനകത്ത്? 34 ആണോ, 35 ആണോ? 29. ആരാ കർണാടകത്തിലുള്ള? കർണാടകയിലല്ല, 29. ആ ഷർഫിനെ അണ്ണെന്ന് വിളിച്ചോണ്ടേ ഞാൻ കർണാടകയിലല്ല. എന്തെല്ലാം തരത്തിലെ ആളുകളാ. ഓക്കെ, ഇവിടെ നമ്മള് സെയിൽസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഏതിന് ക്രിയേറ്റ് ചെയ്തിട്ടില്ലല്ലേ ലെഡ്ജർ? ഇല്ലില്ല, കോമളല്ലേ ഇപ്പൊ വരുന്നല്ലേ ഉള്ളൂ. ഓക്കെ, നമ്മൾ 1 ലിറ്ററിന്റെ സാധനം കൊടുക്കാറുണ്ട് അല്ലേ? 1 ലിറ്ററിന്റെ സാധനം എത്രയാ? ഫിനിഷ്ഡ് ഗുഡ്സ് 10 വില ഇത് തന്നെ അല്ലേ, 155. ഇനി അടുത്തത് 15 ലിറ്റർ ഫിനിഷ്ഡ് ബാച്ച് 2 3
തന്നെ അല്ലേ? എമൗണ്ട് തന്നെ അല്ലേ? ഓക്കെ, കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ IGST കൊടുക്കുന്നു. IGST വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈ സംഭവം വാല്യൂ ഇവിടെ വരുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ. ഇനി ഇവിടെ ഇതിപ്പോ നോക്കണം, ഞാൻ നേരത്തെ ഒക്കെ പറയാൻ വിട്ടുപോയ സാധനമാണ്. ഇവിടെ ഈ ഒരു 0.50 ഒക്കെ അല്ലേ, അതൊക്കെ ഒന്ന് റൗണ്ട് ഓഫ് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ. ഹലോ, ഈ 50 കണക്കൊന്നും ഇപ്പൊ 50 ഒക്കെ നിരോധിച്ചു ഇപ്പൊ പോയിണോ? 50 ഒന്നും ഇല്ലല്ലോ ഇപ്പൊ, കാണില്ല. പോയിണോ ഇല്ലയോ? റൗണ്ട് ഓഫ് എടുത്താ പോരാ. ആ, റൗണ്ട് ഓഫ് കൊടുക്കുക. ഇതല്ലെങ്കിൽ ഇത് ഇവിടെ എന്ത് ചെയ്താൽ മതി, ഒരു പുതിയ ലെഡ്ജർ ഉണ്ടാക്കിയാൽ മതി. റൗണ്ട് ഓഫ് എന്ന് പറഞ്ഞിട്ട് റൗണ്ട് ഓഫ് എന്നുള്ള ലെഡ്ജർ എടുക്കാം. ആ, ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. ഡയറക്റ്റ് എക്സ്പെൻസാ. ആ, ഇനി അങ്ങോട്ട് കിട്ടി ഇങ്ങോട്ട് ഇട്ടാണെങ്കിലൊക്കെ ഇതിമേലെ അഡ്ജസ്റ്റ് ആയിക്കോളും കേട്ടോ. ഇന്നിങ്ങനെ ഇട്ട് കൊടുത്താലേ പ്രശ്നം തീർന്നില്ലേ? ക്ലിയർ ആയില്ല? അപ്പൊ ഇങ്ങനെ ഈ 0.5 ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കൊരു വാക്കിലേക്ക് എന്തിക്കാം, അങ്ങോട്ടേക്ക് എത്തിക്കാം. അപ്വേർഡ് റൗണ്ടിങ്ങോ ഡൗൺവേർഡ് റൗണ്ടിങ്ങോ പിന്നെ നോർമൽ റൗണ്ടിങ്ങോ ഒക്കെ എന്ത് ചെയ്യാം, ഈ സംഭവത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, നാളെ ക്ലാസ് എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ? 2-3 ക്ലാസ് മിസ് ആയതുകൊണ്ട് ഞായറാഴ്ച ഒരാഴ്ച അടുപ്പിച്ചെടുക്കാം. ആ, ഇങ്ങനെ എടുക്കാം. നാളെ ഇനി കാണാത്ത ആൾക്കാരെന്ത് ചെയ്തോളി, റെക്കോർഡിങ് കണ്ടാൽ മതി. ഒരു എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിൽ നിന്നിട്ടാണ് നാളെ ക്ലാസ് വെക്കുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ മൊത്തത്തില്? കുറെ എനിക്കത് കുറെ എടുക്കായിരുന്നു. വല്യപ്പൊക്കെ മരിച്ചതിന് ശേഷം നമുക്ക് കുറെ സാധനങ്ങൾ പെൻഡിങ് ആയതുകൊണ്ട് ഓടിക്കാൻ വിചാരിച്ചിട്ടാ ഞാൻ ഒരു ചെറിയ പോൾ ഇട്ടാ. നാളെ എടുക്കുകയാണെങ്കിൽ നല്ല സുഖേനോ. നാളെ നോ പ്രോബ്ലം എന്ന് പറയണ്ടേ. നാളെ വെക്കല്ലേ? അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ നാളെ? വെക്കാം. ഈ മാസത്തിലാകെ 2 ക്ലാസ് അല്ലേ ആയിട്ടുള്ളൂ. ആ, അതിനെ വെക്കാന്നാണ് എൻ്റെ അഭിപ്രായം. ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടെ കൂടി സഹിക്ക്, കുറച്ചൊക്കെ മുമ്പോട്ടേക്ക് പോകാൻ വേണ്ടിട്ടേ. എല്ലാരും പറഞ്ഞോളൂ. പിന്നെ സാറെ കിട്ടൂല. സാറ് വേറെ അടുത്ത ബാച്ചിനവിടെ അവിടെ അതാണ് അതിന്റെ പ്രശ്നം. ഡേറ്റ് എടുക്കും. എന്താ ഞാനൊന്ന് പോയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയണേ, ഒന്ന് അടിച്ചാണേ. ഭൂരിഭാഗത്തിന് നമുക്ക് നോക്കാം. സ്ക്രീനിൽ കാണുന്ന സാധനം ഉറങ്ങുന്ന ആൾക്കാർക്കൊന്നും കിട്ടൂല കേട്ടോ. സർഫ് വോട്ട് ചെയ്യണ്ട. സർഫ് 2-ലും ഇടും. എസ്സിലും നോയിലും അടിക്കും. ഒന്നിലടിക്കാൻ പറ്റുള്ളൂ. എത്ര ആൾക്കാർ ഇപ്പൊ ഞാൻ ലൈവിൽ ഉണ്ടെന്നാണ്, എത്ര ആൾക്കാരുണ്ടെങ്കിൽ എത്ര ആൾക്കാർ ഉറങ്ങുന്നുണ്ടെന്നരാ. ആൾക്കാരൊക്കെ ലിസ്റ്റ് ഇട്ടുട്ടോ. ഇവിടെ എസ് എന്ന് കൊടുക്കണം, സ്ക്രീനിലാണ് ടൈപ്പ് ചെയ്താൽ മതി ആരൊക്കെ ചെയ്തില്ല എന്നുള്ളതൊക്കെ കേട്ടോ. 18 ആളുകൾ ചെയ്ത്, 22 ആളുകൾ ചെയ്ത്, ബാക്കിയുള്ള ആൾക്കാർ ഒന്ന് ഉറങ്ങുക. കൊടുക്കാം. ബാക്കിയുള്ള ആള് റെക്കോർഡിങ് കണ്ടോളി. 4 ആൾക്കാരല്ലേ നോ പറഞ്ഞിട്ടുള്ളൂ. 4 ആൾക്കാർക്ക് റെക്കോർഡ് കൊടുക്കാം. ഓക്കെ, അപ്പോ പിന്നെ വേറെ കാര്യമാണ്, ഈ രാവിലത്തെ 5 AM ക്ലബിന് കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്ന ആ ടീമിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. 2025 അടുത്ത നല്ല വലിയൊരു പ്ലാനായിട്ട് മുമ്പോട്ടേക്ക് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു അടുത്ത ലെവലിലേക്ക് മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 AM ജോയിൻ ചെയ്യാം. നിലവിലുള്ള 5 AM ക്ലബിലേക്കല്ല നിങ്ങൾക്ക് മെമ്പർഷിപ്പ് കിട്ടുക. പുതിയൊരു സെക്കൻഡ് ബാച്ച് ഉണ്ട്, അതിനകത്തേക്കാണ് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് കിട്ടുക. കണ്ടീഷൻ ഉണ്ട്, എല്ലാ ദിവസവും രാവിലെ 4:50 എഴുന്നേൽക്കണം. മെഡിറ്റേഷൻ
ഫൊർഗീവ്നെസ്, നമ്മുടെ മനസ്സിലുള്ള എല്ലാ ടെൻഷനുകളും ഇറക്കി വെച്ച് ഏറ്റവും ഹാപ്പി ആയിട്ട് വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന, രാവിലെയൊക്കെ നേരത്തെ എഴുന്നേൽക്കുന്ന, ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്ന, അല്ലെങ്കിൽ തഹജ്ജുദ് നിസ്കാരത്തിന് എഴുന്നേൽക്കുന്ന ഒരു ടീമിൻ്റെ കൂടെ എല്ലാ ദിവസവും യാത്ര ചെയ്യാം. അതാണ്, വേറൊന്നുമില്ല. സ്വാഭാവികമായിട്ടും ചന്ദനം ചാരിയ ചന്ദനം മണക്കും, ചാണകം ചാരിയ ചാണകം മണക്കും. ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ കൂടെ രാവിലെ എഴുന്നേറ്റിട്ട് ഒരു 1/4 മണിക്കൂർ മെഡിറ്റേഷൻ ആയി കഴിഞ്ഞാൽ ഒരു കൊല്ലം 365 ഡേയ്സ് നിങ്ങൾ മെഡിറ്റേഷനും യോഗയും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും പവർ നിങ്ങളുടെ ലൈഫിനകത്തുണ്ടാവും. ആരൊക്കെ ഉണ്ട്? സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ സ്റ്റോപ്പില്ല കേട്ടോ. രസത്തിന് കയറി നോക്കണ്ട. ജീവിതത്തിൽ അടുത്തൊരു ലെവലിലേക്ക് മാറണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ മാത്രം കയറാം. അല്ലാത്തവന് ഇപ്പോഴുള്ള ജീവിക്കുന്ന ജീവിതം തന്നെ സന്തോഷിക്കാം. ആർക്കൊക്കെ വേണം? യെസ്, ഒന്ന് കുറേ ആൾക്കാരുണ്ടല്ലോ. ഒന്ന് പേഴ്സണൽ മെസ്സേജ് ഉണ്ട്, കോമൺ ആയിട്ട് ഇട്ടോളി. അതിനകത്ത് നിങ്ങൾക്ക് ട്രെയിനർ ആവാനുള്ള ചാൻസ് കിട്ടും. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു കൺസൾട്ടിങ് സ്റ്റാർട്ട് ചെയ്യാൻ പരിപാടി കിട്ടും. സ്വന്തം ബിസിനസ് നോക്കാൻ വേണ്ടി പറ്റും. പല പരിപാടികളും പറ്റും. അനൂപ്കൊക്കെ അവിടുത്തെ പുലിക്കുട്ടനാ. അനൂപ്കൊക്കെ അവിടുത്തെ അനൂപ് അതൊരു വേറെ ബാച്ചായിട്ട്, അവരൊരു ഇൻഡിപെൻഡന്റ് ബാച്ചായിട്ട് അവർ പോകും. അവർ ഓൾറെഡി എല്ലാവരും സ്വയം പര്യാപ്തമൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട്. ഇത് ആ ആളുകൾക്ക് ഇതിനകത്തും ഇല്ല, ഇതിനകത്തുള്ള ആൾ അതിനകത്തും കയറ്റത്തില്ല. പക്ഷെ വേറൊരു കാര്യങ്ങളായിട്ട് പോകും. പറക്കാൻ തുടങ്ങിയാൽ നമ്മൾ ചിറക് കൊടുത്താൽ പിന്നെ വിടും. അപ്പം എന്ത് ചെയ്യണമെന്നറിയാം? ഇവർക്കുള്ള കണ്ടീഷൻസ് കൂടി പറഞ്ഞുതരാം. വീഡിയോയിൽ നിങ്ങളെ പ്രസൻറ്റ് ചെയ്തിട്ട് വരണം. ഞാൻ ഇന്ന ആളാണ്. ഉദാഹരണം, ഞാൻ യൂനിസ് സലീമാണ്, മലപ്പുറത്താണ് എൻ്റെ സ്ഥലം, ഇന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്, എനിക്ക് ഇന്ന ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന ആഗ്രഹങ്ങൾ ഉണ്ട്, പക്ഷെ ഇപ്പോൾ ഇങ്ങനെയാണ് അവസ്ഥ, ഇതിൽ നിന്നൊന്ന് മാറണം, അല്ലെങ്കിൽ ഇത്ര ലക്ഷം രൂപ കടമുണ്ട്, ഫാമിലി രക്ഷപ്പെടണം, ഇങ്ങനെ ഉദ്ദേശത്തിലാണ് വരുന്നതെന്ന് എന്ത് ചെയ്യണം? അവിടെ പറയണം. രാവിലെ 4:50 എഴുന്നേൽക്കണേ. രാവിലെ 4:50 എഴുന്നേറ്റിട്ട് ഒരു 1/4 മണിക്കൂറിൻ്റെ സെഷൻ. അതിനകത്ത് ചിലപ്പോൾ ഞാൻ സെഷൻ എടുക്കും, ചിലപ്പം കേരളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള ട്രെയിനർമാർ കയറി ക്ലാസ് എടുക്കും. അതിന് പേയ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ആത്മാർത്ഥത എന്നുള്ള സാധനം മെയിനായിട്ട് വേണം. അവിടെ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യണം, എന്നാൽ കിട്ടും. അപ്പോൾ അതിനകത്ത് NLP വരും, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം വരും, മൈൻഡ് പവർ വരും, മൈൻഡ് റീഡിങ് വരും, മൈൻഡ് ഷാർപ്നെസ് വരും, എല്ലാ സാധനങ്ങളും വരും. അപ്പോൾ ആ സാധനം എൻ്റെ വീഡിയോയിലാക്കിയിട്ട് എൻ്റെയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ക്ലബിനകത്ത് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് കിട്ടും. ഓക്കെ, ഒരു 20 ആളുകൾക്ക് മാത്രമേ അതിനകത്ത് ഉണ്ടാവും. കാരണം എല്ലാവരും നമുക്ക് നീക്കി പോക്കുക എന്നുള്ളത് പ്രയാസമായിരിക്കും. അപ്പം ഫിഫോ മെത്തേഡാണ്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ആദ്യം വരുന്നവനെ ആദ്യം എൻ്റർ ചെയ്യിപ്പിക്കും. ലിഫോ ഇല്ല, ഫിഫോ ആണ്. അതുകൊണ്ട് ആദ്യത്തെ 20 അതിൽ പെടാൻ വേണ്ടി, അങ്ങനെ ഇപ്പോൾ 10-40 ആളുകളൊക്കെ മെസ്സേജ് അയച്ചില്ലേ, അതിനകത്തുള്ള ആദ്യത്തെ 20ക്കായിരിക്കും ഈ ഒരു സാധ്യത കിട്ടുക. സാന്ദർഭികമായിട്ട് പറഞ്ഞത് മാത്രം. നിങ്ങളെല്ലാവരും വളർന്ന് എന്താ പറയുക, അടിപൊളിയായിട്ട് കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, അപ്പോൾ കോമൺലി മാഡത്തിന് നമ്മളൊരു സാധനം സെയിൽ ചെയ്തു, കമ്പോസിഷൻ ഡീലറാണെന്ന്. കമ്പോസിഷൻ ഡീലറുടെ കാര്യങ്ങൾ നമ്മൾ ഈ സംഭവത്തിലൂടെ നമ്മൾ ചെയ്തു പോയി. ഇനിയുള്ളത്, നമ്മൾ വേറൊരാൾക്ക്, ഒരു റെഗുലർ ആയിട്ടുള്ള ഒരാൾക്ക് നമ്മൾ സാധനം ചെയ്തു. അതെങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ സാധനങ്ങളല്ലേ വിറ്റത്. ഇനി നമുക്ക് മറ്റേ സാധനം ഉണ്ടല്ലോ, ഇതില്ലേ, അവളെ പിണ്ണാക്ക് വെക്കാല്ലേ, പിണ്ണാക്കൊന്ന് വിറ്റ് നോക്കാം. ഹലോ അല്ലേ, കുറച്ച് പിണ്ണാക്ക് വെക്കാണല്ലോ. പിണ്ണാക്ക് നമുക്ക് കേരളത്തിനുള്ളിൽ തന്നെ വെക്കാം. ഇപ്പൊ റുക്കിയ മാഡത്തിന് നമുക്ക് എന്ത് ചെയ്യാം, പിണ്ണാക്ക് വിറ്റ് വെക്കാം റുക്കിയ മാഡത്തിന്. ഓക്കെ, അപ്പൊ ഞാനിവിടെ പേരുണ്ടാക്കാം, റുക്കിയ. റുക്കിയ മാഡത്തിന് സ്ഥലം എവിടെയാ? നമ്മളെ പഴയ റുക്കിയാണോ, കുറെ GSTക്കൊക്കെ മുമ്പ് പഠിച്ച റുക്കിയ MM എന്ന് പറഞ്ഞ ആള്? പഴയ GSTയിൽ കുറെ കാലം മുമ്പ് പഠിച്ച റുക്കിയാണോ? എവിടെ ഈ റുക്കിയ MM എന്ന് പറഞ്ഞ ആള് ആണോ? ആണ് സാറേ. കുറെ കാലം മുമ്പ് പഠിച്ച കൊറോണക്കൊക്കെ? അതെ അതെ. കൊറോണക്ക് നിങ്ങളിതിപ്പോ ഇത്ര കാലം ഇല്ലാതെ ഇവിടെ നിന്ന് പൊന്തിയേ? കൊറോണക്കല്ല, ഇതിനു മുമ്പുള്ള ക്ലാസ്സിലായിരുന്നു. ഓക്കെ ശരി. നോക്കാം, നിങ്ങളാ മറ്റേ ബിസിനസ് ഒക്കെ നിന്നോ? ഇല്ല, ഞാന് വർക്ക് ചെയ്യായിരുന്നല്ലോ ഓർഫനേജില്. ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പം റുക്കിയ മാഡം ഒരു റെഗുലർ ഡീലറാണ്. കേരളത്തിനുള്ളിലേക്ക് തന്നെ
സപ്ലൈ ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിച്ചോളൂ. അപ്പൊ മാഡത്തിന് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ സാധനം സെയിൽ ചെയ്യാൻ വേണ്ടി പോവാണ്. ഓയിൽ കേക്ക്. ഓയിൽ കേക്കാണ് മാഡത്തിന് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഓയിൽ കേക്ക് ഏത് ഗോഡൗണിലാണ് ഉള്ളത്? ഫിനിഷ് ഗുഡ്സിലല്ല, ബൈ പ്രൊഡക്റ്റ് ഗോഡൗൺ. പ്രൊഡക്റ്റ് നമുക്ക് എത്ര ബൈ പ്രൊഡക്റ്റിൽ എത്ര സാധനം ഉണ്ട്? ഇനി 780 കിലോ ഉണ്ട് അല്ലേ? 780 kg. അതിനകത്ത് നമുക്കൊരു 400 കിലോ വിറ്റ് വെക്കാം. ഒരു 40 റുപ്യ വെച്ചിട്ട് 400 കിലോ വെക്കാം. ഒരു 16,000. ഓക്കെ. ഇതിന് GST ഉണ്ട് കേട്ടോ. CGST ഉണ്ടാവും, SGST ഉണ്ടാവും. ഇതേപോലെ അടിക്കണം. CGST അടിക്കാം, SGST അടിക്കാം. ഈ രീതിയിലാണ് എന്ത് ചെയ്യാം ഈ സംഭവം ഉണ്ടാവുക. വേണമെങ്കിൽ റൗണ്ട് ഓഫ് ചെയ്യാനൊന്നുമില്ല. അതുകൊണ്ട് റൗണ്ട് ഓഫും കാര്യങ്ങളൊന്നും വേണ്ട. നേരെ എന്ത് ചെയ്യാം, സേവ് ചെയ്ത് കൊടുക്കാം. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മൾ എല്ലാ സാധനവും സെയിൽ ചെയ്തു. ഇനി നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് സമ്മറി എത്ര ഉണ്ട് എന്നുള്ളത് എങ്ങനെയാ നോക്കാം? KT ഓഫ് ടാലിയിൽ പോവാ. ഇതവിടെ സ്റ്റോക്ക് സമ്മറി. ഇവിടെ നേരെ സ്റ്റോക്ക് സമ്മറി എടുത്താൽ മതി. സ്റ്റോക്ക് സമ്മറി എടുക്കുക, Alt + F1 അടിക്കുക. ഇതാ കംപ്ലീറ്റ് കിട്ടും. ബൈ പ്രൊഡക്റ്റ് ഗോഡൗണിൽ ഓയിൽ കേക്കിന് 380 കിലോ ഉണ്ട് അല്ലേ? നമ്മൾ ഒരാൾ റിപ്പോർട്ട് വെച്ച് നമുക്ക് കറക്റ്റ് പറഞ്ഞു കൊടുക്കാനില്ലേ? 350 കിലോനാണ് ഉള്ളത് ഇവിടെ ബൈ പ്രൊഡക്റ്റിന് ഗോഡൗണിൽ. ഫിനിഷ്ഡ് ഗുഡ്സ് ഗോഡൗണിൽ 15 ലിറ്ററിന്റെ ഒരെണ്ണം ഉണ്ട്, 1 ലിറ്ററിന്റെ 8 ഉണ്ട്, 5 ലിറ്ററിന്റെ 14 ഉണ്ട്. റോ മെറ്റീരിയലിന്റെ ഗോഡൗണിൽ ഇനി ആകെ 26 കിൻഡൽ സാധനം നമുക്ക് ഉണ്ടാക്കാനുള്ളൂ. ഇവിടെ നമ്മൾ റീ ഓർഡർ ലെവലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ശരിക്കും റീ ഓർഡർ ലെവൽ നേട്ടില്ലേ? എന്താ റീ ഓർഡർ ലെവൽ? എപ്പോഴാണ് അത് ആവശ്യം വരുന്നത്? അപ്പോ രണ്ടാമത് റീ ഓർഡർ ചെയ്യേണ്ട പോയിന്റ് അതാണ് റീ ഓർഡർ ലെവൽ എന്ന് പറയാം. റീ ഓർഡർ ലെവൽ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു സൂപ്പർ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ അരി ഒരിക്കലും തീർന്നു പോകാൻ പാടില്ല അല്ലെ? അവിടെ മെയിൻ വെക്കുന്ന സാധനം റീ ഓർഡർ. അപ്പം ഒരു 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 കിൻഡൽ ആവുമ്പോഴേക്ക് തന്നെ, അല്ലെങ്കിൽ 2 കിൻഡൽ ആവുമ്പോഴേക്ക് തന്നെ നമ്മൾ സോഫ്റ്റ്വെയറിനകത്ത് ഒരു എന്തൊരു റിമൈൻഡർ സെറ്റ് ചെയ്ത് വെക്കും. അടുത്ത ഓർഡർ നമ്മൾ കൊടുക്കണം എന്നല്ല. ഇല്ലെങ്കിൽ കസ്റ്റമർ അരി ഇല്ല പറഞ്ഞാൽ എന്താ സൂപ്പർ മാർക്കറ്റിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കുക. അപ്പൊ ഏത് പ്രൊഡക്റ്റും സ്ഥിരമായിട്ട് പോകുന്ന ഏത് പ്രൊഡക്റ്റും ഒരു റീ ഓർഡർ ലെവലിന് ഒരു പോയിന്റ് ഉണ്ടാക്കണം. ആ പോയിന്റിൽ എന്ത് ചെയ്യണം? കൃത്യമായിട്ടും സംഭവങ്ങൾ നടത്തണം. ആ പോയിന്റ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? ഓർഡർ ഓട്ടോമാറ്റിക്. ഇപ്പൊ സോഹോ ബുക്സിലൊക്കെ ആണെങ്കിൽ ഭയങ്കര രസമാണ്. ആ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു റിമൈൻഡർ ഓണറുടെ മെയിലിലേക്കോ അല്ലെങ്കിൽ നമ്മളെ സപ്ലയർക്ക് വേണമെങ്കിൽ വരെ മെയിൽ വിടാനുള്ള സംവിധാനം ഉണ്ട്. ഭയങ്കര രസമാണ്. ഫസീനി പോകേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ഇല്ല. സോഹോ ബുക്കിൽ ഷോർട്ട് കട്ടുകൾ കുറവാക്കി. ഷോർട്ട് കട്ടുകൾ കമ്പാരിറ്റീവ്ലി കുറവാണ്, പക്ഷെ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. അതായത് ഓട്ടോമേഷൻ ആണ് കംപ്ലീറ്റ്. റിപ്പോർട്ട്സ് ഒക്കെ കുറെ കിട്ടുന്നുണ്ട്, അടിപൊളി റിപ്പോർട്ടുകളാണ്. ഓട്ടോമേഷൻ ആണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓട്ടോമേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇല്ലാതെയും പ്രവർത്തിക്കും. ഇപ്പൊ ഉദാഹരണം, ഒരാൾ പേയ്മെന്റ് ചെയ്യുന്നു, അയാളുടെ പേയ്മെന്റ് ഓട്ടോമാറ്റിക് ക്രെഡിറ്റ് ആവുന്നു, ബാങ്ക് അത് ഓട്ടോമാറ്റിക് ഐഡന്റിഫൈ ചെയ്യുന്നു, അയാളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നു. ഞാനിപ്പോ ഫാറൂഖ് ബായ്ക്ക് ഒരു പേയ്മെന്റ് അടിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ബാങ്കിൽ നിന്ന് പേയ്മെന്റ് പോകുന്നു. ഭയങ്കര സിസ്റ്റം ഉള്ള പരിപാടി. ഓട്ടോമാറ്റിക് ഫാറൂഖ് ബായ്ക്ക് റിമൈൻഡർ പോകുന്നു. റിമൈൻഡർ പോകുമ്പോൾ ഫാറൂഖ് ബായ് ആ റിമൈൻഡറിൽ നിന്ന് പേയ്മെന്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു, ഓട്ടോമാറ്റിക് പേയ്മെന്റ് പോകുന്നു, അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നു. ഫുൾ ഒരു ഓട്ടോമേഷൻ. അപ്പൊ ഇതിനെയാണ് നമ്മൾ AI അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ മിക്കവാറും സ്ഥലങ്ങളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. AI അക്കൗണ്ട്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനൊന്നല്ല. ഇത് ശരിക്കും ഒരു ഓട്ടോമേഷൻ ആണ്. പക്ഷെ AI അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ സാധനം ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ സാധനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. AI അക്കൗണ്ടിങ് എന്ന് ഉദ്ദേശിക്കുന്നത് സോഹോ എന്നാണ് സാധാരണ രീതിയിൽ പറയാം. ഓക്കെ. അപ്പം പിന്നെ അപ്പൊ ഇതേപോലെ റിപ്പോർട്ട് എന്ത് ചെയ്യണം? കൃത്യമായിട്ട് എടുക്കാൻ വേണ്ടി. അപ്പം ഓരോന്നിലും നമ്മൾ റീഓർഡർ പോയിന്റ്, റീഓർഡർ ലെവലൊക്കെ നമുക്ക് സ്റ്റോക്ക് നോക്കിയിട്ടും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ റീഓർഡർ ലെവലൊക്കെ ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കാർഡില്ലേ, കാർഡ് നമ്മൾ ഓരോ സൂപ്പർ മാർക്കറ്റിലൊക്കെ നമ്മൾ എന്താ പറയാ, നമുക്ക് ഓരോരുത്തർക്കും ഓരോ കാർഡ് കിട്ടില്ല ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യുന്നതൊക്കെ. ആ കാർഡിന്റെ ബേസിലാണ് നമുക്ക് ഈ സാധനങ്ങൾ ഏറ്റവും കൂടുതൽ റീഓർഡർ പോയിന്റ് നമ്മൾ കണ്ടെത്തുന്നത്. പ്രിഫറൻസ് എന്ത് കാർഡാണ്? കാർഡിന്റെ പേര് പ്രിവിലേജ് കാർഡ്. പ്രിവിലേജ് കാർഡിൽ വരുന്ന ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് മിക്കവാറും കമ്പനികൾ റീഓർഡർ ലെവലിൽ ഫിക്സ് ചെയ്യാം.
ഈ പ്രിവിലേജ് കാർഡ് എന്ന് പറയുമ്പോൾ സൂപ്പർ മാർക്കറ്റിന്റെ ചുറ്റുഭാഗത്തുള്ള ആളുകൾ സ്ഥിരമായിട്ട് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് സൂപ്പർ മാർക്കറ്റുകാർ പ്രിവിലേജ് കാർഡ് കൊടുക്കും. അപ്പോൾ ഈ പ്രിവിലേജ് കാർഡിൽ പോയിന്റ് കയറാൻ വേണ്ടി നമ്മൾ അവിടെ തന്നെ പോയി പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും പർച്ചേസിങ് കപ്പാസിറ്റി ആ സൂപ്പർ മാർക്കറ്റിന് കിട്ടും. അതിനനുസരിച്ചുള്ള ഒരു റീഓർഡർ ലെവലോ അതിനനുസരിച്ചുള്ള സ്റ്റോക്കും മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമുക്ക് ഏതെങ്കിലും സമയത്ത് അതെങ്ങനെയാണ് ഇതിനകത്തേക്ക് ടാലിയിലേക്ക് ഫിക്സ് ചെയ്യുക എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും POSന്റെ ഒരു ഭാഗം പഠിക്കുന്ന സമയത്ത് നമുക്കത് സെറ്റ് ചെയ്ത് നോക്കാം. ആ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം നമുക്ക് നാളെ പറയാം. അപ്പോൾ നമുക്കിത് ജസ്റ്റ് സ്റ്റോക്ക് സമ്മറി നമുക്ക് കിട്ടി. സ്റ്റോക്ക് സമ്മറിയിൽ ഇന്ന കാര്യങ്ങളൊക്കെയാണ്, വർക്ക് ഇൻ പ്രോഗ്രസ്, ഈ കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇനി ഇതിൻ്റെ വാങ്ങിക്കാൻ നമുക്കൊരു ട്രയൽ ബാലൻസ് എടുത്തു നോക്കാം. ട്രയൽ ബാലൻസ് എങ്ങനെയാണ് വരിക? ട്രയൽ ബാലൻസ് എങ്ങനെ വരും? ഡിസ്പ്ലേയിൽ ട്രയൽ ബാലൻസ് വരും. ട്രയൽ ബാലൻസ് വരുന്ന സമയത്ത് ഇതാണ് ട്രയൽ ബാലൻസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇത് തന്നെയാണോ നമ്മൾ കൂടെ യാത്ര ചെയ്ത് എല്ലാവർക്കും കിട്ടിയേക്കുന്നത്? ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ക്യാപിറ്റൽ നമുക്ക് 2 ക്യാപിറ്റൽ വന്നിരുന്നു. മൊത്തം 30 ലക്ഷം രൂപയുടെ ക്യാപിറ്റൽ വന്നു. ടാക്സ് ലാബിലിറ്റി നമുക്കിപ്പോൾ 1,55,434 രൂപ ടാക്സ് ലാബിലിറ്റി ഉണ്ട് അല്ലേ? സൺഡ്രി ക്രെഡിറ്റേഴ്സ് ഇന്ന രീതിയിൽ ഫിക്സഡ് അസറ്റ് 6,79,000 ഫിക്സഡ് അസറ്റ് ഇവിടെ ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം നോക്കാം. ഇനി നമ്മൾ GSTR 1 റിപ്പോർട്ട് എടുക്കാം. GSTR 1 റിപ്പോർട്ട് GST റിപ്പോർട്ടിൽ പോയി കഴിഞ്ഞാൽ കിട്ടും അല്ലേ? GST റിപ്പോർട്ട് പോയി GSTR 1 റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാലും ഇവിടെ നമുക്ക് സംഭവങ്ങൾ കിട്ടും. ഇതിന് നമുക്ക് പീരീഡ് സെറ്റ് ചെയ്താൽ മതി. Alt+F2 അടിച്ചിട്ട് പീരീഡ് സെറ്റ് ചെയ്യാം. 1 മുതൽ 31 വരെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടക്കാനുള്ള ടാക്സിന്റെ വിവരങ്ങളൊക്കെ എന്ത് ചെയ്യും കൃത്യമായിട്ട് ഇവിടെ വരും. ക്ലിയർ ആയില്ലേ? ഇതാണ് നമ്മളെ ബേസിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ അടുത്ത GSTR 1, 2A, 2B, 3B ആ കാര്യങ്ങൾ പറയും. ഇനി നമുക്ക് കോസ്റ്റ് സെന്റർ ക്ലാസ് എന്ന് പറഞ്ഞ ടേം ഉണ്ട്. അത് നമുക്ക് നാളെ പറയാം. ഇത്രയും കാലം നിങ്ങൾ കോസ്റ്റ് സെന്റർ, കോസ്റ്റ് കാറ്റഗറി ഇതൊക്കെ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ കോസ്റ്റ് ക്ലാസ്സും കൂടി നമുക്ക് ഇതിനകത്ത് ഇനി പഠിക്കാനുണ്ട്. കോസ്റ്റ് ക്ലാസ് നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടാവില്ല. കോസ്റ്റ് ക്ലാസ് പെർസെൻറ്റേജിന്റെ അടിസ്ഥാനത്തിൽ അലോക്കേറ്റ് ചെയ്ത് വെക്കുന്ന സ്ഥിരമായിട്ട് നമുക്കൊരു ഡാറ്റ ഒരേപോലത്തെ ഡാറ്റ പോവുകയാണെങ്കിൽ നമ്മൾ കോസ്റ്റ് ക്ലാസ് ആണ് നമ്മൾ സെറ്റ് ചെയ്യുക. ആ കോസ്റ്റ് ക്ലാസ്സിനെ കുറിച്ച് നമുക്ക് നാളെ വിശദമായിട്ട് സംസാരിക്കാം. ഈ കോസ്റ്റ് ക്ലാസ്സിനുള്ളിൽ കോസ്റ്റ് കാറ്റഗറിയും കോസ്റ്റ് സെന്റേഴ്സും നമ്മൾ ആഡ് ചെയ്ത് നോക്കാം. ആ കാര്യങ്ങൾ നാളെ പറയാം. പിന്നെ കുറച്ച് ഇൻവെന്ററി വൗച്ചേഴ്സ്, ഓർഡർ വൗച്ചർ, സെയിൽസ് ഓർഡർ വൗച്ചർ, ഡെലിവറി നോട്ട്, റെസീപ്റ്റ് നോട്ട്, പിന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ട്രാക്കിങ്, റിജക്ഷൻ ഇൻ, റിജക്ഷൻ ഔട്ട്, പിന്നെ ഫിസിക്കൽ സ്റ്റോക്ക് വെരിഫിക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ പതുക്കെ നമ്മൾ അതിനുള്ളിൽ കൂടെ ഒക്കെ അങ്ങനെ കടന്ന് ഇങ്ങനെ പോകും. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഓർഡർ വൗച്ചറുകളും റിജക്ഷൻ ഇന്നും ഔട്ടും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും നമ്മളെ നാളെ എന്ത് ചെയ്യാം മുമ്പോട്ടേക്ക് പോകും. ഓർഡർ പ്രോസസ്സിങ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പോൾ നാളത്തെ സെഷൻ എന്ത് ചെയ്യരുത്, മിസ്സായിട്ട് റെസിപ്റ്റ് നോട്ട്, ഡെലിവറി നോട്ടൊക്കെ പരമാവധി ആ ഏരിയകളിലൊക്കെ എത്താൻ വേണ്ടി നാളെ നമ്മൾ ശ്രമം നടത്തും. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അടുത്ത കാറ്റഗറിയിലേക്ക് പോകുന്നത്. ഏത്? ബിൽ ഓഫ് മെറ്റീരിയൽ, മൾട്ടി കറൻസി അല്ലേ? വേറെ രാജ്യത്തേക്ക് നമുക്കൊന്ന് എക്സ്പോർട്ട് ചെയ്ത് നോക്കാം. ഫ്രീ സോണുകളിലേക്ക് നമുക്കൊന്ന് എക്സ്പോർട്ട് ചെയ്ത് നോക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരും. പിന്നെ റൈറ്റിൻ്റെ കൺവേർഷൻ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, രാജ്യത്ത് നിന്ന് രാജ്യം വിടുമ്പോൾ ഡോളർ മാറുമ്പോൾ, INR ദിറംസ് മാറുമ്പോൾ ഒക്കെ ഉള്ള ചെറിയ ഒരു ഗെയിൻ ഉണ്ടാവും. ആ ഗെയിനുകളൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ വരും സെഷനുകളിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ ഇത്ര പോരെ, ബാക്കി നമുക്ക് നാളെ നോക്കാം.